ഓക്കെ, നമ്മളപ്പോൾ സെപ്റ്റംബർ 2024 RTPയുടെ ഡിസ്കഷനിലേക്ക് നമ്മൾ പോവാണ്. അപ്പോൾ സെപ്റ്റംബർ 24 ഏറ്റവും പുതിയ RTP ആണ്. അതിനകത്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒരു PGBPയെ ബന്ധപ്പെടുത്തിയ ഒരു ക്വസ്റ്റ്യൻ ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. PGBPയിലെ ചില പ്രൊവിഷൻസിനെ വളരെ ഡീപ്പായിട്ട് അനലൈസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം, RTPയിലേക്ക് പോകാം. മിസ്റ്റർ നവീൻ, ഏജ് 40 years, ഈസ് എൻഗേജ് ഇൻ ദ മാനുഫാക്ചറിങ് ബിസിനസ്. അപ്പോൾ ഇതൊരു ബിസിനസ്സുകാരനാണ്, ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളാണ്. ഹി ഫോളോസ് മെർക്കൻഡൈൽ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. ഓക്കെ, അപ്പോൾ അയാൾ ബുക്ക് ഫോളോ ചെയ്യുന്നത് മെർക്കൻഡൈൽ സിസ്റ്റത്തിലാണ്. ദ ഡീറ്റെയിൽസ് പെർട്ടനിങ് ടു ഹിസ് ബിസിനസ് ഫോർ ദ ഇയർ എൻഡിങ് 31 March 2024 ഈസ് ആസ് അണ്ടർ. അപ്പോൾ ഇവിടെ അയാളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് താഴെ തന്നിരിക്കുകയാണ്. ക്യാപിറ്റൽ റെസീപ്റ്റ്സ്. ഈ ക്യാപിറ്റൽ റെസീപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പം അസറ്റ് വിറ്റതോ അല്ലെങ്കിൽ ലോൺ എടുത്തതോ അതിനൊക്കെയാണ് ഈ ക്യാപിറ്റൽ റെസീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ റെസീറ്റ് 1.2 crore ആണ്. ടേൺ ഓവർ 2.8 കോടിയാണ്. ഇനി എമൗണ്ട് റിസീവ്ഡ് ഇൻ ക്യാഷ് ഔട്ട് ഓഫ് ടേൺ ഓവർ. ടേൺ ഓവർ ഈ 2.8 കോടി ടേൺ ഓവറിൽ നിന്ന് ക്യാഷായിട്ട് കിട്ടിയ എമൗണ്ട് 8 ലക്ഷമാണ്. ഇനി എമൗണ്ട് റിസീവ്ഡ് ഇൻ ക്യാഷ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ റെസീറ്റ്സ്. ആ മേളി പറഞ്ഞ 1.2 കോടി എന്ന് പറയുന്ന ക്യാപിറ്റൽ റെസീറ്റിൽ നിന്ന് ക്യാഷായിട്ട് കിട്ടിയിരിക്കുന്ന എമൗണ്ട് 2 lakhs rupees ആണ്. പിന്നെന്താ പറയുന്നത്? പിന്നെ പറഞ്ഞിരിക്കുന്നത് എമൗണ്ട് റിസീവ്ഡ് ത്രൂ അക്കൗണ്ട് പേ ചെക്ക് ഓർ NEFT ആൻഡ് അതർ പ്രിസ്ക്രൈബ്ഡ് മോഡ് ഓൺ ഓർ ബിഫോർ ദ സ്പെസിഫൈഡ് ഡേറ്റ് അണ്ടർ സെക്ഷൻ 139(1) ഔട്ട് ഓഫ് ടേൺ ഓവർ 2.5 crore. 2.8 കോടി ടേൺ ഓവറിൽ 2.5 കോടിയുടെ ടേൺ ഓവർ റിട്ടേൺ ഫയലിൻ്റെ ഡ്യൂ ഡേറ്റിനുള്ളിൽ അക്കൗണ്ട് പേ ചെക്ക് ഓർ അക്കൗണ്ട് പേ ഡ്രാഫ്റ്റ് അതർ പ്രിസ്ക്രൈബ്ഡ് ഇലക്ട്രോണിക് മോഡിൽ കിട്ടിയിട്ടുണ്ടത്രേ. ടോട്ടൽ പേയ്മെൻറ്റ്, ഇത് ഇപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം റെസീറ്റും ടേൺ ഓവറുമാണ്. ഇനി പേയ്മെൻ്റ് ആണ് പറയുന്നത്. ടോട്ടൽ പേയ്മെൻറ്റ് 1.6 കോടിയാണ്. അതിനകത്ത് ഈ എക്സ്പെൻഡിച്ചറിൻ്റെ പേയ്മെൻ്റ് എന്നോ ക്യാപിറ്റൽ പേയ്മെൻ്റ് എന്നോ പറയുന്നില്ല. ടോട്ടൽ പേയ്മെൻറ്റ് 1.6 കോടി. അതിൽ ക്യാഷ് പേയ്മെൻ്റ് ആയിട്ട് നടത്തിയിരിക്കുന്നത് 9 ലക്ഷം രൂപയാണ്, 9 lakhs rupees ആണ്. അപ്പോൾ ഇനി അടുത്ത് നെറ്റ് പ്രോഫിറ്റ് 10.5 lakhs ആണ്. അപ്പം ക്യാഷ് പേയ്മെൻറ്റ് 9 ലക്ഷം. നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ ബുക്സ് ഓഫ് അക്കൗണ്ട്, ബുക്ക് പ്രകാരമുള്ള നെറ്റ് പ്രോഫിറ്റ് 10.5 ലക്ഷം. ഓക്കെ, എന്താ പറയുന്നത്? ആൻ അനാലിസിസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31 March 2024 റിവീൽഡ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ. സാലറി ഇൻക്ലൂഡ്സ് വേജസ് ഓഫ് 15,000 per month, ഈച്ച് പെയ്ഡ് ടു 1 security guard, 2 housekeeping staff in cash. ഒരു സെക്യൂരിറ്റി ഗാർഡിനും 2 ഹൗസ് കീപ്പിംഗ് ചെയ്യുന്ന ആൾക്കാർക്കും 15,000 per month വെച്ച് ക്യാഷ് കൊടുത്തിട്ടുണ്ട്. അതർ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് ഇൻക്ലൂഡ് 70,000 പെയ്ഡ് ഇൻ ക്യാഷ്. പേയ്മെൻറ്റ് ഇൻ എ ഡേ ഈസ് ലെസ് ദാൻ 8,000. ഇൻട്രസ്റ്റ് ചാർജസ് ഇൻക്ലൂഡ് ഇൻട്രസ്റ്റ് പേയബിൾ ഓൺ ലോൺ ടു കമൽ ഓഫ് ₹70,000 ഓൺ വിച്ച് TDS ഹാസ് നോട്ട് ബീൻ ഡിഡക്റ്റഡ്. ലോൺ വാസ് ടേക്കൺ ഫോർ ദ ബിസിനസ് പർപ്പസ്. ഇത്രയാണ് കഥ. എന്താ ചോദ്യം? ആദ്യത്തെ ചോദ്യം, ഓൺ ദ ബേസിസ് ഓഫ് ദ ഫാക്ട് ഗിവൺ അബവ് ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയറ്റ് ആൻസർ ടു ക്വസ്റ്റ്യൻ നമ്പർ 1 to question number 5 below. Question number 1. Is Mr. Naveen eligible to declare income on presumptive basis under the provisions of Income Tax Act for assessment year 24-25? ഈ നവീൻ എന്ന് പറയുന്ന ഈ മനുഷ്യന് പ്രിസംപ്റ്റീവ് ബേസിസിൽ ഇൻകം ഡിക്ലെയർ ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദ്യം. അപ്പം ഞാൻ പ്രിസംപ്റ്റീവിൻ്റെ പ്രൊവിഷൻ നമ്മൾ കാര്യമായിട്ട് പഠിച്ചതാണ്. എന്താണ് അതിൻ്റെ പ്രൊവിഷൻ പറയുന്നത്? പ്രിസംപ്റ്റീവ് ടാക്സേഷനിൽ നോർമലി പറയുന്ന ഒരു ഇൻഡിവിജ്വൽ ബിസിനസ്സാണ്, ആ ബിസിനസ്സിൻ്റെ ടേൺ ഓവർ 2 കോടിയിൽ ക്രോസ് ചെയ്യാൻ പാടില്ല എങ്കിൽ പ്രിസംപ്റ്റീവ് ടാക്സേഷൻ എടുക്കാം. ഇനി അതല്ല, ടേൺ ഓവർ 2 കോടിക്ക് ക്രോസ് ചെയ്തു പക്ഷേ 3 കോടി വരെ ആകാം. അതിനെന്താ കണ്ടീഷൻ പറയുന്നത്? 2 കോടിയിൽ നിന്ന് 3 കോടി വരെ ആവാനുള്ള കണ്ടീഷൻ ടേൺ ഓവറിൽ നിന്ന് നമ്മുടെ പ്രീവിയസ് ഇയറിനുള്ളിൽ ക്യാഷായിട്ടോ അല്ലെങ്കിൽ ക്രോസ്ഡ് ചെക്കായിട്ടോ, കാരണം ക്രോസ് ചെക്ക് ഈസ് ഈക്വൽ ടു ക്യാഷ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആ സെക്ഷനിൽ 44 പറയുന്നുണ്ട്. അപ്പോൾ ടേൺ ഓവറിൽ നിന്ന് നമ്മുടെ പ്രീവിയസ് ഇയറിനുള്ളിൽ ക്യാഷായിട്ട് കിട്ടിയ എമൗണ്ട് ടോട്ടൽ ടേൺ ഓവറിൻ്റെ 5% കൂടരുത്. അപ്പോൾ ക്യാഷായിട്ട് നമ്മുടെ പ്രീവിയസ് ഇയറിൽ കിട്ടിയ എമൗണ്ട്, ടേൺ ഓവറിൽ നിന്ന് കിട്ടിയ എമൗണ്ട് ടോട്ടൽ ടേൺ ഓവറിൻ്റെ 5% കൂടാതിരുന്നാൽ നിങ്ങൾക്ക് 3 കോടി വരെ ആവാം. ഇവിടെ ഇയാളുടെ ടേൺ ഓവർ 2.8 കോടിയാണ്. അപ്പോൾ 2 കോടിയുടെ മേളിൽ നിൽക്കുവാണ്, എന്നാൽ 3 കോടി താഴെയാണ്. പക്ഷേ ഈ 3 കോടി എന്നുള്ള ലിമിറ്റ് ഇയാൾക്ക് എടുക്കാൻ പറ്റുമെന്ന് അറിയണമെങ്കിൽ ടേൺ ഓവറിൽ നിന്ന് ക്യാഷായിട്ട് കിട്ടിയ എമൗണ്ട് നമ്മുടെ പ്രീവിയസ് ഇയറിൽ തന്നെ കിട്ടിയ എമൗണ്ട് 5% താഴെയാണോ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ ഇയാൾക്ക് ക്യാഷായിട്ട് കിട്ടിയിരിക്കുന്ന എമൗണ്ട് എത്രയാണ്? എമൗണ്ട് റിസീവ്ഡ് ഇൻ ക്യാഷ് ഔട്ട് ഓഫ് ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിരിക്കുന്നത് 8 ലക്ഷം രൂപയാണ്, 8 lakhs ആണ്. അപ്പോൾ 8 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 8 lakhs. ഓക്കെ, 8 lakhs ഡിവൈഡഡ് ബൈ 2.8 കോടി. ഇയാളുടെ ടേൺ ഓവർ 2.8 കോടിയാണല്ലോ, ഇൻറ്റു 100 ഇട്ടാൽ മതി. അപ്പോൾ ഇതിടുമ്പം ഒരു കാര്യമുണ്ട്, ഇതിപ്പം പിന്നെ അത് എല്ലാം കോടിയിലാണ് എഴുതണമെങ്കിൽ അതിന് കണക്കാക്കി എഴുതണം. അപ്പോൾ ഞാൻ അതിനെ എല്ലാത്തിനും കോടിയിലാക്കി അങ്ങ് എഴുതാം. അപ്പോൾ എല്ലാം കോടിയിൽ എഴുതുവാണെങ്കിൽ ഇപ്പോൾ 0.08 ഡിവൈഡഡ് ബൈ 2.8 ഇൻറ്റു 100 ഇട്ടാൽ മതി. അപ്പോൾ അങ്ങനെ ഇടുമ്പോൾ നമുക്കിവിടെ കിട്ടുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 0.08 ഡിവൈഡഡ് ബൈ
2.8 ഇൻറ്റു 100 ഇട്ടാൽ നമുക്ക് കിട്ടുന്നത് 2.857% എന്നാണ്. 2.857%. അതായത് ക്യാഷായിട്ട് കിട്ടിയിരിക്കുന്ന റെസീറ്റ്, നമ്മുടെ ടോട്ടൽ ടേൺ ഓവറിൽ നിന്ന് നമ്മുടെ പ്രീവിയസ് ഇയറിൽ ക്യാഷായിട്ട് കിട്ടിയിരിക്കുന്ന എമൗണ്ട് ഈ പറയുന്ന ടോട്ടൽ ടേൺ ഓവറിൻ്റെ 5% താഴെയാണിടോ. 2.857% ഉള്ളൂ. ഇതാ ഈ 8 ലക്ഷം എന്ന് പറയുന്നത് ഈ ഇതിൻ്റെ പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ 2.857% ഉള്ളൂ. ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് ലെസ് ദാൻ 5%. അപ്പോൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. സെക്ഷൻ 44 ADയിൽ ടേൺ ഓവറിൽ നിന്ന് നമ്മുടെ പ്രീവിയസ് ഇയറിൽ ക്യാഷായിട്ട് കിട്ടുന്ന എമൗണ്ട് 5% താഴെയാണെന്ന് മാത്രം നോക്കിയാൽ മതി. അവിടെ മറ്റേ പേയ്മെൻറ്റ് എന്താണെന്നോ ആ സൈഡ് എന്താണെന്ന് നോക്കണമെന്നൊന്നും ക്രൈറ്റീരിയ ഇല്ലല്ലോ. അതുകൊണ്ട് ആ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇയാൾക്ക് എന്തായാലും പ്രിസംപ്റ്റീവ് പറ്റും. കാരണം ഇയാളുടെ ക്യാഷ് റെസീറ്റ്സ് ഔട്ട് ഓഫ് ദ ടേൺ ഓവർ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ഡസ് നോട്ട് എക്സീഡ് 5% ഓഫ് ദ ടോട്ടൽ ടേൺ ഓവർ. ഹെൻസ് ഹി ഈസ് എലിജിബിൾ ടു ക്ലെയിം പ്രിസംപ്റ്റീവ് ടാക്സേഷൻ ഈവൻ ദോ ഹിസ് ടേൺ ഓവർ ഈസ് മോർ ദാൻ 2 crore ബട്ട് ഇറ്റ് ഈസ് ലെസ് ദാൻ 3 crore. സോ ഹി ഈസ് എലിജിബിൾ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? എനിവൺ ഹാസ് എനി ഡൗട്ട്? യു ക്യാൻ പുട്ട് യുവർ ഡൗട്ട് ഇൻ ചാറ്റ് ബോക്സ്. ഓക്കെ, ഐ തിങ്ക് നോ ഡൗട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് എലിജിബിലിറ്റി ഉണ്ടേ. ഇനി നമുക്ക് ആൻസറിലേക്ക് പോകാം. ഈസ് മിസ്റ്റർ നവീൻ എലിജിബിൾ ടു ഡിക്ലെയർ ഇൻകം ഓൺ പ്രിസംപ്റ്റീവ് ബേസിസ്? ശരി, ആദ്യം എന്താ പറയുന്നത്? നോ സിൻസ് ദ ടേൺ ഓവർ ഓഫ് നവീൻ എക്സീഡ്സ് ത്രെഷോൾഡ് ലിമിറ്റ് ഓഫ് 2 crore. തെറ്റാണ്, അതല്ല ആൻസർ. യെസ് സിൻസ് ആഗ്രിഗേറ്റ് ക്യാഷ് റെസീറ്റ്സ് ഡ്യൂറിംഗ് ദ ഇയർ ഡു നോട്ട് എക്സീഡ് 5% ഓഫ് ടോട്ടൽ എമൗണ്ട് റിസീവ്ഡ്. അത് തെറ്റാ. അങ്ങനെ പറയണത് ശരിയല്ലല്ലോ. ഈ ടോട്ടൽ എമൗണ്ട് റെസീറ്റിൻ്റെ എന്നല്ലല്ലോ പറയുന്നത്. ഇത് ശരിയല്ല, ഇങ്ങനെയല്ലല്ലോ പറയുന്നത്. ആഗ്രിഗേറ്റ് ക്യാഷ് റെസീറ്റ് അങ്ങനെയല്ല പറയുന്നത്. അവർ പറഞ്ഞ ടേൺ ഓവറിൽ നിന്ന് നമ്മുടെ ഫിനാൻഷ്യൽ ഇയറിൽ ക്യാഷായിട്ട് കിട്ടിയ എമൗണ്ട് 5% കൂടാൻ പാടില്ല എന്നാണ്. അപ്പോൾ ഇത് ആൻസർ അല്ല, ഇത് ആൻസർ അല്ല. അടുത്ത എന്താ? യെസ് സിൻസ് എമൗണ്ട് റിസീവ്ഡ് ഇൻ ക്യാഷ് ഡ്യൂറിംഗ് ദ ഇയർ ഡു നോട്ട് എക്സീഡ് 5% ഓഫ് ടേൺ ഓവർ. ദാറ്റ് ഈസ് കറക്റ്റ്. ദാറ്റ് ഈസ് കറക്റ്റ് വേർഡ്. ക്യാഷ് റിസീവ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ ഡസ് നോട്ട് എക്സീഡ് 5% ഓഫ് ടേൺ ഓവർ ആയതുകൊണ്ട് ഹി ഈസ് എലിജിബിൾ. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്തത് ആൻസർ അല്ല. നോ ആസ് ക്യാഷ് പേയ്മെന്റ്. നോ എന്ന് പറഞ്ഞല്ലോ, ഇയാൾക്ക് എസ് അല്ലേ. അപ്പോൾ ഇത് ആൻസർ അല്ല. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. ഐ തിങ്ക് യു ഗോട്ട് ദ കറക്റ്റ് ഐഡിയ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? ഡൗട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇല്ല എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത രണ്ടാമത്തെ MCQയിലോട്ട് പോകാം. ഇത് ക്ലിയർ ആണോ? പ്രൊവിഷൻ 44 AD ആണ്. പ്രൊവിഷൻ 44 AD ആണ്. ADക്കകത്ത് 2 കോടി എന്നുള്ള സ്ഥാനത്ത് 3 കോടി വരെ അപ്പർ ലിമിറ്റ് കിട്ടാനുള്ള കണ്ടീഷൻ പ്രീവിയസ് ഇയറിൽ ടേൺ ഓവറിൽ നിന്ന് ക്യാഷ് ആയിട്ട് കിട്ടിയ എമൗണ്ട് ടോട്ടൽ ടേൺ ഓവറിൻ്റെ 5% താഴെ ആയിരിക്കണം. ദാറ്റ്സ് എ കണ്ടീഷൻ. ദാറ്റ് ഈസ് സാറ്റിസ്ഫൈഡ് ഹിയർ. സോ നോ പ്രോബ്ലം, എലിജിബിൾ. അത് ആൻസറിൽ നമ്മൾ നോക്കുമ്പോഴും മോസ്റ്റ് കറക്റ്റ് ആൻസർ എഴുതാവും. ഇപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ സി ആണ്. കാരണം അവിടെ ആ പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് പക്ക. ടോട്ടൽ റെസീറ്റ് എന്നല്ല പറയുന്നത്, ടോട്ടൽ ടേൺ ഓവറിൻ്റെ എന്നാണ്. ശരി, ക്ലിയർ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ രണ്ടാമത്തെ MCQയിലേക്ക് പോകണം. MCQ നമ്പർ 2. വാട്ട് വുഡ് ബി യുവർ ആൻസർ ടു MCQ1 അസ്യൂമിങ് ഫോർ ദ പർപ്പസ് ഓഫ് ആൻസറിങ് ദിസ് MCQ ആൻഡ് MCQ3? ഈ രണ്ടാമത്തെ MCQ ഇനി പറയാൻ പോണ മൂന്നാമത്തെ MCQവിന് വേണ്ടി അവരൊരു ചേഞ്ച് പറയുകയാണ്. Mr. Naveen has additionally received ₹10 lakh by way of crossed check out of turnover. ടേൺ ഓവറിൽ നിന്ന് ക്രോസ് ചെക്ക് ആയിട്ട് ഒരു 10 ലക്ഷം കൂടെ കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് പ്രീവിയസ് ഇയറിൽ. ഈ ക്രോസ്ഡ് ചെക്ക് ഈസ് ഈക്വൽ ടു ക്യാഷ്. വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം എന്താ പ്രശ്നം എന്നറിയോ? നേരത്തെ ഇവന് ക്യാഷ് റെസീറ്റ് എന്ന് പറഞ്ഞിരുന്ന എമൗണ്ട് കിട്ടിയിരിക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്തതിനകത്ത് 8 ലക്ഷമാണ്. അപ്പോൾ ഈ 8 ലക്ഷത്തിൻ്റെ കൂടെ ഇനിയിപ്പോൾ അത് കൂടും കേട്ടോ. ഈ 8 ലക്ഷത്തിൻ്റെ കൂടെ മറ്റേ ക്യാഷ് പേയ്മെൻറ്റ് എക്സ്ട്രാ ക്യാഷും കൂടെ വന്നില്ലേ? അപ്പോൾ 8 ലക്ഷം പ്ലസ് 10 ആയി. അപ്പോൾ 18 ലക്ഷമായി. 18 ലക്ഷം എന്ന് പറയുമ്പോൾ 0.18 CR ആണ്. അപ്പം 18 ലക്ഷം എന്ന് പറയുമ്പോൾ 0.18 CR ഡിവൈഡഡ് ബൈ 2.8 CR ഇൻറ്റു 100 ഇട്ടാൽ പെർസെൻറ്റേജ് മാറും. എത്ര മാറും നോക്കുക. അപ്പോൾ 0.18 ഡിവൈഡഡ് ബൈ 2.8 കോടി ഇൻറ്റു 100 ഇട്ടാൽ അവിടെ വരുന്ന 6.428% എന്നാണ്. 6.428% എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് മോർ ദാൻ 5%. ദാറ്റ് ഈസ് മോർ ദാൻ 5%. അത് 5% കൂടുതലാണ്. അപ്പോൾ 5% മുകളിൽ ക്യാഷ് റിസീവ്ഡ് ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ഔട്ട് ഓഫ് ദ ടേൺ ഓവർ ഇഫ് ഇറ്റ് എക്സിഡ്സ് 5%, ഹി ഈസ് നോട്ട് എലിജിബിൾ ഫോർ പ്രിസംപ്റ്റീവ്. കാരണം 3 കോടി എടുക്കാൻ പറ്റില്ല, ഇയാൾക്ക് 2 കോടി വരെ പറ്റൂ. പക്ഷേ ഓൾറെഡി ടേൺ ഓവർ 2.8 കോടിയാണ്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ വരുമ്പോൾ ഇയാൾക്ക് ഇത് പറ്റൂല, പ്രിസംപ്റ്റീവ് പറ്റൂല. MCQ ആൻസർ 1ൻ്റെ ഉത്തരം എങ്ങനെ മാറും എന്നാണ് ചോദ്യം. MCQൻ്റെ ക്വസ്റ്റ്യൻ ഒന്നെന്താ? പ്രിസംപ്റ്റീവ് പറ്റുമെന്നാണ്. പറ്റൂലെന്നാണ് ഉത്തരം. അപ്പോൾ റീസൺ എന്താണ് പറയേണ്ടത്? പ്രോപ്പർ മോസ്റ്റ് കറക്റ്റ് ആൻസർ നമുക്ക് നോക്കാം. ആദ്യം എന്താ പറയുന്നത്? നോ സിൻസ് ടേൺ ഓവർ ഓഫ് മിസ്റ്റർ നവീൻ എക്സീഡ്സ് ദ ത്രെഷോൾഡ് ലിമിറ്റ് ഓഫ് 2 crore. ആൻസർ ശരിയാണ്. കാരണം ഇവിടെ ഇയാൾക്ക് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്ന ലിമിറ്റ് 2 കോടിയാണ്. ഇവിടെ ഇപ്പോൾ 2.8 കോടിയുണ്ട്. അപ്പോൾ 2 കോടിയുടെ മേളിൽ പോയി. ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് A കറക്റ്റാണ്. B എന്താണ്? നോ സിൻസ് ദ ആഗ്രിഗേറ്റഡ് ക്യാഷ് റെസീറ്റ്സ് ഡ്യൂറിംഗ് ദെയർ എക്സിഡ്സ് 5% ഓഫ് ടേൺ ഓവർ. അതും കറക്റ്റാണ്.
സത്യം പറഞ്ഞ ഈ ആദ്യത്തെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഇതും ശരിയാണ്, ഇതും ശരിയാണ്. നോ ആസ് ക്യാഷ് പേയ്മെൻറ്റ്സ് ഡ്യൂറിംഗ് ദ എക്സീഡ് 5% ഓഫ് ആഗ്രിഗേറ്റ് പേയ്മെൻറ്റ്. അത് തെറ്റാ, അങ്ങനെയല്ലല്ലോ പറയുന്നത്. ടേൺ ഓവർ എന്നല്ലേ പറയുന്നത്, ആഗ്രിഗേറ്റ് പേയ്മെൻറ്റ് എന്നല്ലോ. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് റോങ്ങാണ്. ഡി എന്താ പറയുന്നത്? നോ ഡ്യൂ ടു ബോത്ത് എ ആൻഡ് ബി. ദാറ്റ് ഈസ് ദ മോസ്റ്റ് കറക്റ്റ് ആൻസർ. ദിസ് ഈസ് ദ കറക്റ്റ് ആൻസർ. എ പോയിന്റും ബി പോയിന്റും കാരണം ശരിയാണ്, അയാൾക്ക് പറ്റത്തില്ല, പ്രിസംപ്റ്റീവ് പറ്റത്തില്ല. ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ മോസ്റ്റ് കറക്റ്റ് ആൻസർ സെലക്ട് ചെയ്യണം. സ്റ്റേറ്റ്മെൻറ്റ് എയും കറക്റ്റാണ്, സ്റ്റേറ്റ്മെൻറ്റ് ബിയും കറക്റ്റാണ്. കാരണം ഇയാളുടെ ആപ്ലിക്കബിൾ ലിമിറ്റ് 2 കോടി, 2 കോടിയുടെ മുകളിൽ ടേൺ ഓവർ പോയിട്ട് പറ്റൂല, കറക്റ്റാണ്. എന്തുകൊണ്ട് 2 കോടി എന്നുള്ള ലിമിറ്റ് ആയി എന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. ക്യാഷ് റെസീറ്റ്സ് ഔട്ട് ഓഫ് ദ ടോട്ടൽ ടേൺ ഓവർ 5% കൂടി, അതുകൊണ്ടാവുന്നില്ല. സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓൾസോ കറക്റ്റ്. സോ ബോത്ത് എ ആൻഡ് ബി ഈസ് ദ കറക്റ്റ് ആൻസർ. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഗോട്ട് ഇറ്റ്? ക്ലിയർ ആണ്? ഡൗട്ടൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടോ? എനി ഡൗട്ട്സ്? ഇല്ല. ശരി, വി ക്യാൻ മൂവ് ടു ദ തേർഡ് വൺ. മൂന്നാമത്തേലോട്ട് പോവാം. ഈസ് മിസ്റ്റർ നവീൻ റിക്വയർഡ് ടു ഗെറ്റ് ഹിസ് ബുക്സ് ഓഫ് അക്കൗണ്ട് ഓഡിറ്റഡ് ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ 23-24. ശരി, അപ്പം നമ്മൾ ഓഡിറ്റിൻ്റെ പ്രൊവിഷൻ പറയണം. ഓഡിറ്റിൻ്റെ പ്രൊവിഷൻ നമ്മൾ പഠിച്ചിരിക്കുന്ന സെക്ഷൻ 44AB സെക്ഷൻ 44AB പ്രകാരം ഒരാൾക്ക് ടാക്സ് ഓഡിറ്റ് ചെയ്യണമെന്നതിൻ്റെ നോർമൽ ലിമിറ്റ് 1 കോടിയുടെ മേളിൽ ക്രോസ് ചെയ്ത ഓഡിറ്റ് വേണം. പ്രിസംപ്റ്റീവ് ക്ലെയിം ചെയ്യുന്ന ആളാണെങ്കിൽ 2 കോടി 3 കോടി അതിൻ്റെ മേളിൽ പോയി കഴിഞ്ഞാൽ ഓഡിറ്റ് വേണം. ഒന്നുകിൽ 2 കോടി അല്ലെങ്കിൽ 3 കോടി കഴിഞ്ഞാൽ ഓഡിറ്റ് വേണം. പക്ഷേ അവിടെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ റെസീറ്റ്സിൻ്റെ 5% താഴെ മാത്രമേ ക്യാഷായിട്ട് കിട്ടിയിട്ടുള്ളൂ പ്രീവിയസ് ഇയറിൽ. അതേപോലെ അത് കൂടാതെ ടോട്ടൽ പേയ്മെൻറ്റിൻ്റെ 5% താഴെയുള്ളൂ നമ്മൾ ക്യാഷായിട്ട് കൊടുത്ത പേയ്മെൻറ്റ്. ഈ 2 കണ്ടീഷന് ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്താൽ, അതായത് ക്യാഷ് റിസീവ്ഡ് ഔട്ട് ഓഫ് ആഗ്രിഗേറ്റ് റെസീറ്റ് ആണ്, അവിടെ ടേൺ ഓവർ അല്ല കേട്ടോ, ടോട്ടൽ റെസീറ്റ് ആണ്. 44AB പറഞ്ഞ പ്രൊവിഷൻ അങ്ങനെയാണ്, ആക്ടിലെ വേർഡിങ്സ് അങ്ങനെയാണ്. ടോട്ടൽ പേയ്മെൻറ്റിൽ നിന്ന് ക്യാഷ് പേയ്മെൻറ്റ് കിട്ടിയത് പ്രീവിയസ് ഇയറിൽ തന്നെ ക്യാഷ് പേയ്മെൻറ്റ് കിട്ടണം. അത് ടോട്ടൽ പേയ്മെൻറ്റ് 5% താഴെ ആവണം. പ്ലസ് ടോട്ടൽ റെസീറ്റും അതുപോലെ ടോട്ടൽ പേയ്മെൻറ്റ്, ഇത് രണ്ടും 5% ഓഫ് ടോട്ടൽ റെസീറ്റ്സ് ആൻഡ് ടോട്ടൽ പേയ്മെൻറ്റ്സിൻ്റെ 5% ഉള്ളിലാണ് നിൽക്കുന്നതെങ്കിൽ ടേൺ ഓവർ ലിമിറ്റ് 10 കോടിയാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കണം, ഇയാളുടെ ടോട്ടൽ റെസീറ്റും ടോട്ടൽ പേയ്മെൻറ്റും എങ്ങനെയാണ്. ഇത് MCQ നമ്പർ 3 ആണ്. MCQ 3 ആയതുകൊണ്ട് തന്നെ നമ്മൾ മറ്റേ 10 ലക്ഷം അഡീഷണൽ ക്രോസ് ചെക്ക് കിട്ടിയെന്ന് പറഞ്ഞതും കൂടി പരിഗണിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ നമുക്ക് ആദ്യം പേയ്മെൻറ്റ് നോക്കാം. പേയ്മെൻറ്റ് പറയുന്നത് 9 ലക്ഷമാണ് ഇയാളുടെ ടോട്ടൽ പേയ്മെൻ്റ് ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത്. 9 ലക്ഷം, 9 lakhs. ഈ 9 lakhs ആണ് ടോട്ടൽ പേയ്മെൻറ്റ്. 1.6 crore ആണ്. അപ്പം 0.9 ഡിവൈഡഡ് ബൈ 1.6 ഇൻറ്റു 100 ഇട്ടാൽ പേയ്മെൻറ്റിൻ്റെ പെർസെൻറ്റേജ് കിട്ടും. അപ്പോൾ പേയ്മെൻറ്റിൻ്റെ പെർസെൻറ്റേജ് നമ്മൾ 0.09 ഡിവൈഡഡ് ബൈ 1.6 ഇൻറ്റു 100 ഇടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5.625% ആണ്. അപ്പോൾ 5% മുകളിൽ പേയ്മെൻറ്റ് പോയി കേട്ടോ. 5.625% ആണ്. 5.625% ഇയാളുടെ ടോട്ടൽ പേയ്മെൻറ്റ് ഔട്ട് ഓഫ് ദ ക്യാഷ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് 5.625% ആണ്. 9 ലക്ഷമാണ് ടോട്ടൽ പേയ്മെൻറ്റ്. 1.6 crore ആണ്. അപ്പോൾ തന്നെ കണ്ടീഷൻ പോയി. ഇയാൾക്ക് 10 കോടിയുടെ ലിമിറ്റ് ആപ്ലിക്കബിൾ ആവില്ല. 10 കോടിയുടെ ലിമിറ്റ് ഇയാൾക്ക് എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഇയാൾ ഓഡിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ റെസീറ്റ് നമ്മൾ ഓൾറെഡി നോക്കി വെച്ചിട്ടുണ്ട്. റെസീറ്റ് ഓൾറെഡി നോക്കിയപ്പോൾ തന്നെ 6.428% റെസീറ്റും പിന്നെ ക്രോസ് ചെയ്ത് അത് ടേൺ ഓവറിൻ്റെ ആണ്. അപ്പോൾ ടോട്ടൽ റെസീറ്റ് നോക്കിക്കഴിഞ്ഞാൽ 1.2 കോടി, ടോട്ടൽ റെസീറ്റ് 1.2 കോടി, ടേൺ ഓവർ 2.8 കോടി. അപ്പോൾ ടോട്ടൽ 4 കോടിയാണ്. 4 കോടിയിൽ ക്യാഷായിട്ട് കിട്ടിയിരിക്കുന്ന എമൗണ്ട് ഈ ഒരു 8 ലക്ഷവും ഈ 2 ലക്ഷവും, അപ്പം 10 ലക്ഷമായി. പ്ലസ് കൂടാതെ ക്രോസ് ചെക്കിലൊരു 10 ലക്ഷം. സോ 10 + 10 20 ലക്ഷമാണ് റെസീറ്റ് കിട്ടിയിരിക്കുന്നത്. റെസീറ്റ് ഔട്ട് ഓഫ് ദ ടോട്ടൽ റെസീറ്റ് ഓഫ് 4 crore 20 lakhs ക്യാഷ് റെസീറ്റാണ്. ഇൻറ്റു 100 ഇട്ടാൽ പെർസെൻറ്റേജ് കിട്ടും. അപ്പോൾ 0.2 crore എന്നുണ്ടാവും. അപ്പം 0.2 ഡിവൈഡഡ് ബൈ 4 കോടി ഇൻറ്റു 100 ഇട്ട് കഴിഞ്ഞാൽ 5% കറക്റ്റ് 5% ആണ്. കണ്ട, ക്യാഷ് റെസീറ്റ്സ് ഔട്ട് ഓഫ് ദ ടോട്ടൽ റെസീറ്റ്സ് 5% ആണ്, കറക്റ്റ് 5%. അത് പ്രശ്നമില്ല. പക്ഷേ പേയ്മെൻറ്റ് കൂടുതലാണ്. പേയ്മെൻറ്റ് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. പേയ്മെൻറ്റ് 5.625% ആണ്. ദാറ്റ് ഈസ് 9 lakh ബൈ 1.6 crore into 100 ഇട്ടാൽ ദാറ്റ് ഈസ് 5.625%. ദാറ്റ് ഈസ് മോർ ദാൻ 5%. പക്ഷേ റെസീറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കറക്റ്റ് 5% ആണ്. പക്ഷേ എന്തായാലും നമ്മളെ സംബന്ധിച്ച് 10 കോടിയുടെ ലിമിറ്റ് കിട്ടണമെങ്കിൽ 2 കണ്ടീഷൻ ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യണമല്ലോ. ഇവിടെ ഒരു കണ്ടീഷൻ പോയി വയലേറ്റ് ചെയ്തു. 5.625% എന്നുള്ള കണ്ടീഷൻ വയലേറ്റ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് അത് പേയ്മെൻറ്റ് സൈഡിൽ തെറ്റിച്ചു. സോ അതുകൊണ്ട് ഇയാൾക്ക് 10 കോടി എന്നുള്ള ലിമിറ്റ് ഇവിടെ എടുക്കാൻ പറ്റത്തില്ല. ഓഡിറ്റ് വേണം. അപ്പം എന്താണ് എൻ്റെ ആൻസർ നമുക്ക് നോക്കാം. മൂന്നാമത്തെ ആൻസർ നോക്കാം. ഈസ് മിസ്റ്റർ നവീൻ റിക്വയർഡ് ടു ഗെറ്റ് ഹിസ് ബുക്സ് ഓഫ് അക്കൗണ്ട് ഓഡിറ്റഡ്.
നോ സിൻസ് ദ ടേൺ ഓവർ ഓഫ് മിസ്റ്റർ നവീൻ ഡസ് നോട്ട് എക്സീഡ് ത്രഷോൾഡ് ലിമിറ്റ്. ആ ഉത്തരം കറക്റ്റ് അല്ല, അത് തെറ്റാണ്. ഇയാൾക്ക് ഓഡിറ്റ് വേണമെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. യെസ് സിൻസ് എമൗണ്ട് റിസീവ്ഡ് ഇൻ ക്യാഷ് ഡ്യൂറിംഗ് ദ ഇയർ എക്സീഡ്സ് 5% ഓഫ് ടേൺ ഓവർ. അല്ല, അത് 5% കൂടിയിട്ടില്ല. യെസ് സിൻസ് ക്യാഷ് പേയ്മെന്റ്സ് ഡ്യൂറിംഗ് ദ ഇയർ എക്സീഡ് 5% ഓഫ് ആഗ്രിഗേറ്റ് പേയ്മെന്റ്. യാ, ദാറ്റ് ഈസ് കറക്റ്റ്, ദാറ്റ് ഈസ് കറക്റ്റ്. ദിസ് ഈസ് ദ കറക്റ്റ് പോയിന്റ്, ദിസ് ഈസ് ദ കറക്റ്റ് പോയിന്റ്. ഇതും അല്ല. അപ്പം ഓപ്ഷൻ സി ആണ്. 3ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ ഇയാൾ ഓഡിറ്റ് ചെയ്യണം. റീസൺ ക്യാഷ് പേയ്മെന്റ് ഔട്ട് ഓഫ് ദ ടോട്ടൽ പേയ്മെന്റ് 5%-നേക്കാളും ക്രോസ് ചെയ്തത് കൊണ്ട് ഇയാൾ നിർബന്ധമായിട്ട് ഓഡിറ്റ് ചെയ്യണം. ഇതാണ് 3ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം. 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകണം. വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ചാർജബിൾ ടു ടാക്സ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് മിസ്റ്റർ നവീൻ ആസ് പെർ ബുക്സ് ഓഫ് അക്കൗണ്ട്? അത് ശ്രദ്ധിക്കണം. ബുക്സ് ഓഫ് അക്കൗണ്ട് പ്രകാരമാണ്, പ്രിസംറ്റീവ് അല്ല. ബുക്സ് പ്രകാരം ഇയാളുടെ പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് എത്രയായിരിക്കും? ഇത് MCQ നമ്പർ 4 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കണമെങ്കിൽ കമ്പ്യൂട്ട് ചെയ്തേ പറ്റുള്ളൂ. ഇപ്പോൾ നേരെ നമ്മൾ P&L അക്കൗണ്ടിലോട്ട് പോകണം. അപ്പോൾ ഇൻഡയറക്റ്റ് മെത്തേഡ് കമ്പ്യൂട്ടേഷൻ ആണ്. നെറ്റ് പ്രോഫിറ്റ് തന്നിരിക്കുകയാണ്. അപ്പോൾ ഇൻഡയറക്റ്റ് മെത്തേഡിലേ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻഡയറക്റ്റ് മെത്തേഡിലെ കമ്പ്യൂട്ടേഷൻ പ്രകാരം നമ്മൾ PGP കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ നെറ്റ് പ്രോഫിറ്റ് നമുക്ക് എടുത്തെഴുതാം. ഇവിടെ തന്നിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റ് 10.5 ലക്ഷമാണ്. നെറ്റ് പ്രോഫിറ്റ് 10.5 ആഡ് ഡിസലവൻസ്. ഈ ആദ്യത്തെ എന്താ പറഞ്ഞത്? സാലറി ഇൻക്ലൂഡ് വേജസ് ഓഫ് 15,000 പെർ മന്ത് ഈച്ച് പെയ്ഡ് ടു ഒരു സെക്യൂരിറ്റി ഗാർഡ്, 2 ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്. അപ്പോൾ ഒരു സെക്യൂരിറ്റി ഗാർഡിന് ഒരു മാസം 15,000 രൂപ വെച്ച് കൊടുക്കുമ്പം 12 മാസത്തേക്ക് എത്ര? അതുപോലെ 2 മറ്റേ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിന് 15,000 രൂപ വെച്ച് 12 മാസത്തേക്ക് കൊടുത്താൽ എത്ര? ഇത് ഇത്രയും രണ്ടും ക്യാഷ് പേയ്മെൻ്റ് ആണ്. ദാറ്റ് മീൻസ് ടോട്ടൽ പറയുകയാണെങ്കിൽ ഒരാൾക്ക് 15,000, മറ്റേ 2 പേർക്ക് 15,000 വെച്ച്. അപ്പം ഒരു മാസം 3 പേർക്കും കൂടി 45,000 രൂപയാണ് ക്യാഷ് പേയ്മെൻറ്റ്. അങ്ങനെ 45,000 രൂപ വെച്ചിട്ട് 12 മാസത്തേക്ക് എത്ര? 45,000 × 12 ദാറ്റ് വിൽ ബി കം ടു 5,40,000 രൂപ ഇവിടെ ക്യാഷ് പേയ്മെൻ്റ് ആണ്. 540. അപ്പോൾ സെക്ഷൻ 40 ക്യാപിറ്റൽ ലെറ്റർ എ സബ്സെക്ഷൻ 3 പ്രകാരം ക്യാഷ് പേയ്മെൻറ്റ് ഇൻ എക്സസ് ഓഫ് 10,000 അത് ഡിസലവ് ചെയ്യണം. അപ്പോൾ 5.4 lakhs ആഡ് ബാക്ക് ചെയ്യണം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ശ്രദ്ധിച്ച് വായിക്കണം. സാലറി ഇൻക്ലൂഡ്സ് വേജസ് ഓഫ് 15,000 പെർ മന്ത് ഈച്ച് പെയ്ഡ് ടു 1 സെക്യൂരിറ്റി ഗാർഡ്. ഒരാൾക്ക് ഒരു മാസം 15,000 വെച്ച് ഒരു വർഷം മൊത്തം അപ്പം അത്രയും കൊടുക്കും. കോമ ഇട്ടിട്ടാണ്, അവിടെ കോമയാണ്. 2 ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ഇൻ ക്യാഷ്, പിന്നെ 2 ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനും അതുപോലെ കൊടുത്തിട്ടുണ്ട്. ഈച്ച് എന്ന് പറയുന്നുണ്ട്. അപ്പം മൊത്തം 540 ക്യാഷ് പേയ്മെൻറ്റ് ഡിസലവ് ചെയ്യണം. ഇത് 1ാമത്തെ. ഇനി 2, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ഇൻക്ലൂഡ് 70,000 പെയ്ഡ് ഇൻ ക്യാഷ്, പേയ്മെൻറ്റ് ഇൻ എ ഡേ ലെസ് ദാൻ 8,000. പ്രശ്നമില്ല. സെക്ഷൻ 40 ക്യാപിറ്റൽ ലെറ്റർ സബ്സെക്ഷൻ 3 പ്രകാരം പേയ്മെൻറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻ എ ഡേ exceeds rupees 10,000, it should be paid by way of account pay check or account pay draft or other prescribed electronic mode എന്നല്ലേ? ഇവിടെ ഒരു ദിവസം 8,000 അല്ലേ? പ്രശ്നമില്ല. ആ ഡിസലവൻസ് ഇല്ല. 2ാമത്തെ ഇല്ല. 3, ഇൻട്രസ്റ്റ് ചാർജസ് ഇൻക്ലൂഡ്സ് ഇൻട്രസ്റ്റ് പേയബിൾ ഓൺ ലോൺ ടു കമൽ ഓഫ് rupees 70,000 on which TDS has not been deducted. Loan was taken for the business purpose. Yeah, that is important. ഇൻട്രസ്റ്റ് ഡിഡക്ട് ചെയ്തിട്ടില്ല, TDS ഡിഡക്ട് ചെയ്തിട്ടില്ല. സെക്ഷൻ 40 സബ്സെക്ഷൻ A സബ് ക്ലോസ് 1A പ്രകാരം if the TDS has not been deducted 30% of such expenditure must be disallowed. 70,000 30%, that is 21,000 രൂപ. ലാക്സിൽ എഴുതുന്നുണ്ട്, 0.21 lakhs എന്ന് എഴുതുന്നതിന് വിരോധമില്ലല്ലോ. അപ്പോൾ ദാറ്റ് ബാക്കി ഇവിടെ വേറെ ഒന്നുമില്ല. ക്വസ്റ്റ്യനിൽ അത്രേ ഉള്ളൂ. ബുക്സ് പ്രകാരമുള്ള ട്രാൻസാക്ഷൻസ് അത്രേ തന്നിട്ടുള്ളൂ. P&L അക്കൗണ്ട് അനാലിസിസ്. സോ അതെല്ലാം നമ്മൾ ചെയ്തു. PGP എത്രയെന്നും കണ്ടുപിടിച്ചാൽ മതി. 10,50,000 10,50,000 പ്ലസ് 5,40,000 പ്ലസ് 21,000 രൂപ വിച്ച് വിൽ കം ടു 16,11,000 ആണ് ഇവിടുത്തെ ആൻസർ. PGVP 16,11,000 ആണ് PGVP. അപ്പോൾ ഈ 16,11,000 ഏത് ഓപ്ഷനാണെന്ന് നോക്കിയാൽ മതി. ദാറ്റ് ഈസ് ആൻസർ. സോ അത് ഏതെങ്കിലും ഓപ്ഷനിൽ കാണും. 16,11,000 ഉണ്ട്. ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി 16,11,000. 5, what is the amount of profits and gains of business chargeable to tax in the hands of Mr. Naveen if he does not want to get his books of account audited? Okay, book audit ചെയ്യുന്നില്ല. That means indirectly they are asking that presumptive. അപ്പോൾ ബുക്ക് ഓഡിറ്റ് ചെയ്യാതെ ഇൻകം എത്രയാണ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രിസംപ്റ്റീവ് ടാക്സേഷൻ. അപ്പോൾ പ്രിസംപ്റ്റീവ് ടാക്സേഷനിൽ നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ ഇയാൾ പ്രിസംപ്റ്റീവിന് എലിജിബിലിറ്റി ഉണ്ടല്ലോ. കാരണം MCQ 2നും 3ക്കും വേണ്ടി മാത്രമാണ് അവർ പറഞ്ഞിരിക്കുന്നത് അഡീഷണൽ ആയിട്ട് ഈ പറയുന്ന 2 മറ്റേ 10 ലക്ഷം രൂപയുടെ ക്രോസ് ചെക്ക് കിട്ടിയെന്നുള്ളത്. ഫസ്റ്റ് പാർട്ടിൽ അതില്ല. അപ്പോൾ എലിജിബിലിറ്റി ഉണ്ട്. അപ്പോൾ എലിജിബിലിറ്റി ഉള്ള കേസിൽ ടോട്ടൽ ടേൺ ഓവർ 2.8 കോടിയാണ്. അതിൽ ഇൻകം ടാക്സിൻ്റെ ITRൻ്റെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡേറ്റിന് മുമ്പ്
ഇതാ ഇവിടെ തന്നിട്ടുണ്ട്. നെഫ്റ്റായിട്ട് കിട്ടിയിരിക്കുന്ന എമൗണ്ട് 2.5 കോടിയാണ്. എന്താണ് 44 ADയിൽ പറയുന്നത്? ഔട്ട് ഓഫ് ദ ടേൺ ഓവർ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റിനുള്ളിൽ അക്കൗണ്ട് പേ ചെക്ക്, അക്കൗണ്ട് പേ ഡ്രാഫ്റ്റ്, അതർ പ്രിസ്ക്രിപ്റ്റ് ഇലക്ട്രോണിക് മോഡ് വഴി നിങ്ങൾക്ക് കിട്ടിയ ടേൺ ഓവർ എത്രയാണോ അത്രയും ടേൺ ഓവറിന്റെ പുറത്ത് നിങ്ങൾ 6% ഇൻകം ഡിക്ലെയർ ചെയ്താൽ മതി. ബാക്കി ടേൺ ഓവറിന് 8% എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ 2.8 കോടി, ഈ 2.8 കോടിയിൽ ഈ പറഞ്ഞിരിക്കുന്ന ഈ 2.5 കോടി നമുക്ക് കിട്ടിയിരിക്കുന്ന അക്കൗണ്ട് പേ ചെക്ക് വഴിയാണ്. അപ്പോൾ ഈ പറയുന്ന 2.5 കോടി, ഈ 2.5 കോടിയുടെ എത്ര ശതമാനം എടുത്താൽ മതി? ഇതിൻ്റെ 6% എടുത്താൽ മതി. ബാക്കി എന്ന് പറഞ്ഞാൽ ഇവിടെ 2.8 കോടിയിൽ ബാക്കി 30 ലക്ഷമേ ഉള്ളൂ. അതിൻ്റെ എത്ര ശതമാനം എടുക്കുക? 8% എടുക്കുക. അപ്പം 250 ലക്ഷം എന്ന് വേണമെങ്കിൽ പറയാമല്ലോ, 2.5 കോടി. അപ്പോൾ 250 ലക്ഷം, 250 ലക്ഷത്തിൻ്റെ 6% എന്ന് പറയുമ്പോൾ 15 ലക്ഷം രൂപ വരും. ഇത് 15 ലക്ഷം രൂപ വരും. ഈ 6%, അതിൻ്റെ 8% എടുക്കുമ്പോൾ 30 ലക്ഷമാണ്. അപ്പോൾ 30 ലക്ഷത്തിൻ്റെ 8% എന്ന് പറയുമ്പോൾ 2,40,000 പ്ലസ് 2,40,000. അപ്പോൾ 17,40,000 ഇവിടെ വരുന്ന പ്രിസംപ്റ്റീവ് ഇൻകം. ഓക്കെ, അത് ശരിയാണെന്ന് മാത്രം നോക്കിയാൽ മതി. 17,40,000 അങ്ങനെ ഒരെണ്ണം ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അതാണ് എൻ്റെ ആൻസർ. അത് തന്നെ, ഓപ്ഷൻ എ ആണ് ആൻസർ, 17,40,000. ഐ തിങ്ക് നിങ്ങൾക്ക് ഐഡിയ കിട്ടിയെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ആദ്യത്തെ പ്രിസംപ്റ്റീവ് കഴിഞ്ഞെന്ന് തോന്നുന്നു. കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പ്രിസംപ്റ്റീവ് ഇത് കഴിഞ്ഞു. ഇത് ക്ലിയർ ആണോ? ഇനി എന്തെങ്കിലും ഡൗട്ടൊന്നും ഇല്ലല്ലോ? ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചാറ്റിലിട്ടേക്കണേ. അപ്പോൾ ആദ്യത്തെ 5 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇറ്റ്സ് എ വെരി നൈസ് ക്വസ്റ്റ്യൻ. മെയിൻലി ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഫോക്കസസ് ഓൺ സെക്ഷൻ 44 AD ആൻഡ് AD ആൻഡ് 44 AB. 44 AD പഠിക്കുമ്പോഴും 44 AB പഠിക്കുമ്പോഴും ആക്ടിലെ വേർഡിങ്സും റേഷ്യോസും ശ്രദ്ധിക്കണം. 44 ADയിൽ 5%ൻ്റെ കണക്ക് റെസീറ്റ് ടേൺ ഓവറിൻ്റെ കാര്യത്തിൽ മാത്രമേ പറയുന്നുള്ളൂ. അവിടെ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ പറയുന്നില്ല. മാത്രവുമല്ല 44 ADയിൽ 2 കോടിയിൽ നിന്ന് 3 കോടി വരെ നിങ്ങൾക്ക് അപ്പർ ലിമിറ്റ് എടുക്കാനുള്ള ക്രൈറ്റീരിയ പറയുന്നത് ടേൺ ഓവറിൽ നിന്ന്, നിങ്ങളുടെ ടോട്ടൽ ടേൺ ഓവറിൽ നിന്ന് നമ്മുടെ പ്രീവിയസ് ഇയറിനുള്ളിൽ, ദാറ്റ് ഈസ് 1/4/2023 തൊട്ട് 31 മാർച്ച് 2024 എന്ന് പറയുന്ന പ്രീവിയസ് ഇയറിനുള്ളിൽ ക്യാഷ് ആയിട്ട് കിട്ടിയ എമൗണ്ട്, അല്ലെങ്കിൽ ക്രോസ് ചെക്കായിട്ട്, അല്ലെങ്കിൽ നോർമൽ ചെക്കായിട്ട് നിങ്ങൾക്ക് കിട്ടിയ പൈസ ടോട്ടൽ ടേൺ ഓവറിൻ്റെ 5% ഉള്ളിലാണെങ്കിൽ 3 കോടി എടുത്തോളാനാണ് പറയുന്നത്. അവിടെ റിട്ടേൺ ഫയലിൻ്റെ ഡ്യൂ ഡേറ്റ് അല്ല കൺസെപ്റ്റ്, പ്രീവിയസ് ഇയർ തന്നെയാണ്. അവിടെ മാത്രമല്ല, അവിടെ പറയുന്നത് ക്യാഷ് ആയിട്ട് കിട്ടിയത് ടേൺ ഓവറിൽ നിന്ന് കിട്ടിയത് ടേൺ ഓവറിൻ്റെ പെർസെൻറ്റേജ് ആയിട്ട് നോക്കുമ്പോൾ 5% താഴെയാണെന്നാണ് നോക്കേണ്ടത്. അവിടെ പേയ്മെൻറ്റ് നോക്കേണ്ട കാര്യമില്ല. അതേസമയം 44 ABയിൽ ടാക്സ് ഓഡിറ്റിൻ്റെ കേസിൽ 10 കോടി വരെയുള്ള അപ്പർ ടേൺ ഓവർ ലിമിറ്റ് ആപ്ലിക്കബിൾ ആകണമെങ്കിൽ അവിടെ ക്യുമുലേറ്റീവ് കണ്ടീഷൻ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണം, റെസീറ്റും പേയ്മെൻറ്റും. അവിടെ ടേൺ ഓവറിൻ്റെ റെസീറ്റ് എന്നല്ല, ടോട്ടൽ റെസീറ്റിൽ നിന്ന് ക്യാഷ് ആയിട്ട് കിട്ടുന്നത് 5% കൂടാൻ പാടില്ല. പ്ലസ് ടോട്ടൽ പേയ്മെൻറ്റിൽ ക്യാഷ് പേയ്മെൻറ്റ് 5% കൂടാൻ പാടില്ല. അതുകൊണ്ട് ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്യുമുലേറ്റീവ് ആണ്. 5% റെസീറ്റ് സൈഡും 5% പേയ്മെൻറ്റ് സൈഡും ക്യുമുലേറ്റീവ് ആണ്. അവിടെ ക്യാപിറ്റൽ റെസീറ്റും ലോണ് കിട്ടിയതും എല്ലാ റെസീറ്റും എടുക്കും, പേയ്മെൻറ്റിൽ എല്ലാ പേയ്മെൻറ്റും എടുക്കും, അസറ്റ് വാങ്ങിക്കാൻ കൊടുത്ത പേയ്മെൻറ്റും പർച്ചേസും എക്സ്പെൻസുകളും എല്ലാം. അതാണ് ആഗ്രിഗേറ്റ് പേയ്മെൻറ്റ്, ആഗ്രിഗേറ്റ് റെസീറ്റ്. 44 ADയിൽ ടേൺ ഓവർ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ടെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഇതിൻ്റെ കൂടെ തന്നെ മറ്റേ 44 ADയിലെ 6% ഇൻകം കാണുമ്പോഴുള്ള കണക്ക് എന്താ? 6% ഇൻകം കാണുമ്പോഴുള്ള കണക്ക് പറയുന്നത് ടേൺ ഓവറിൽ നിന്ന് റിട്ടേൺ ഫയലിൻ്റെ ഡ്യൂ ഡേറ്റിനുള്ളിൽ നിങ്ങൾക്ക് അക്കൗണ്ട് പേ ചെക്ക്, അക്കൗണ്ട് പേ ഡ്രാഫ്റ്റ് വഴി കിട്ടിയ പൈസ അതെത്ര? അതിനാണ് ഈ പറഞ്ഞ 6%. ബാക്കി ടേൺ ഓവറിന് മൊത്തം 8% ആണ്. ഐ തിങ്ക് യു ഗോട്ട് ഇറ്റ്. നൗ വി ക്യാൻ മൂവ് ടു ദ ക്വസ്റ്റ്യൻ നമ്പർ 2. മീൻസ് അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇനിയുള്ളതെല്ലാം ഡെസ്ക്രിപ്റ്റീവ് ആണ്. കൺസെപ്റ്റ് മാത്രം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ആൻസർ അതിനകത്ത് തന്നെ ഉണ്ടല്ലോ. ക്വസ്റ്റ്യൻ വായിക്കുകയാണ്. മിസ്സിസ് സരിക, ആൻ ഇന്ത്യൻ സിറ്റിസൺ, ഈസ് എൻ എംപ്ലോയ്മെൻറ്റ് വിത്ത് ആൻ ഇന്ത്യൻ സിറ്റിസൺ. എപ്പോഴും നമ്മൾ ഒരു ക്വസ്റ്റ്യനിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ ഒക്കെ ഇതിനകത്ത് വരുന്ന വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് ഈ സിറ്റിസൺഷിപ്പ്. അപ്പോൾ ഇന്ത്യൻ സിറ്റിസൺ എന്ന് പറഞ്ഞാൽ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ത്യൻ സിറ്റിസൺ ആണ്. എംപ്ലോയ്മെൻറ്റ് വിത്ത് ആൻ ഓവർസീസ് കമ്പനി ലൊക്കേറ്റഡ് ഇൻ UAE. ദുബായിലെ ഒരു കമ്പനിയിൽ എംപ്ലോയ്മെൻ്റ് ആണ്. ഷീ ഈസ് നോട്ട് ലൈബിൾ ടു ടാക്സ് ഇൻ UAE. ദാറ്റ് ഈസ് ഓൾസോ എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. കാരണം റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനകത്തുള്ള ബേസിക് കണ്ടീഷൻസ് ഒന്നും തന്നെ സാറ്റിസ്ഫൈ ചെയ്യാത്ത സാഹചര്യങ്ങളിൽ ലാസ്റ്റ് റിസോർട്ട് എന്നുള്ള ആംഗിളിൽ സെക്ഷൻ 6 സബ്സെക്ഷൻ 1A ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഇന്ത്യൻ സിറ്റിസൺ ആണ്, വേറെ ഒരു രാജ്യത്തും ടാക്സ് പേ ചെയ്യാൻ ലൈബിൾ അല്ല. ഇന്ത്യൻ സോഴ്സ് ടോട്ടൽ ഇൻകം 15 ലക്ഷം എക്സീഡ് ചെയ്താൽ, ഇന്ത്യക്കകത്ത് ഒരൊറ്റ ദിവസം വന്നിട്ടില്ലെങ്കിൽ പോലും ഡീംഡ് റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി ആയിട്ട് ട്രീറ്റ് ചെയ്യണമെന്ന് ഇൻകം ടാക്സ് ആക്ടിന്റെ സെക്ഷൻ 6 സബ്സെക്ഷൻ 1A പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ഈ വേറെ ഒരു ടെസ്റ്റ് ഇവിടെ വർക്കൗട്ട് ആയില്ലെങ്കിൽ നമ്മൾ അതിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ടാണ് അത് ഇവിടെ നോക്കേണ്ടത്. അപ്പോൾ ഷീ ഈസ് നോട്ട് ലൈബിൾ ടു ടാക്സ് ഇൻ UAE. ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ 2023-24 ഷീ കംസ് ടു ഇന്ത്യ ഫോർ 121 days. അപ്പം നമ്മുടെ കറണ്ട് ഇയറിൽ 121 ദിവസമാണ് പ്രീവിയസ് ഇയറിൽ വന്നിരിക്കുന്നത്. ഷീ വാസ് ഇൻ ഇന്ത്യ ഫോർ 50 days
100 days, 76 days, and 145 days in the financial year 1920, 2021, 2122, 2223. അതായത് നമ്മുടെ പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് പുറകിലോട്ടുള്ള 4 വർഷം വന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. തൽക്കാലം എളുപ്പത്തിന് അവിടെ തന്നെ അത് കൂട്ടി വെച്ചേക്കാം. 50 പ്ലസ് 100 പ്ലസ് ഇപ്പോൾ 150 ആയി, പ്ലസ് 76 പ്ലസ് 145, ഇത്രയും കൂട്ടിക്കഴിഞ്ഞാൽ 371 ദിവസമാണ് പ്രിസീഡിങ് 4 ഇയേഴ്സിൽ 371 പ്രിസീഡിങ് 4 ഫിനാൻഷ്യൽ ഇയേഴ്സിൽ 371. കറണ്ട് ഇയറിൽ 121 ഡേയ്സ് ആണ് റെസ്പെക്റ്റീവ്ലി. ഹർ ആനുവൽ ഇൻകം ഫോർ ദ പ്രീവിയസ് ഇയർ 2023-24 ഈസ് ആസ് ഫോളോസ്. അവളുടെ ആനുവൽ ഇൻകത്തിൻ്റെ ഡീറ്റെയിൽസ് വന്നിരിക്കുകയാണ്. സാലറി അക്രൂഡ് ഓർ എറൈസ് ഇൻ UAE, ഇത് ഫോറിൻ ഇൻകം ആണ്. ഫോറിൻ ഇൻകം 15 ലക്ഷം ഉണ്ട്. ഇൻകം അക്രൂഡ് ആൻഡ് എറൈസൺ ഇൻ ഇന്ത്യ, ഇത് ഇന്ത്യൻ ഇൻകം ആണ്, അതൊരു 2 ലക്ഷം. ഇൻകം ഡീംഡ് ടു ബി അക്രൂഡ് ആൻഡ് എറൈസൺ ഇൻ ഇന്ത്യ, അതും ഇന്ത്യൻ ഇൻകം ആണ്, അത് 7 ലക്ഷം. ഇൻകം എറൈസിംഗ് ആൻഡ് റിസീവ്ഡ് ഇൻ UAE ഫ്രം എ ബിസിനസ് സെറ്റപ്പ് ഇൻ ഇന്ത്യ, UAEയിൽ നിന്ന് ഈ കിട്ടി ഇൻകം എറൈസിംഗ് ആൻഡ് റിസീവ്ഡ് ഇൻ UAE ആണ്. ഫ്രം എ ബിസിനസ് സെറ്റപ്പ് ഇൻ ഇന്ത്യ ആണ്, ഇന്ത്യയിൽ സെറ്റപ്പ് ചെയ്ത ബിസിനസ്സിൽ നിന്ന് ഇൻകം എറൈസിംഗ് ആൻഡ് റിസീവ്ഡ് ഇൻ UAE ആണ്. അപ്പം ഇന്ത്യയിൽ സെറ്റപ്പ് ചെയ്ത ബിസിനസ് ഫ്രം എ ബിസിനസ് സെറ്റപ്പ് ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ പഠിച്ചിരിക്കുന്നത് എങ്ങനെയാണ്, ഇന്ത്യയിൽ നിന്ന് അത് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ പരിഗണിക്കാൻ പറ്റുള്ളൂ ഇന്ത്യൻ ഇൻകമായിട്ട്. ഇൻകം എറൈസിംഗ് റിസീവ്ഡ് ഫ്രം എ ബിസിനസ് സെറ്റപ്പ് ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ ശരിക്കും പ്രൊഫഷൻ്റെ കേസിലാണ് അങ്ങനെ പറയുന്നത്, പ്രൊഫഷൻ സെറ്റപ്പ് ഇൻ ഇന്ത്യ. മറ്റത് ഇന്ത്യയിൽ സെറ്റപ്പ് ചെയ്തത് കൊണ്ടാവില്ല, ഇവിടുന്ന് കൺട്രോൾ ചെയ്താലേ ആവുള്ളൂ. തൽക്കാലം ഇത് ഫോറിൻ ഇൻകം എന്ന് പറയേണ്ടി വരും. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ ചെക്ക് ഇൻ ഇന്ത്യ 1 lakh, അത് ചാപ്റ്റർ 6 റിഡക്ഷന് വേണ്ടിയുള്ളതാണ്. മിസ്സിസ് സരിക ഹാസ് ഓപ്റ്റഡ് out of the default tax regime under section 115 BAC from the opt out ആണ്. അപ്പോൾ ചാപ്റ്റർ 6 ഒക്കെ ക്ലെയിം ചെയ്യാൻ പറ്റുമേ? ഓപ്റ്റ് ഔട്ട് എന്താണ് ആദ്യത്തെ ചോദ്യം? യു ആർ റിക്വയർഡ് ടു ഡിറ്റർമിൻ ദ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ടോട്ടൽ ഇൻകം ഓഫ് മിസ്സിസ് സരിക ഫോർ ദ അസസ്മെന്റ് ഇയർ 24-25. ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട് ചോദിക്കണം എന്താ, വാട്ട് വുഡ് ബി യുവർ ആൻസർ ഇഫ് ഇൻകം എറൈസിംഗ് ആൻഡ് റിസീവ്ഡ് ഇൻ UAE ഫ്രം എ ബിസിനസ് സെറ്റപ്പ് ഇൻ ഇന്ത്യ ഈസ് 10 ലക്ഷം ഇൻസ്റ്റെഡ് ഓഫ് 5 ലക്ഷം? In continuation to point 2, what would be your answer if Mrs. Sariga comes to India in previous year 22-23 for 45 days instead of 145 days? ശരി, ഓരോന്നായിട്ട് നോക്കാം. ഇവിടെ തൽക്കാലം ഈ പറയുന്ന ബിസിനസ് സെറ്റപ്പ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ഇറ്റ് ഈസ് കൺട്രോൾഡ് ഇൻ ഓൾസോ ഫ്രം ഇന്ത്യ. അതുകൊണ്ട് അതിനെ ഞാൻ തൽക്കാലം ഇന്ത്യൻ ഇൻകം ആയിട്ട് എടുക്കുകയാണ് കേട്ടോ. അതിനെ ഞാൻ ഇന്ത്യൻ ഇൻകം ആക്കി എടുക്കുകയാണ്. നോർമലി നമ്മുടെ ആക്ടിൽ ഫുൾ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ഇൻകം ഫ്രം എ ബിസിനസ് ഔട്ട്സൈഡ് ഇന്ത്യ വേർ ദ ബിസിനസ് ഈസ് സെറ്റപ്പ് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ കൺട്രോൾഡ് ഇൻ ഇന്ത്യ. ബിസിനസ് ഇന്ത്യയിൽ നിന്ന് കൺട്രോൾ ചെയ്യുന്നതാണെങ്കിൽ മാത്രം അത് എടുക്കാനാണ് പറയുന്നത്. ഇവിടെ സെറ്റപ്പ് ചെയ്തതായതുകൊണ്ട് ഇവിടെ നിന്ന് കൺട്രോൾ ചെയ്യുന്നു എന്നുള്ള അസംഷൻ നമുക്ക് എടുത്തിട്ട് അതിന് ഇന്ത്യൻ ഇൻകത്തിൽ കൂട്ടാം. ശരി, നമ്മുടെ പോയിന്റ് എന്താ? ഒരു ആളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ പ്രൈമറി കണ്ടീഷൻ 182 ഡേയ്സ് പ്രീവിയസ് ഇയർ ഇന്ത്യ സ്റ്റേ ചെയ്യണം. ഇവിടെ 182 ഡേയ്സ് ഇല്ല. ഇവിടെ സരിക 121 ഡേയ്സേ ഇവിടെ ഉള്ളൂ. അപ്പോൾ 182 പരാജയപ്പെട്ടു. നോർമലി 182 ഡേയ്സ് പരാജയപ്പെട്ടാൽ നമ്മൾ പോകുന്നത് സെക്കൻഡ് ടെസ്റ്റിലോട്ടാണ്. പ്രീവിയസ് ഇയർ 60 ഡേയ്സ്, തൊട്ട് ബാക്കിലുള്ള 4 കൊല്ലത്തി 365. ഇവിടെ ആ ടെസ്റ്റ് എടുക്കാൻ പറ്റൂല. അതെന്തുകൊണ്ടാണ്? 60 + 365 ഡേയ്സ് ടെസ്റ്റ് ഇന്ത്യൻ സിറ്റിസൺസിൻ്റെ കേസിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. ഇന്ത്യൻ സിറ്റിസൺ ലീവ്സ് ഇന്ത്യ ഫോർ എംപ്ലോയ്മെന്റ് ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യൻ സിറ്റിസൺ ലീവ്സ് ഇന്ത്യ ആസ് എ ക്രൂ മെമ്പർ ഓഫ് ഇന്ത്യൻ ഷിപ്പ്, പിന്നെ ഇന്ത്യൻ സിറ്റിസൺ ഓർ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ കംസ് ടു ഇന്ത്യ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ഫോർ എ വിസിറ്റ്. ഈ 3 കേസുകളിൽ നമുക്ക് ഈ പറയുന്ന 60 + 1 365 ഡേയ്സ് എടുക്കാൻ പറ്റില്ല. പക്ഷേ ആ കേസുകളിൽ ഈ 60 + 365 അപ്ലൈ ചെയ്യാൻ പറ്റാത്ത കേസിൽ, എസ്പെഷ്യലി ഇന്ത്യൻ സിറ്റിസൺ കംസ് ടു ഇന്ത്യ എന്ന് പറയുന്ന കേസിൽ, അയാളുടെ ഇന്ത്യൻ സോഴ്സ്ഡ് ടോട്ടൽ ഇൻകം, അതായത് ഇന്ത്യൻ ഇൻകം 15 ലക്ഷം രൂപയിൽ കൂടുതലുണ്ടെങ്കിൽ അയാൾക്ക് നമുക്ക് 120 + 365 ഡേയ്സ് എന്നുള്ള ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ ഇയാളുടെ ഇന്ത്യൻ സോഴ്സ് ടോട്ടൽ ഇൻകം നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ ഈ 2 ലക്ഷം ഇന്ത്യൻ സോഴ്സ് ടോട്ടൽ ഇൻകമാണ്, ഈ 7 ലക്ഷം ഇന്ത്യൻ സോഴ്സ് ടോട്ടൽ ഇൻകമാണ്, ഈ 5 ലക്ഷം ഇന്ത്യൻ ഇൻകമായിട്ട് നമുക്ക് എടുക്കാം. ഈ ബിസിനസ് ഇന്ത്യയിൽ നിന്നാണ് കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതും കൂടെ എടുക്കാം. അങ്ങനെ എടുത്താൽ പോലും 7 × 2 9, 9ഉം 5ഉം 14 ലക്ഷം വരും. ഇത്രയും കൂട്ടിക്കഴിഞ്ഞാൽ 14 ലക്ഷം വരും. ഇത് GTA ആണ്. ഇയാൾ ഓപ്റ്റ് ഔട്ട് ആയതുകൊണ്ട് ചാപ്റ്റർ 6 ക്ലെയിം ചെയ്യാൻ പറ്റും, ATC. ഇത് ATCയിൽ ഈ 1 lakh ചാപ്റ്റർ 6 ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ 13 ലക്ഷമാണ് ഇയാളുടെ ഇന്ത്യൻ സോഴ്സ്ഡ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ ISTI. ഇന്ത്യൻ സോഴ്സ് ടോട്ടൽ ഇൻകം 13 ലക്ഷമാണ്. 13 ലക്ഷം എന്ന് പറഞ്ഞാൽ 15 ലക്ഷത്തിൽ താഴെയല്ലേ? അപ്പം എന്താ പ്രശ്നം? നമുക്ക് മറ്റേ ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഏത് ടെസ്റ്റ്? 120 + 365 ഡേയ്സ് എന്നുള്ള ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റൂല. 120 + 365 ഡേയ്സ് ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സ്റ്റാറ്റസ് എന്താണ്? ഇന്ത്യൻ സോഴ്സ് ടോട്ടൽ ഇൻകം 15 ലക്ഷത്തിൽ കൂടാത്തതുകൊണ്ടാണ്.
അപ്പം അങ്ങനെ വരുമ്പോൾ സ്റ്റാറ്റസ് എന്തായിട്ട് മാറും? സ്റ്റാറ്റസ് നോൺ റെസിഡന്റ് ആണ്. ശരിക്കും പറഞ്ഞ ഈ കേസിൽ സ്റ്റാറ്റസ് NR ആണ്, നോൺ റെസിഡന്റ് ആണ്. ഇനി അടുത്ത രണ്ടാമത് എന്താണ്? ഒരു കാര്യമുണ്ട്, ഷീ ഈസ് നോട്ട് ലൈബിൾ ടു ടാക്സ് ഇൻ UAE എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. വേറെ ഒരു രാജ്യത്തും ടാക്സ് പേ ചെയ്യാൻ ലൈബിലിറ്റി ഇല്ലാത്ത ഒരു ഇന്ത്യൻ സിറ്റിസൺ അവരുടെ ഇന്ത്യൻ സോഴ്സ്ഡ് ടോട്ടൽ ഇൻകം 15 ലക്ഷത്തിൽ കൂടുതലുണ്ടെങ്കിൽ സെക്ഷൻ 6 സബ്സെക്ഷൻ 1A പ്രകാരം ഡീംഡ് റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി ട്രീറ്റ് ചെയ്യാൻ പറയുന്നുണ്ടല്ലോ. പക്ഷേ ഇവിടെ 15 ലക്ഷത്തിൽ കൂടുതലില്ലല്ലോ, അപ്പോൾ അതും പറ്റൂല. അപ്പോൾ 120 + 365 ഡേയ്സ് ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. 120 ഉണ്ട് കേട്ടോ, അവിടെ 121 ഉണ്ട്, 371 അതും ഉണ്ട്. പക്ഷെ പറ്റൂല, കാരണം കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ല. ഇന്ത്യൻ സോഴ്സ്ഡ് ടോട്ടൽ ഇൻകം 15 ലക്ഷത്തിൽ കൂടുതൽ വേണ്ടേ? ഇന്ത്യൻ സോഴ്സ് ടോട്ടൽ ഇൻകം 15 ലക്ഷത്തിൽ കൂടുതൽ ഇല്ലല്ലോ, 13 ലക്ഷത്തിലേ ഉള്ളൂ. അപ്പോൾ ആ ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റൂല. സ്റ്റാറ്റസ് നോൺ റെസിഡന്റ് സെക്ഷൻ 6 സബ്സെക്ഷൻ 1A പ്രകാരം ഡീംഡ് റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി എടുക്കണമെങ്കിലും ഇന്ത്യൻ സോഴ്സ് ടോട്ടൽ ഇൻകം 15 ലക്ഷത്തിൽ കൂടുതൽ വേണ്ടേ? അതില്ലല്ലോ. അപ്പം സ്റ്റാറ്റസ് NR ഉറപ്പിച്ചു. സ്റ്റാറ്റസ് NR, സ്റ്റാറ്റസ് ഈസ് നോൺ റെസിഡന്റ്. ശരി, സ്റ്റാറ്റസ് നോൺ റെസിഡന്റ് ആണെങ്കിൽ അടുത്ത ചോദ്യം എന്താണ്? ടോട്ടൽ ഇൻകം കൂടെ കണ്ടുപിടിക്കാൻ. അപ്പം സ്റ്റാറ്റസ് നോൺ റെസിഡന്റ് ആദ്യം കണ്ടുപിടിച്ചല്ലോ. അപ്പം നോൺ റെസിഡന്റ് ആണെങ്കിൽ ഏത് ഇൻകം ടാക്സ് ചെയ്യുക? ഓൺലി ദ ഇന്ത്യൻ ഇൻകം ഈസ് ടാക്സബിൾ. ശരി, ഓൺലി ദ ഇന്ത്യൻ ഇൻകം ഈസ് ടാക്സബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനകത്ത് നോക്കണം. ആദ്യത്തെ സാലറി അക്രൂ ആൻഡ് എറൈസ് ഇൻ ഇന്ത്യ, ഫോറിൻ ഇൻകം എടുക്കൂല. ഇൻകം അക്രൂഡ് ആൻഡ് എറൈസ് ഇൻ ഇന്ത്യ, ഇന്ത്യൻ ഇൻകം അതെടുക്കും, ആ 2 lakh എടുക്കും. ഇൻകം ഡീം ടു ബി അക്രൂ ആൻഡ് എറൈസൺ ഇൻ ഇന്ത്യ അതെടുക്കും, 7 + 2 9 ലക്ഷം. അടുത്തതിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? അടുത്തത് നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താണ്? അടുത്തത് സത്യം പറഞ്ഞാൽ ഫോറിൻ ഇൻകം ആണ്. ഈ 5 ലക്ഷം എന്ന് പറയുന്നത് ഫോറിൻ ഇൻകം ആണ്, UAE നിന്ന് കിട്ടിയ ബിസിനസ് ഇൻകം ആണ്. പക്ഷേ ആ ബിസിനസ് ഇന്ത്യയിൽ സെറ്റപ്പ് ചെയ്തു അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് കൺട്രോൾ ചെയ്തു എന്നുള്ള ക്രൈറ്റീരിയ മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുന്ന ഇൻകം ടാക്സ് ചെയ്യുന്ന ആരുടെ കേസിൽ മാത്രമാണ്? റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ്. റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റിനെ ടാക്സ് ചെയ്യുന്ന 2 ഫോറിൻ ഇൻകത്തിൽ പെട്ട ഒന്നാണിത്. റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റിനെ ടാക്സ് ചെയ്യുന്ന 2 ഫോറിൻ ഇൻകം ഏതൊക്കെയാ? ഒന്ന്, ഫോറിൻ ബിസിനസ് ഇൻകം ഇഫ് ദ ബിസിനസ് ഈസ് കൺട്രോൾഡ് ഇൻ ഇന്ത്യ. 2, ഫോറിൻ പ്രൊഫഷണൽ ഇൻകം ഇഫ് ദ പ്രൊഫഷൻ ഈസ് സെറ്റപ്പ് ഇൻ ഇന്ത്യ. അതിൽ പെടുന്ന ഒന്നാണിത്. അത് റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റിനെ ടാക്സ് ചെയ്യാൻ പറ്റുന്നത് ഫോറിൻ ഇൻകം ആണ്. അപ്പോൾ ഇവിടെ സ്റ്റാറ്റസ് NR ആയതുകൊണ്ട് ആ 5 ലക്ഷം എടുക്കാൻ പറ്റില്ല. പക്ഷെ മറ്റേ 15 ലക്ഷത്തിന്റെ കാൽക്കുലേഷനിൽ അത് സ്പെസിഫിക്കലി എടുക്കാൻ പറഞ്ഞതുകൊണ്ടാണ് അവിടെ നമ്മളത് എടുത്തത്. പക്ഷെ ഇവിടെ സ്റ്റാറ്റസ് NR ആണ്, എടുക്കാൻ പറ്റൂല. അപ്പോൾ പിന്നെ ആകെ 7 × 2 9 ലക്ഷം GT ആയി. 9 ലക്ഷം GTയിൽ നിന്ന് ചാപ്റ്റർ 6 1 lakh, ടോട്ടൽ ഇൻകം 8 ലക്ഷം. ഞാൻ സിമ്പിളായിട്ട് എഴുതിയതേ ഉള്ളൂ. അപ്പോൾ സ്റ്റാറ്റസ് നോൺ റെസിഡന്റ്, പിന്നെ ടോട്ടൽ ഇൻകം 8 ലക്ഷം. ഇതാണ് ആദ്യത്തെ ഓപ്ഷൻ്റെ ആൻസർ. രണ്ടാമത്തെ ചോദ്യം എന്താണ്? വാട്ട് വുഡ് ബി യുവർ ആൻസർ ഇഫ് ഇൻകം എറൈസിംഗ് ആൻഡ് റിസീവ്ഡ് ഇൻ UAE ഫ്രം എ ബിസിനസ് സെറ്റപ്പ് ഇൻ ഇന്ത്യ ഈസ് 10 ലക്ഷം ഇൻസ്റ്റെഡ് ഓഫ് 5 ലക്ഷം? ഓക്കെ ദാ ക്വസ്റ്റ്യൻ മാറ്റി പിടിക്കുകയാണ്. അത് ഈ മറ്റേ ഫോറിൻ പിന്നെ ബിസിനസ് ഇന്ത്യയിൽ സെറ്റപ്പ് ചെയ്ത ബിസിനസ്സിൽ നിന്നുള്ള ഫോറിൻ ഇൻകം 5 ലക്ഷത്തിൻ്റെ സ്ഥാനത്ത് 10 ലക്ഷം ആണെങ്കിൽ ആൻസർ എങ്ങനെ മാറും എന്നാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എങ്ങനെ മാറും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇവിടുത്തെ കാൽക്കുലേഷൻ ഈ 14 ലക്ഷം വന്ന സ്ഥാനത്ത് 14 ലക്ഷം വന്ന സ്ഥാനത്ത് ഇത് 5 എന്നുള്ളത് 10 മാറുമ്പം 7 + 2 9 ലക്ഷം, 9 + 10 9 + 10 19 ലക്ഷമാവും GT ആയി. അപ്പോൾ ചാപ്റ്റർ 6 1 lakh, ബാക്കി 18 ലക്ഷം. 18 ലക്ഷം ഇന്ത്യൻ സോഴ്സ്ഡ് ടോട്ടൽ ഇൻകം 15 ലക്ഷത്തിൻ്റെ മുകളിൽ പോയി. അപ്പോൾ ആദ്യത്തിൻ്റെ ആൻസർ എങ്ങനെ മാറുമെന്നാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ ആൻസർ എങ്ങനെ മാറും? നമ്മുടെ ആൻസർ കംപ്ലീറ്റ്ലി മാറി. 15 ലക്ഷത്തിൽ കൂടുതൽ ഇന്ത്യൻ സോഴ്സ്ഡ് ടോട്ടൽ ഇൻകം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് 120 + 365 ഡേയ്സ് എന്നുള്ള ടെസ്റ്റ് നമ്മുടെ സരികയുടെ കേസിൽ അപ്ലൈ ചെയ്യാം. കാരണം സരിക ഇന്ത്യൻ സിറ്റിസൺ ആണ്. 182 ഡേയ്സ് ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. 60 + 365 അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ 120 + 365 ഡേയ്സ് ടെസ്റ്റ് അപ്ലൈ ചെയ്യാം ഇഫ് ദ ഇന്ത്യൻ സോഴ്സ് ടോട്ടൽ ഇൻകം ക്രോസസ് 15 lakhs. ഹിയർ ദ ഇന്ത്യൻ സോഴ്സ് ടോട്ടൽ ഇൻകം ക്രോസസ് 15 lakhs. സെക്കൻഡ് പാർട്ടിൽ സോ സ്റ്റാറ്റസ് ഈസ് റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ്. അപ്പോൾ ആൻസർ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി. കാരണം 120 + 365 ഡേയ്സ് എന്നുള്ള ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്തു. 121 ഡേയ്സ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് 120 ഓക്കെ ആയി. പിന്നെ 365 മതി, 371 ഉണ്ട്. സോ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. സോ RBNOR. ശരി, RBNOR ആകുമ്പോൾ എന്താണ് പ്രത്യേകത? RBNOR ആകുമ്പം ഇന്ത്യൻ ഇൻകം പ്ലസ് 2 ഫോറിൻ ഇൻകം ടാക്സ് ചെയ്യും. അപ്പം ടോട്ടൽ ഇൻകം മാറും കേട്ടോ. ടോട്ടൽ ഇൻകം എങ്ങനെയാണ്? അപ്പോൾ ഇവിടെ ടോട്ടൽ ഇൻകം വരുമ്പം 2 ലക്ഷം ഇന്ത്യൻ ഇൻകം പ്ലസ് 7 ലക്ഷം ഇന്ത്യൻ ഇൻകം പ്ലസ് 10 ലക്ഷം ഫോറിൻ ഇൻകം ഈസ് ഈക്വൽ ടു 17 × 2 19 ലക്ഷം മൈനസ് ചാപ്റ്റർ 6 1 lakh ഈസ് ഈക്വൽ ടു 18 ലക്ഷം. സെക്കൻഡ് പാർട്ടിൽ പിന്നെ ടോട്ടൽ ഇൻകം 18 ലക്ഷം, സ്റ്റാറ്റസ് റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ്. ക്ലിയർ ആണോ? ഈ രണ്ടാമത്തെ പാർട്ട് ക്ലിയർ ആണോ? ക്ലിയർ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇട്ടേണേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടോണം. ദെൻ തേർഡ് 3
ഇൻ കണ്ടിന്യൂഷൻ ടു പോയിന്റ് നമ്പർ 2, രണ്ടാമത്തെ കണ്ടിന്യൂഷൻ ആണേ. വാട്ട് വുഡ് ബി യുവർ ആൻസർ ഇഫ് മിസ്സിസ് സരിക കംസ് ടു ഇന്ത്യ ഇൻ പ്രീവിയസ് ഇയർ 2022-23 ഫോർ 45 days ഇൻസ്റ്റെഡ് ഓഫ് 145 days? ആഹാ, നിങ്ങളുടെ രണ്ടാമത്തെ കണ്ടിന്യൂഷൻ ആണ്. സെക്കൻഡിന്റെ കണ്ടിന്യൂഷൻ എന്ന് പറയുമ്പോൾ പിന്നെ ഈ പറഞ്ഞ ഫോറിൻ ഇൻകം മറ്റേ ബിസിനസിന് ഇൻകം 10 ലക്ഷമാണ്. അത് വെച്ചിട്ട് വേണം ചെയ്യാൻ. ഈ 18 ലക്ഷം വെച്ചിട്ട് വേണം പറയാൻ. ശരി, അങ്ങനെയാണെങ്കിൽ 45 ദിവസമായി എന്ത് പറ്റും? 45 ദിവസം ആയിക്കഴിഞ്ഞാൽ എന്താ പറ്റുകയെന്ന് ചോദിച്ചാൽ, നമ്മൾ ബാക്കിലോട്ടുള്ള 4 കൊല്ലം എടുക്കുമ്പോൾ നമ്മുടെ പണി പാളും. ബാക്കിലോട്ട് 4 കൊല്ലം എടുക്കുമ്പോൾ 50 പ്ലസ് പിന്നെ എന്താണ് 100 പ്ലസ് പിന്നെ 76 പ്ലസ് 45 മാറൂടാ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് പ്രശ്നം? ഇത് കൂട്ടി നോക്കണം. അപ്പോൾ 50 പ്ലസ് 100 പ്ലസ് പിന്നെ 76 പ്ലസ് പിന്നെ 45, ഇത്രയും കൂട്ടുമ്പം 271 ദിവസം വരും. 271 വരും. അപ്പോൾ ഇത് 365 ദിവസം ഇവിടെ ഇല്ല പ്രിസീഡിങ് 4 വർഷത്തിൽ. അപ്പം നമുക്ക് 120 പ്ലസ് 365 ഡേയ്സ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. 120 പ്ലസ് 365 അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ 120 പ്ലസ് 365 അപ്ലൈ ചെയ്യാൻ പറ്റൂലെങ്കിലും നമുക്ക് ആ ലാസ്റ്റ് റിസോർട്ട് എന്നുള്ള സെക്ഷൻ 6 സബ്സെക്ഷൻ 1ലേക്ക് പോകാമല്ലോ. സെക്ഷൻ 6 സബ്സെക്ഷൻ 1യിൽ പോവാം. കാരണം ഇന്ത്യൻ സോഴ്സ് ടോട്ടൽ ഇൻകം 15 ലക്ഷത്തിൽ കൂടുതലുണ്ട്, 18 lakhs ആണ്. അപ്പോൾ സ്റ്റാറ്റസ് റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറിലി തന്നെയാണ്. ആൻസർ 18 ലക്ഷം തന്നെയാണ്. ആൻസർ റിമൈൻസ് ദ സെയിം, 18 lakhs. സ്റ്റാറ്റസ് റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറിലി. അപ്പം നമുക്ക് നമ്മുടെ ആൻസർ ശ്രദ്ധിച്ചല്ല. ആദ്യത്തെ പാർട്ടിൽ സ്റ്റാറ്റസ് NR ഇൻകം 8 ലക്ഷം. സെക്കൻഡ് പാർട്ടിൽ സ്റ്റാറ്റസ് RB NOR ഇൻകം 18 ലക്ഷം. തേർഡ് പാർട്ടിൽ RB NOR ഇൻകം 18 ലക്ഷം. ഓക്കെ, ആറാമത്തെ ക്വസ്റ്റിന്റെ സൊല്യൂഷൻ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ പാർട്ടിൽ ഈ പറയുന്ന നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ പിന്നെ 2 7 2 9 5 14 എടുത്തു, 1 13 ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ ടെസ്റ്റ് ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ സ്റ്റാറ്റസ് നോൺ റെസിഡൻ്റ് ആയി. ഇപ്പോൾ സ്റ്റാറ്റസ് നോൺ റെസിഡൻ്റ് ആണ്. അൾട്ടിമേറ്റ് ഇൻകം 8 ലക്ഷം. ദാറ്റ് ഈസ് കറക്റ്റ്. സെക്കൻഡ് പാർട്ടിൽ റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണ്. അപ്പോൾ ടാക്സബിൾ ഇൻകം 18 ലക്ഷമാണ്. തേർഡ് പാർട്ടിലും അത് തന്നെയാണ്. ടാക്സബിൾ ഇൻകം 18 ലക്ഷമാണ്. സെക്ഷൻ 6 സബ്സെക്ഷൻ 1 ആണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി നേരെ 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്താണ് ഡൗട്ട്? 120 പ്ലസ് 365 ഡേയ്സ് ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്താലല്ലേ 15 ലക്ഷം ഇൻകം നോക്കേണ്ടത്? അല്ലല്ലോ. 120 പ്ലസ് 365 ഡേയ്സ് ടെസ്റ്റ് ആപ്ലിക്കബിൾ ആവണമെങ്കിൽ ഇന്ത്യൻ സോഴ്സ് ടോട്ടൽ ഇൻകം 15 ലക്ഷത്തിൻ്റെ മേളിൽ പോകണ്ടേ? 15 ലക്ഷത്തിൻ്റെ മേളിൽ ഇന്ത്യൻ സോഴ്സ് ടോട്ടൽ ഇൻകം ഉണ്ടെങ്കിലല്ലേ നമുക്ക് 120 പ്ലസ് 365 പോകാൻ പറ്റുള്ളൂ. ഇവിടെ തേർഡ് ക്വസ്റ്റ്യനിൽ 365 ഇല്ലല്ലോ. സോ 15 lakhs നോക്കണമല്ലോ. 365 ഇല്ലാത്തത് കൊണ്ടാണ്, 120 പ്ലസ് 365 ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ആ ടെസ്റ്റ് നമുക്ക് അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. 365 ഇല്ലല്ലോ. പക്ഷെ അവിടെ വെച്ച് നോൺ റെസിഡന്റ് എന്ന് പറയരുത്. അടുത്ത ടെസ്റ്റിൽ പോകണം. വേറൊരു ടെസ്റ്റ് ഇല്ലേ? ഇന്ത്യൻ സിറ്റിസൺ നോട്ട് ലൈബിൾ ടു പേ ടാക്സ് ഇൻ എനി കൺട്രി. വേറെ ഒരു രാജ്യത്തും ടാക്സ് പേ ചെയ്യാൻ ലൈബിൾ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് UAE ടാക്സ് പേ ചെയ്യാൻ ലൈബിൾ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വേറെ ഒരു രാജ്യത്തും ടാക്സ് പേ ചെയ്യാൻ ലൈബിലിറ്റി ഇല്ലാത്ത ഇന്ത്യൻ സിറ്റിസൺ വേറെ ഒരു ബേസിക് കണ്ടീഷന് സാറ്റിസ്ഫൈ ചെയ്യാതെ വന്നാൽ ലാസ്റ്റ് കണ്ടീഷനിൽ പോണ്ടേ? സെക്ഷൻ 6 സബ്സെക്ഷൻ 1 അതിവിടെ ഓക്കെയാണ്. 15 ലക്ഷത്തിന് മുകളിലുണ്ടല്ലോ. അവിടെയും 15 ലക്ഷം കോമൺ ആണല്ലോ. 120 പ്ലസ് 365 എടുക്കാനും സെക്ഷൻ 6 സബ്സെക്ഷൻ 1 എടുക്കാനും 15 ലക്ഷം വേണം. അതിവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പം 120 പ്ലസ് 365 ഇല്ലാത്തത് കൊണ്ട് നമ്മൾ നേരെ അതിലോട്ട് ചാടി. സെക്ഷൻ 6 സബ്സെക്ഷൻ 1 സോ ഡീംഡ് റെസിഡന്റ് ബട്ട് നോട്ട് ഓൺ റെസിഡന്റ്. ഐ തിങ്ക് യു ഗോട്ട് ദ ഐഡിയ. ഓക്കെ, ക്ലിയർ, ഫൈൻ. അപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് പോവാണേ. 7ാമത്തെ ചോദ്യം ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് പോകും. ആൻസർ നോക്കിക്കൊണ്ടാൽ മതി. കാരണം ഡെസ്ക്രിപ്റ്റീവ് ആയതുകൊണ്ട് തന്നെ ആൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചെയ്തിട്ടുണ്ടല്ലോ. കഥ ഞാൻ പറഞ്ഞു പോവാം. മിസ്റ്റർ അൻഷുൾ, എ സാലറീഡ് എംപ്ലോയി ഇൻ എ പ്രൈവറ്റ് കമ്പനി, ഫർണിഷസ് യു ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഫോർ ദ ഇയർ എൻഡഡ് 31/3/2024. ബേസിക് സാലറി 75,000 പെർ മന്ത് ആണ്. ഓക്കെ, അപ്പം ഫ്രം 1st December 2023 ബേസിക് സാലറി ഇൻക്രീസ് ടു 85,000. അപ്പോൾ 2 ചെയ്യണം. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 4 മാസത്തേക്ക് ബേസിക് 85,000 ആണ്. ബാക്കി 8 മാസത്തേക്ക് ബേസിക് 75,000 ആണ്. അതാണ് ബേസിക്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇങ്ങനെ 2 എടുക്കണം. ചേഞ്ച് ഉണ്ട്. DA 50% ഓഫ് ബേസിക് സാലറി. അതിൻ്റെ 40% ഓഫ് DA ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി. ഓക്കെ, നമുക്കറിയാം പല സ്ഥലങ്ങളിലും നമ്മൾ DA ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി എടുക്കുകയുള്ളൂ. എന്തായാലും സാലറി മൊത്തം ചെയ്യുമ്പോൾ 50% ബേസിക് എത്ര കിട്ടുന്ന അതിൻ്റെ പകുതി DA കാണിക്കാം. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് 10,000. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഒരു ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ്. ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ മാത്രം, അതും ഓപ്റ്റ് ഔട്ട് ആണെങ്കിൽ, ഡിഫോൾട്ട് അല്ല, ഓപ്റ്റ് ഔട്ട് ആണെങ്കിൽ ഗവൺമെൻറ് എംപ്ലോയിക്ക്
ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം എൻ്റർടൈൻമെൻറ്റ് അലവൻസിന്. പക്ഷേ പ്രൈവറ്റ് എംപ്ലോയി ആയതുകൊണ്ട് ഇവിടെ പ്രൈവറ്റ് എംപ്ലോയി ആണ്, അതുകൊണ്ട് എൻ്റർടൈൻമെൻറ്റ് അലവൻസിന് ഡിഡക്ഷൻ കിട്ടത്തില്ല. മൊത്തം ടാക്സബിൾ ആണ് 10,000. കോൺട്രിബ്യൂഷൻ ഓഫ് എംപ്ലോയർ ടു റിക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ട് ഓഫ് ദ എംപ്ലോയി 18% ഓഫ് ബേസിക് സാലറിയാണ്. എംപ്ലോയി ഓൾസോ കോൺട്രിബ്യൂട്ട് ആൻ ഇക്വലന്റ് എമൗണ്ട്. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, എംപ്ലോയർ ആക്ച്വലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ബേസിക്കിൻ്റെ 18 വെറും ബേസിക്കിൻ്റെ 18 ആക്ച്വലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ആക്ച്വൽ കോൺട്രിബ്യൂഷൻ എടുത്തെഴുതണം, ബേസിക്കിൻ്റെ 18% എടുത്തെഴുതണം. എന്നിട്ട് ലിമിറ്റ് എത്ര വരെയാ എംപ്ലോയിക്ക് RPF ഇട്ടാൽ ടാക്സബിൾ അല്ലാത്ത എംപ്ലോയിയുടെ ഒരു വർഷത്തെ ബേസിക് പ്ലസ് DA ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി പ്ലസ് പെർസെൻറ്റേജ് കമ്മീഷൻ, ഇത് മൂന്നും കൂടെ കൂട്ടുന്നതിൻ്റെ 12% കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. ഇവിടെ ബേസിക് ഉണ്ട്, DA ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി ഉണ്ട്, കമ്മീഷൻ ഇല്ല. അപ്പോൾ കമ്മീഷൻ വേണ്ട. ബേസിക് പ്ലസ് DA ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി എടുത്ത് കൂട്ടിയിട്ട് അതിൻ്റെ 12% കാൽക്കുലേറ്റ് ചെയ്യണം. ആ 12%ക്കാളും കൂടുതൽ ഈ പറയുന്ന 18% എന്ന് പറഞ്ഞ് കാണിക്കുന്ന എമൗണ്ട് കൂടി പോകുന്നുണ്ടെങ്കിൽ എക്സസ് ടാക്സബിൾ ആണ്. എന്തായാലും ഇവിടെ എക്സസ് പോകുന്നുണ്ട്. അപ്പോൾ 12% ഓഫ് ബേസിക് പ്ലസ് DA ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി കണ്ടുപിടിക്കുക, 18% ഓഫ് ബേസിക്കും കണ്ടുപിടിക്കുക, എത്രയാണ് എക്സീഡ് ചെയ്തിരിക്കുന്ന ആ എക്സസ് ടാക്സബിൾ. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അസസി ഓപ്റ്റ് ഔട്ട് ഫ്രം ഡിഫോൾട്ട് ടാക്സ് റെജിം ആണെങ്കിൽ RPFിലോട്ട് അവൻ ഇടുന്ന കോൺട്രിബ്യൂഷൻ ചാപ്റ്റർ 6 80C ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ 18% ഓഫ് ബേസിക് സാലറി ഇവൻ ഇടുന്നുണ്ട്, PFിൽ പറയുന്നുണ്ട് എംപ്ലോയി ഓൾസോ കോൺട്രിബ്യൂട്ട് ഇക്വലന്റ് എമൗണ്ട്, അതിന് 80Cയിൽ ചാപ്റ്റർ 6 റിഡക്ഷൻ കിട്ടും. പക്ഷേ ഓപ്റ്റ് ഔട്ട് ആണെങ്കിലേ കിട്ടുള്ളേ, ഡിഫോൾട്ട് ആണെങ്കിൽ ഇല്ലേ. പ്രൊഫഷണൽ ടാക്സ് പെയ്ഡ് 2200 അല്ല 1800 പെയ്ഡ് ബൈ എംപ്ലോയർ. സിമ്പിൾ അഡ്ജസ്റ്റ്മെന്റ്. നമുക്കറിയാം പ്രൊഫഷണൽ ടാക്സ് എംപ്ലോയിക്ക് വേണ്ടി എംപ്ലോയർ അടച്ചു കൊടുത്താൽ അതൊരു പെർക്വിസിറ്റ് ആണ്. അപ്പോൾ ഈ 1800 രൂപ ഗ്രോസ് സാലറിക്കകത്ത് പെർക്വിസിറ്റ് ആയിട്ട് എടുക്കണം. എന്നിട്ട് താഴെ സെക്ഷൻ 16 പോയി മൊത്തം കുറയ്ക്കാം. ഓപ്റ്റ് ഔട്ട് ആണെങ്കിൽ, ഡിഫോൾട്ട് ടാക്സ് റെജിം ആണെങ്കിൽ പ്രൊഫഷണൽ ടാക്സിൻ്റെ ഡിഡക്ഷൻ കിട്ടില്ല, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മാത്രമേ കിട്ടൂ 16. അപ്പോൾ ഇതിപ്പോൾ ഓപ്റ്റ് ഔട്ട് ആണെങ്കിൽ നമ്മൾ ഈ 1800 എന്തായാലും മേളിൽ എടുക്കണം. ഡിഫോൾട്ട് ആയാലും ഓപ്റ്റ് ഔട്ട് ആയാലും 1800 മേളിൽ ഗ്രോസ് സാലറിയിൽ എടുക്കണം. എന്നിട്ട് താഴെ പോയിട്ട് ഓപ്റ്റ് ഔട്ട് ആണെങ്കിൽ മൊത്തം 2200 രൂപയും നമുക്ക് പ്രൊഫഷണൽ ടാക്സ് ഡിഡക്ഷൻ 16 ക്ലെയിം ചെയ്യാം. ഹൗസ് റെന്റ് അലവൻസ് ഓഫ് 16,000 പെർ മന്ത്, ഹി പെയ്ഡ് റെന്റ് 17,000 പെർ മന്ത് ഫോർ അക്കോമഡേഷൻ ഇൻ മീററ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ പറയുന്ന മീററ്റ് എന്ന് പറയുന്ന സ്ഥലത്ത്, മീററ്റ് എന്ന് പറയുമ്പോൾ ബോംബെ, കൽക്കട്ട, ഡൽഹി, ചെന്നൈ അല്ലല്ലോ. അപ്പം 40% HRയുടെ ലിമിറ്റിൽ നമ്മൾ എടുക്കുമ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിൽ എടുക്കേണ്ടത്. HRയുടെ എക്സംഷൻ കണ്ടുപിടിക്കണം. പക്ഷേ ഡിഫോൾട്ട് ആണെങ്കിൽ കിട്ടൂല, ഓപ്റ്റ് ഔട്ട് ആണെങ്കിൽ എക്സംഷൻ കിട്ടും. അറിയാമല്ലോ, അലവൻസുകളിൽ ഡിഫോൾട്ട് ആണെങ്കിൽ ട്രാവലിംഗ്, കൺവെയൻസ്, ഡെയിലി, പിന്നെ മറ്റേ ട്രാൻസ്പോർട്ട് അലവൻസ് ഫോർ ഓർത്തോപെഡിക്കലി ഹാൻഡിക്യാപ്ഡ്, ഈ 4 അലവൻസിന് എക്സംഷൻ ഉള്ളൂ ഡിഫോൾട്ടിൽ, വേറെ ഒരു അലവൻസിന് എക്സംഷൻ ഇല്ല. അപ്പോൾ ഇത് ഓപ്റ്റ് ഔട്ട് ആണെങ്കിൽ HRയുടെ എക്സംഷൻ കണ്ടുപിടിക്കണം. HRയുടെ എക്സംഷൻ നമുക്കറിയാം, ആക്ച്വൽ റെന്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി ഫോർ ദ റിലവൻറ്റ് പീരീഡ് സ്റ്റെപ്പ് 1, 40% of salary for the relevant period step 2, HR actually received least exemption under section 10 subsection 13A, അത് വാങ്ങിക്കണം. അതിന് വേണ്ടിയുള്ളതാണ് ഇത് തന്നിരിക്കുന്നത്. അപ്പോൾ അത് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യണം, എക്സംഷൻ ക്ലെയിം ചെയ്യണം. ഓപ്റ്റ് ഔട്ട് ആണെങ്കിൽ, ഡിഫോൾട്ട് ആണെങ്കിൽ വേണ്ട, മൊത്തം ടാക്സബിൾ ആവും. കൺവെയൻസ് അലവൻസ് ഓഫ് 1500 പെർ മന്ത് ബൈ ദ കമ്പനി ടുവേർഡ്സ് ആക്ച്വൽ റീഇംബേഴ്സ്മെന്റ്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആക്ച്വൽ റീഇംബേഴ്സ്മെന്റ് നമ്മൾ പഠിക്കുന്ന അലവൻസിനകത്ത് ആക്ച്വൽ എക്സ്പെൻഡിച്ചറിനെ ബേസ് ചെയ്ത് എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്ന അലവൻസിൽ പെടുന്നതാണ് കൺവെയൻസ്. അത് ഏതൊക്കെയാണ്? ട്രാവലിംഗ്, കൺവെയൻസ്, ഡെയിലി, ഹെൽപ്പർ, റിസർച്ച്, യൂണിഫോം, റിസർച്ച്, ഹെൽപ്പർ, ഡെയിലി, കൺവെയൻസ്, ട്രാവലിംഗ്. ഈ ട്രാവലിംഗ്, കൺവെയൻസ്, ഡെയിലി, ഹെൽപ്പർ, റിസർച്ച്, യൂണിഫോമിന്റെ കേസിൽ ആക്ച്വൽ എക്സ്പെൻസ് സ്പെൻഡ് ചെയ്ത് എക്സംഷൻ വാങ്ങിക്കാമല്ലോ. ഇത് കൺവെയൻസ് അല്ലേ, മൊത്തം ടുവേർഡ്സ് ആക്ച്വൽ റീഇംബേഴ്സ്മെന്റ് എന്നല്ലേ പറയണേ. ഫുൾ എക്സംഷൻ 1500 × 12 ആക്ച്വൽ അലവൻസ്, അത് മൊത്തം എക്സംഷൻ. ലോൺ ഓഫ് റുപ്പീസ് 2 ലക്ഷം വാസ് ടേക്കൺ ഫ്രം ദ എംപ്ലോയർ ഓൺ 1/7/2023 ഫോർ മെഡിക്കൽ 1/7/2023 നമ്മുടെ ഇയറിൽ ലോൺ എടുത്തു. എന്തിനാ? എംപ്ലോയറിൽ നിന്ന്. എന്തിനാ എടുത്തേ? ഫോർ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ഹിസ് ബ്രദർ ഫോർ ട്യൂബർകുലോസിസ് ട്രീറ്റ്മെന്റ്. ദാറ്റ് ഈസ് എ സ്പെസിഫൈഡ് ഡിസീസ്. ക്യാൻസർ, എയ്ഡ്സ്, പാർക്കിൻസൺസ്, റീനൽ ഫെയിലുവർ, TB എന്നൊക്കെ പറയുന്നത് ഒരു സ്പെസിഫൈഡ് ഡിസീസാണ്. ഇൻട്രസ്റ്റ് ചാർജ് ഓൺ സച്ച് ലോൺ ഈസ് 5%. എൻറ്റയർ ലോൺ ഈസ് ഔട്ട്സ്റ്റാൻഡിങ്. മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ല. SBIയുടെ റേറ്റ് ഇൻട്രസ്റ്റ് 11%. ആക്ച്വലി ഇവർ ഉദ്ദേശിക്കുന്നത് ഇൻട്രസ്റ്റ് ഫ്രീ ഓർ കൺസെഷണൽ ലോൺ എന്ന് പറയുന്ന അഡ്ജസ്റ്റ്മെന്റ് ആണ്. അതിൽ നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്? ഇഫ് ദ ലോൺ ഹാസ് ബീൻ ഗിവൺ ബൈ ദ എംപ്ലോയർ ഫോർ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് എംപ്ലോയി ഓർ എംപ്ലോയീസ് റിലേറ്റീവ്സ് ഫോർ സ്പെസിഫൈഡ് ഡിസീസിന്റെ ട്രീറ്റ്മെന്റിന് ലോൺ കൊടുത്താൽ ഇറ്റ് ഈസ് നോട്ട് എ ടാക്സബിൾ പെർക്വിസിറ്റ്. മറ്റൊരു എക്സെപ്ഷൻ പറഞ്ഞിരിക്കുന്നത് ആഗ്രിഗേറ്റ് എമൗണ്ട് ഓഫ് ലോൺ ഗ്രാൻഡഡ് ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ഡസ് നോട്ട് എക്സീഡ് 20,000. അപ്പോഴും വേണ്ടെന്നാണ്. അപ്പോൾ ഇതൊരു എക്സാംഡഡ് പെർക്വിസിറ്റ് ആണ്. ഒന്നും ചെയ്യേണ്ട, നോട്ട് കൊടുത്താൽ മതി. ഹിയർ ദ ലോൺ ഹാസ് ബീൻ ഗ്രാൻഡഡ് ഫോർ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് സ്പെസിഫൈഡ് ഡിസീസ് ഓഫ് എംപ്ലോയീസ് ഫാമിലി മെമ്പർ. സോ ദിസ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഈസ് നോട്ട് ടാക്സബിൾ. അതേസമയം ഇത് മറ്റെന്തെങ്കിലും പർപ്പസ് ആയിരുന്നെങ്കിൽ 11%, 5% നമ്മൾ വ്യത്യാസം എടുത്തിട്ട് നമ്മൾ ഈ പറഞ്ഞ ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് പുറത്ത് അപ്ലൈ ചെയ്ത് ഇൻട്രസ്റ്റ് എടുത്ത് ടാക്സ് ചെയ്യും. ഇൻട്രസ്റ്റ് ഫ്രീ ഓർ കൺസെഷണൽ ലോൺ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇത് പെർക്വിസിറ്റ് ആണ്. അപ്പോൾ ഈ പെർക്വിസിറ്റ് പക്ഷേ എക്സംപ്റ്റഡ് ആണ്, ടാക്സബിൾ അല്ല. അതിപ്പോൾ ഡിഫോൾട്ട് ആയാലും ഓപ്റ്റ് ഔട്ട് ആയാലും എക്സംഷൻ തന്നെ.
Free education was provided to the sister of Mr. Anshul in a school maintained and owned by the company. The cost of such education facilities computed at rupees 9,000 per month. No amount was recovered by the company for such education facility from Anshul. അപ്പോൾ ഇവിടെ സ്കൂൾ ഓൺഡ് ആൻഡ് മെയിൻറ്റൈൻഡ് ബൈ ദ കമ്പനിയാണ്. കോസ്റ്റ് ഓഫ് സച്ച് എഡ്യൂക്കേഷൻ ഫെസിലിറ്റി കമ്പ്യൂട്ടഡ് 900 പെർ മന്ത് എന്നാണ്. 900 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1000 രൂപയിൽ താഴെയാണ്. അപ്പോൾ ഇവിടെ എംപ്ലോയറുടെ സ്വന്തം സ്കൂളിൽ എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എംപ്ലോയിയുടെ കുട്ടികളാണ് പഠിക്കുന്നതെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് 1000 എക്സീഡ് ചെയ്യാതിരുന്നാൽ എക്സംഷൻ വാങ്ങിക്കാമെന്നാണ്. ചിൽഡ്രൻ ഓഫ് എംപ്ലോയി പഠിച്ചാൽ. മറ്റേതെങ്കിലും ഫാമിലി മെമ്പർ പഠിച്ചാൽ എക്സംഷൻ ഇല്ല, മൊത്തം ടാക്സ് ചെയ്യും. ഇതാ ഇവിടെ കണ്ടോ, കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ 900 എന്ന് പറയുന്നില്ല, അത് മൊത്തം ടാക്സ് ചെയ്യും. കാരണം സിസ്റ്ററാണ് പഠിക്കണേ, കുട്ടിയല്ല. സോ 900 × 12 ടാക്സബിൾ. 900 × 12 എഡ്യൂക്കേഷൻ ഫെസിലിറ്റി ടാക്സബിൾ. റീസൺ സിസ്റ്റർ ആയതുകൊണ്ടാണ്. കുട്ടികളായിരുന്നെങ്കിൽ എക്സംപ്റ്റ് ചെയ്തേനെ, കാരണം 1000 രൂപ താഴെയാണെങ്കിൽ കുട്ടികൾ ആ സ്കൂളിൽ പഠിച്ച എക്സംഷനാണ്. ഇത് 900 ആയാണ്, പക്ഷേ സിസ്റ്ററാണ് ടാക്സബിൾ മൊത്തം. ലീവ് ട്രാവൽ കൺസെഷൻ ഗിവൺ ടു അൻഷുൽ, ഹിസ് വൈഫ് ആൻഡ് 3 children. 1 daughter aged 6 and twin sons aged 4. Cost of air tickets economy class reimbursed by the employer 20,000 for adult and lump sum 25,000 for 3 children. Anshul is eligible for availing exemption this year to the extent it is permissible under the Income Tax Act 1961. നമ്മൾ LTC പഠിച്ചിട്ടുള്ളില്ലേ, 4 വർഷത്തിനിടയ്ക്ക് 2 യാത്ര ഇന്ത്യക്കകത്ത് പെർഫോം ചെയ്ത് എക്സംഷൻ വാങ്ങിക്കാന്നില്ലേ പറഞ്ഞിരിക്കണേ. ഇവിടെ പ്രത്യേകിച്ചൊന്നും പറയാത്തതുകൊണ്ട് ഇന്ത്യക്കകത്ത് ട്രിപ്പ് പോയതായിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. എക്കണോമി ക്ലാസ്സിലാണ് പോയിരിക്കുന്നത്, അപ്പോൾ അതും ഓക്കെയാണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് 1/10/1998 ശേഷം ജനിച്ച 2 കുട്ടികൾക്ക് എക്സംഷൻ തരുള്ളൂ. പക്ഷെ അതിനൊരു എക്സംഷൻ ഉണ്ട്. ആദ്യത്തെ ഡെലിവറിയിൽ സിംഗിൾ ചൈൽഡും പിന്നെ മൾട്ടിപ്പിൾ ബർത്തും ആണെങ്കിൽ കുഴപ്പമില്ല. 3 കുട്ടികൾക്ക് എക്സംഷൻ എടുത്തോളാനല്ലേ പറയണേ. ഇവിടെ മൂത്ത കുട്ടി സിംഗിൾ അല്ലേ, 6 വയസ്സല്ലേ. ഇളയ 2 കുട്ടികളല്ലേ ഇരട്ട, അപ്പോൾ കുഴപ്പമില്ല, 3 കുട്ടികൾക്ക് എക്സംഷൻ കിട്ടും. സോ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി എക്സംപ്റ്റഡ് ആസ് പെർ സെക്ഷൻ 10 സബ്സെക്ഷൻ 5. പക്ഷേ സെക്ഷൻ 10 സബ്സെക്ഷൻ 5 എക്സംപ്ഷൻ കിട്ടണമെങ്കിൽ എംപ്ലോയി എന്താണ്, ഓപ്റ്റ് ഔട്ട് ഫ്രം ഡിഫോൾട്ട് ടാക്സ് റെജിം ആയിരിക്കണേ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ പറയണേ, ഷിഫ്റ്റഡ് ഔട്ട് ഓഫ് ദ ഡിഫോൾട്ട് ടാക്സ് റെജിം എന്നാണ് പറയുന്നത്. അപ്പോൾ അടിപൊളി, അപ്പോൾ എക്സംപ്ഷൻ വാങ്ങിക്കാം. മേളിൽ പറഞ്ഞ അലവൻസുകളുടെ എല്ലാം എക്സംപ്ഷൻ വാങ്ങിക്കാം. അപ്പോൾ സെക്ഷൻ 10 സബ്സെക്ഷൻ 5 പ്രകാരം ഇത് മൊത്തം എക്സംപ്റ്റഡ് ആണ്, ഇതിലൊന്നും ചെയ്യാനില്ല. ഈ 8ാമത്തെ പോയിന്റിൽ LTC മൊത്തം എക്സംപ്റ്റഡ് ആണ്, എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആണ്. ബ്രീഫായിട്ട് നോട്ട് എഴുതണം. എക്കണോമിക് ക്ലാസ് ആണ്. പിന്നെ കുട്ടികളുടെ കണ്ടീഷൻ ആ ട്വിൻ എന്നുള്ള ആ പോയിന്റ് അത് എഴുതണം. അത് എക്സംഷൻ അവൈലബിൾ ആണ്. 10 സബ്സെക്ഷൻ 5 എക്സംഷൻ കിട്ടും. എഡ്യൂക്കേഷൻ്റെ കേസിൽ മൊത്തം ടാക്സബിൾ ആണ്. മെഡിക്കൽ ഫെസിലിറ്റി, ഇൻട്രസ്റ്റ് ഓൺ ലോൺ, കൺസെഷണൽ ലോൺ മൊത്തം എക്സംപ്റ്റ് ആണ്, കാരണം സ്പെസിഫിക് ഡിസീസിന് ട്രീറ്റ്മെന്റ് ആണ്. കൺവെയൻസ് അലവൻസ് മൊത്തം എക്സംപ്റ്റ് ആണ്, കാരണം മൊത്തം സ്പെൻഡ് ചെയ്തു. HR എക്സംപ്ഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ബാക്കി എടുക്കണം. പ്രൊഫഷണൽ ടാക്സ് 1800 ഗ്രോസ് സാലറി കാണിച്ചിട്ട് മൊത്തം 2200 സെക്ഷൻ 16 ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. RPF 12% മുതലുള്ള എക്സസ് കാൽക്കുലേറ്റ് ചെയ്ത് അത് ടാക്സ് ചെയ്യണം. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് മൊത്തം ടാക്സബിൾ. പിന്നെ DA എടുക്കണം, ബേസിക് എടുക്കണം. ഇത്രയാകുമ്പോൾ നമ്മുടെ ഇൻകം ഫ്രം ഗ്രോസ് സാലറി കിട്ടും. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 കുറയ്ക്കണം. പ്രൊഫഷണൽ ടാക്സ് പെയ്ഡ് കുറയ്ക്കണം. പിന്നെ എന്താണ് കുറയ്ക്കേണ്ടത്, ഈ 2 ഉള്ളൂ കുറയ്ക്കാൻ. അപ്പോൾ ഇൻകം ഫ്രം സാലറി കിട്ടും. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. സോ വി ക്യാൻ ഡിസ്കസ് ദ സൊല്യൂഷൻ. ജസ്റ്റ് അവർ തന്നെ ചെയ്തിട്ടുണ്ട്, നമുക്ക് വേണമെങ്കിൽ ആൻസർ ഒന്ന് നോക്കി വയ്ക്കാം. ബേസിക് സാലറി 8 മാസത്തേക്ക് 75,000, 4 മാസത്തേക്ക് 85,000. കറക്റ്റ്. DA ബേസിക്കിൻ്റെ പകുതിയാണ് DA. ഓക്കെ, അത് എടുത്തു. എംപ്ലോയറുടെ ആക്ച്വൽ കോൺട്രിബ്യൂഷൻ 18% ഓഫ് ബേസിക് എന്ന് പറഞ്ഞാൽ 169,200. പക്ഷെ നമ്മുടെ ലിമിറ്റ് ബേസിക് പ്ലസ് DA ഫോമിംഗ് പാർട്ട് ഓഫ് സാലറിയുടെ 12% എടുക്കുമ്പം 135,360 വരും. അപ്പോൾ എക്സസ് 33,840, ദാറ്റ് ഈസ് ടാക്സബിൾ. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് മൊത്തം ടാക്സബിൾ. കൺവെയൻസ് അലവൻസ് ആക്ച്വലി സ്പെൻഡ് ചെയ്തുകൊണ്ട് മൊത്തം എക്സംപ്റ്റ് ചെയ്തു. HRയുടെ എക്സംഷൻ നമ്മൾ കണ്ടുപിടിച്ചു. പിന്നെ ബോംബെയോ കൽക്കട്ടയോ ഡൽഹിയോ ചെന്നൈ ആണെങ്കിൽ മാത്രമേ 50% സെക്കൻഡ് സ്റ്റെപ്പിൽ എടുക്കാവൂ. ഇതിപ്പോൾ മീററ്റാണ്, അതുകൊണ്ടാണ് 40% ഓഫ് സാലറി എടുത്തിരിക്കുന്നത്. ഇവിടുത്തെ HRയുടെ ശമ്പളം എന്ന് പറഞ്ഞാൽ എന്താ, ബേസിക് പ്ലസ് DA ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി പ്ലസ് പെർസെൻറ്റേജ് കമ്മീഷൻ. ക്വസ്റ്റ്യനിൽ പെർസെൻറ്റേജ് കമ്മീഷൻ ഇല്ല, അപ്പോൾ ബേസിക് പ്ലസ് DA ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി അത് കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. റെൻറ്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ HR റിസീവ്ഡ് 192, 40% ഓഫ് സാലറി. ലീസ്റ്റ് റെൻറ്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറിയാണ്. ആ 91,200 എക്സംഷൻ കുറച്ചു 1013, ബാക്കി ടാക്സ് ചെയ്തു. ദാറ്റ് ഈസ് കറക്റ്റ്. പെർക്യൂസിറ്റിൽ പ്രൊഫഷണൽ ടാക്സ് എംപ്ലോയർ അടച്ചു കൊടുത്ത് 1,800 ഇവിടെ എടുത്തു. താഴെ മൊത്തം 2,200 കുറയ്ക്കാം. ഇൻട്രസ്റ്റ് ഓൺ ലോൺ സ്പെസിഫൈഡ് ഡിസീസിൻ്റെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ആണ് ടാക്സബിൾ അല്ല. എഡ്യൂക്കേഷൻ ഫെസിലിറ്റി സിസ്റ്റർ ആയിട്ട് മൊത്തം ടാക്സ് ചെയ്തു. LTC നമ്മൾ മൊത്തം എക്സംപ്റ്റ് ചെയ്തു. അവിടുത്തെ നോട്ട് അവിടെ തന്നെ കാണിച്ചു. ഗ്രോസ് സാലറി കിട്ടി. സെക്ഷൻ 16 ഡിഡക്ഷൻ കുറച്ചു. പിന്നെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 എടുത്തു. പ്രൊഫഷണൽ ടാക്സ് 2,200 കുറച്ചു. ടാക്സബിൾ സാലറി 15,15,040. ഇറ്റ്സ് ആക്ച്വലി വെരി സിമ്പിൾ, നോ ദാറ്റ് മച്ച് കോംപ്ലിക്കേഷൻസ്. ഇറ്റ് ഈസ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ ആക്ച്വലി. I think it is clear, right? I think you have no doubts. അടുത്ത
എട്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. കരൺ, എ റെസിഡന്റ്, ഏജ് 50, ഫർണിഷസ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഫോർ ദ ഇയർ എൻഡഡ് 31 മാർച്ച് 2024. സാലറി ഗ്രോസ് 2,75,000. ഓക്കെ, ഗ്രോസ് സാലറി എന്നാണേ പറയണേ. അതിൻ്റെ അർത്ഥം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറച്ചിട്ടില്ലെന്നാണേ. ഗ്രോസ് എന്ന് പറഞ്ഞാൽ ഡിഡക്ഷൻ കുറച്ചിട്ടില്ല, 2,75. അപ്പം നമ്മൾ എന്തായാലും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 കുറയ്ക്കണം, എന്നാലും കറക്റ്റ് ആവും. 2,25 കറക്റ്റായിട്ട് കിട്ടും. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറയ്ക്കണം. ഇൻകം ഫ്രം ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടി, ഓക്കെ, നഷ്ടമാണ് കേട്ടോ. 2,80,000 നഷ്ടമാണേ. ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടിയിൽ ലോസ് ആണേ, ലെറ്റ് ഔട്ട് ചെയ്യുന്നു. സെൽഫ് ഓക്കുപ്പൈഡ്, അത് പിന്നെ എന്തായിരിക്കും, ലോസ് ആയിരിക്കുമല്ലോ, അതും ലോസ് ആണ്. അത് മനസ്സിലാക്കിക്കോണേ. അവിടെ ബ്രാക്കറ്റ് ഇട്ടില്ലെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് എടുത്തുകളയല്ലേ. സെൽഫ് ഓക്കുപ്പൈഡിന് എപ്പോഴും ലോസ് അല്ലേ. 1,20 അത് ലോസാണ് കേട്ടോ. ഇൻകം ഫ്രം സെയിൽ ഓഫ് റബ്ബർ പ്രോഡക്റ്റ് ഫ്രം റബ്ബർ പ്ലാന്റ്, നമുക്കറിയാം ഈ റബ്ബറിൻ്റെ കേസിൽ എന്താ പ്രത്യേകത. ഗ്രോയിങ് ആൻഡ് മാനുഫാക്ചറിങ് റബ്ബർ ആണെങ്കിൽ ടോട്ടൽ പ്രോഫിറ്റിൻ്റെ 65% അഗ്രികൾച്ചറാണ്, 35% മാത്രമേ ബിസിനസ് ഉള്ളൂ. അതുകൊണ്ട് ഈ 2,00,000-ൻ്റെ 65% അഗ്രികൾച്ചർ ഇൻകം എക്സം അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 1, ബാക്കി 35% എടുക്കാവും കേട്ടോ. 65% അഗ്രികൾച്ചർ ആണേ. ഇത് ഗ്രോയിങ് ആൻഡ് മാനുഫാക്ചറിങ് റബ്ബർ ആണേ. ബിസിനസ് ഇൻകം റീറ്റെയിൽ ബിസിനസ് 1,20. ഓക്കെ, ബിസിനസ് ഇൻകം ഹോൾസെയിൽ ബിസിനസ് നഷ്ടമാണ് 1,00,000. ബ്രോഡ് ഫോർവേഡ് ബിസിനസ് ലോസ്. അപ്പോൾ PGP-യിൽ കുറേ ഇഷ്യൂസ് ഉണ്ട്. PGP-യിൽ കുറേ ഇഷ്യൂസ് ഉണ്ട്. ഇത് ആദ്യം സാലറി ഹൗസ് പ്രോപ്പർട്ടി ആണേ, അത് കഴിഞ്ഞ് നേരെ PGP ആയേ. PGP-യിൽ റബ്ബർ പ്ലാന്റിൻ്റെ അതിൻ്റെ 35% എടുക്കണം, 2,00,000-ൻ്റെ 35% എടുക്കണം. റീറ്റെയിൽ ബിസിനസ്സിന് 1,20 ഓൾറെഡി ഇൻകം ഉണ്ട്. ഹോൾസെയിലിൽ നഷ്ടമാണ്. പിന്നെ ബിസിനസ്സിൽ തന്നെ ബ്രോഡ് ഫോർവേഡ് ബിസിനസ് ലോസ് 1,35 ഉണ്ട്. പിന്നെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടൊന്നും ഇല്ല, താഴോട്ടില്ല. ഓക്കെ, അപ്പോൾ ബിസിനസ്സിൻ്റെ സെറ്റ് ഓഫ് പറയുമ്പോഴേ സെറ്റ് ഓഫ് വരുമല്ലോ ഇവിടെ. അപ്പോൾ ബിസിനസ്സിൻ്റെ സെറ്റ് ഓഫ് ചെയ്യണം. നമുക്ക് ലാസ്റ്റ് നോക്കാം, എന്തായാലും ഞാൻ പറയാം. അടുത്ത ഡിവിഡൻഡ് ഇന്ത്യൻ കമ്പനിയുടെ നിന്ന് കിട്ടിയിട്ടുണ്ട് 13,500 രൂപ. ആ കമ്പനി അഗ്രികൾച്ചർ ഓപ്പറേഷൻ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. കമ്പനി അഗ്രികൾച്ചർ ഓപ്പറേഷൻ കൃഷി ചെയ്തു എന്നും പറഞ്ഞ് ആ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡ് കൃഷി വരുമാനം ആവില്ല. കൃഷി വരുമാനമാണ് നീ കൃഷി ചെയ്യണം. അല്ല, കൃഷി ചെയ്യണ കമ്പനിയുടെ ഷെയറിലിട്ടിട്ട് ഡിവിഡൻഡ് കിട്ടും കൃഷി എന്ന് പറയില്ല. ഇത് ടാക്സബിൾ. IFOS ഡിവിഡൻഡ് റിസീവ്ഡ് ഫ്രം ABC ലിമിറ്റഡ് എന്നാണ് പറയുന്നത്. ഈ ഡിവിഡൻഡ് റിസീവ്ഡ് എന്ന് പറയുകയും അതിനകത്ത് 13,500 തരികയും ചെയ്യുമ്പം അതിനകത്തൊരു ലോജിക്ക് വരുന്നത്, റിസീവ്ഡ് എന്ന് പറയുമ്പോൾ നോർമലി TDS കട്ട് ചെയ്തിട്ടായിരിക്കും കിട്ടുക ഡിവിഡൻഡ് റിസീവ്ഡ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ 13,500 രൂപ നെറ്റ് ഓഫ് TDS ആണ്. സെക്ഷൻ 194 പ്രകാരം 10% TDS കട്ടിയിട്ട് കിട്ടിയായിരിക്കും കിട്ടിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ 13,500 എന്ന് പറഞ്ഞാൽ 90% എടുക്കുന്നതാണ് ശരി. 13,500 ഡിവൈഡ് ബൈ 90 × 100 എടുത്തു കഴിഞ്ഞാൽ ശരിക്കും ഡിവിഡൻഡ് 15,000 രൂപയാണ്. 1,500 രൂപ TDS കട്ടിയിട്ട് ബാക്കി കിട്ടിയതാണ് ഈ 13,500. IFOSൽ ഇൻകം എടുക്കുമ്പം എൻ്റെ അഭിപ്രായത്തിൽ 15,000 എടുക്കണം. അവരങ്ങനെ ആയിരിക്കും ചെയ്തിരിക്കണേ. ഞാൻ പറഞ്ഞതാണ്, ഡിവിഡൻഡ് റിസീവ്ഡ് എന്നുള്ള വേർഡ് വരുന്നത് കൊണ്ടാണ് അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. റിസീവ്ഡ് കയ്യിൽ കിട്ടിയതെന്നാണ് അർത്ഥം. അപ്പോൾ നെറ്റേ കിട്ടൂ. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഫ്രം സെയിൽ ഓഫ് ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസ് STT പെയ്ഡ് ഓൺ സെയിൽ ആൻഡ് പർച്ചേസ് ഓഫ് ഷെയർസ്. അറിയായിരിക്കും, വാങ്ങിച്ചപ്പോഴും വിറ്റപ്പോഴും STT അടയ്ക്കുന്ന ലോങ് ടൈം ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞാൽ അണ്ടർ സെക്ഷൻ 112A ആണ്. സെക്ഷൻ 112A പ്രകാരം അപ് ടു 1 lakh നിൽ ബാക്കിക്ക് 10%. മാത്രമല്ല 112Aയുടെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് സെക്ഷൻ 87A റിബേറ്റ് കിട്ടില്ല. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഓൺ സെയിൽ ഓഫ് ഷെയർസ്, അത് നമ്മുടെ പിന്നെ ലോസ് ആണ് കേട്ടോ. ലോസ് ആണ് തന്നിരിക്കുന്നത് 1,10,000. ഈ ക്യാപിറ്റൽ ലോസിൻ്റെ പ്രത്യേകത ഉണ്ട്. ഈ ക്യാപിറ്റൽ ലോസ് ക്യാപിറ്റൽ ഗെയിനോടെ മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റൂ. ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനോടെ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ആണ്. അതുകൊണ്ട് ഈ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് 1,10,000 എടുത്ത് ഈ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 2,00,000 സെറ്റ് ഓഫ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ലോട്ടറി വിന്നിംഗ് ഗ്രോസ് ആണ്, അത് ഗ്രോസ് ആണ് 45,000. അതർ സോഴ്സിലപ്പോൾ ഒരു ഇൻകം കൂടെ വന്നു, ഡിവിഡൻഡ് ലോട്ടറി. പിന്നെ കോൺട്രിബ്യൂഷൻ ടു പ്രൊവിഡൻറ്റ് ഫണ്ട് ആൻഡ് NSC അത് 80C ആണ്, 1.5. ഇൻകം ഓഫ് മൈനർസ് ആൻഡ് രാജു ഫ്രം സ്പെഷ്യൽ ടാലൻറ്റ്. സ്പെഷ്യൽ ടാലൻറ്റ് മൈനർ ക്ലബ് ചെയ്യണ്ടല്ലോ. മൈനറിന് ടാലൻറ്റ് കൊണ്ട് കിട്ടുന്ന ഇൻകം അച്ഛൻ്റെ ഇടയിൽ ക്ലബ് ചെയ്യണ്ട, അമ്മയുടെ ഇടയിൽ ക്ലബ് ചെയ്യണ്ട. അതുകൊണ്ട് ഈ 150 നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ഇത് മൈനറിൻ്റെ ഇൻകം. ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക് റിസീവ്ഡ് ബൈ രാജു ഓൺ ഡെപ്പോസിറ്റ് മെയ്ഡ് ഔട്ട് ഓഫ് ദി സ്പെഷ്യൽ ടാലൻറ്റ്. ഈ ടാലൻറ്റ് കിട്ടിയ 1,50,000 കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ഇട്ട് അതിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടുന്നു, അത് ക്ലബ് ചെയ്യണം. അപ്പോൾ ഈ 10,000 IFOSൽ ക്ലബ് ചെയ്യും. പക്ഷേ ഈ പറയുന്ന ഡിഫോൾട്ട് ടാക്സ് റെജിം ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. 1032 ഓപ്റ്റ് ഔട്ട് ആണെങ്കിൽ സെക്ഷൻ 10 സബ്സെക്ഷൻ 32 പ്രകാരം മൈനറിൻ്റെ ഇൻകം ക്ലബ്ബ് ചെയ്യുന്ന സമയത്ത് 1,500 രൂപ പെർ മൈനർ ചൈൽഡ് എക്സംഷൻ വാങ്ങിക്കാൻ പറ്റും. ഇവിടെ ഇത് മൈനർ ചൈൽഡിൻ്റെ ഇൻട്രസ്റ്റ് ആണ് ക്ലബ് ചെയ്യണം. പക്ഷേ ക്വസ്റ്റ്യൻ്റെ താഴെ പറയുന്നുണ്ട് അണ്ടർ ഡിഫോൾട്ട് ടാക്സ് റെജിം അസ്യൂമിങ് ഹിസ് വൈഫ് ഡസ് നോട്ട് ഏൺ എനി ഇൻകം. അപ്പോൾ ഡിഫോൾട്ട് എന്ന് പറഞ്ഞത് കൊണ്ട് ഇവിടെ നമുക്ക് 1032ൻ്റെ എക്സംഷൻ കിട്ടൂല. അപ്പോൾ ഈ 10,000 രൂപയും IFOSൽ എടുക്കേണ്ടി വരും. 10,000 IFOSൽ എടുക്കണം. എന്താണ് ചോദ്യം? ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കാനാണ്. വൈഫിന് വേറെ ഇൻകം ഇല്ലെന്നാണ് പറയുന്നത്. ആ പറയുന്നതിൻ്റെ റിലവൻസ് എന്താണ്? വൈഫിന് ഇൻകം ഉണ്ടെന്ന് പറഞ്ഞാലുള്ള കുഴപ്പം
മൈനറിൻ്റെ ഇൻകം ക്ലബ് ചെയ്യുന്ന സമയത്ത് അച്ഛൻ ഓർ അമ്മ ഇവരുടെ ആരുടെ ഇൻകം ആണോ ഹയർ അതിനോടൊപ്പം മൈനറിൻ്റെ ഇൻകം ക്ലബ്ബ് ചെയ്യണമെന്നല്ലേ റൂള്. അപ്പോൾ ഇവിടെ അമ്മയ്ക്ക് ഇൻകം ഇല്ല എന്ന് പറയുമ്പോൾ അച്ഛന് മാത്രമേ ഇൻകം ഉള്ളൂ, അപ്പോൾ അച്ഛൻ്റെ അവിടെ ക്ലബ്ബ് ചെയ്യണം. അതിന് വേണ്ടിയാണ് ആ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ശ്രദ്ധിക്കണം, 1032 എക്സംഷൻ 1500 ക്ലെയിം ചെയ്യരുത് ഡിഫോൾട്ട് ആയതുകൊണ്ട്. ശരി, അപ്പോൾ 115 BSc ഡിഫോൾട്ട് ടാക്സ് റെജിം ആണെന്ന് മനസ്സിലാക്കണം. ഇനി എങ്ങനെ ഈ പ്രോബ്ലം ചെയ്യും? ഞാൻ തുടക്കം തൊട്ട് അങ്ങോട്ട് പറയുക. ഇതേ നോക്കിയ സാലറി ഗ്രോസ്. ആദ്യമേ തന്നെ സാലറി 50,000 രൂപ നമ്മൾ എന്ത് കുറയ്ക്കണം? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 കുറയ്ക്കണം. അപ്പോൾ 50,000 കുറച്ചിട്ട് വരുമ്പോൾ ബാക്കി സാലറി 2,25,000 രൂപയായിട്ട് മാറും. കാരണം ഓപ്റ്റ് ഔട്ട് ആയാലും ഡിഫോൾട്ട് ആയാലും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കിട്ടുമല്ലോ. അപ്പോൾ 2,25,000. ലെറ്റ് ഔട്ട് ഹൗസിൽ നിന്ന് ലോസ് ആണ്, സെൽഫ് ഓക്കുപ്പൈഡ് ഉണ്ട്. നമുക്കറിയാം ഒരിക്കലും 115 BSc ഡിഫോൾട്ട് ടാക്സ് റെജിമിലുള്ളവർക്ക് സെൽഫ് ഓക്കുപ്പൈഡ് എന്നുള്ള കൺസെപ്റ്റേ ഇല്ല, അത് തരൂല. അപ്പോൾ അതില്ല, അത് പോയി, അത് കിട്ടൂല. ഓർമ്മയുണ്ടായിരിക്കും പഠിച്ചത്. ഇനി സെൽഫ് ഓക്കുപ്പൈഡ് കിട്ടത്തില്ല, ലെറ്റ് ഔട്ടിൽ നഷ്ടമാണ്. അവിടെയുണ്ടൊരു കുഴപ്പം. സെക്ഷൻ 115 BSc ഡിഫോൾട്ട് ടാക്സ് റെജിമിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഹെഡിലെ നഷ്ടം വേറെ ഒരു ഹെഡുമായിട്ടും സെറ്റ് ഓഫ് ചെയ്യാൻ സമ്മതിക്കില്ലെന്ന്. ഓപ്റ്റ് ഔട്ട് ആയിരുന്നെങ്കിൽ നമുക്ക് ഇതിനടുത്ത് സാലറിയിലൂടെ മാക്സിമം 2 ലക്ഷം വരെ സെറ്റ് ഓഫ് ചെയ്യായിരുന്നു. പക്ഷേ ഡിഫോൾട്ട് ടാക്സ് റെജിം ആണെങ്കിൽ പറ്റൂലടേ. അപ്പോൾ ഇതും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഇത് ക്യാരി ഓവർ ചെയ്യാനേ പറ്റുള്ളൂ. ഇത് ക്യാരി ഓവർ ചെയ്യുക, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങോട്ട് കയറി സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റൂല, ക്യാരി ഓവർ ചെയ്യുക. അപ്പോൾ സാലറി 2,25,000 അതുപോലെ തന്നെ അവിടെ നിർത്തിയേ പറ്റുള്ളൂ കേട്ടോ. ഇത് രണ്ടും പറ്റില്ല. പോയിന്റ് ഓർത്തോണേ, ഡിഫോൾട്ടാണേ. ഈ 2 ലക്ഷത്തിൻ്റെ 35% മാത്രം എടുത്താൽ മതി. 2 ലക്ഷത്തിൻ്റെ 35% എന്ന് പറയുമ്പം 2 ലക്ഷത്തിൻ്റെ 35% എന്ന് പറയുമ്പം എത്ര വരും? 70,000 രൂപ വരും. ഇവിടെ 70,000 രൂപ എടുക്കണം. അത് കറണ്ട് ഇയർ ഇൻകം ആണ്. പിന്നെ റീറ്റെയിൽ ബിസിനസ്സും കറണ്ട് ഇയർ ഇൻകം ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 1,90,000 രൂപയായി. ആ 190ൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഈ 1 ലക്ഷം സെറ്റ് ഓഫ് ചെയ്യണം. ഈ 190ൻ്റെ ഇതങ്ങ് സെറ്റ് ഓഫ് ചെയ്യണം. അപ്പോൾ 190 നിന്ന് 1 ലക്ഷം സെറ്റ് ഓഫ് ചെയ്താൽ ബാക്കി 90,000 ആവും. ആ ബാക്കി 90,000 എടുത്ത് ഈ 135 സെറ്റ് ഓഫ് ചെയ്യണം. ലോസ്, ബ്രോഡ് ഫോർവേഡ് ലോസ് അല്ലേ? ബാക്കി മിച്ചം ലോസ് വരും. 135 നിന്ന് 90,000 പോയി കഴിഞ്ഞാൽ ബാക്കി വീണ്ടും ബ്രോഡ് ഫോർവേഡ് 40,000 വരും. ഇതിൻ്റെ ബാക്കി 40,000 പിടിച്ച് ക്യാരി ഫോർവേഡ് ചെയ്യുക അല്ലാതെ വേറെ നിവൃത്തിയില്ല. കാരണം ബ്രോഡ് ഫോർവേഡ് ലോസ് ആയതുകൊണ്ട് വേറെ ഒരു ഹെഡിനോട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ലല്ലോ. കറണ്ട് ഇയർ ലോസ് ആയിരുന്നെങ്കിൽ നമുക്ക് വേറെ ഹെഡിനോട് സെറ്റ് ഓഫ് ചെയ്യായിരുന്നു, ഈ IFOസിൻ്റെ കൂടെയൊക്കെ സെറ്റ് ഓഫ് ചെയ്യായിരുന്നു. പക്ഷേ ഇത് ബ്രോഡ് ഫോർവേഡ് ലോസ് ആയിട്ട് വേറെ എന്തിനോട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. ബാക്കി 40,000 വീണ്ടും ക്യാരി ഫോർവേഡ് ചെയ്യാം. അപ്പോൾ PGBP നെറ്റ് എഫക്റ്റിൽ 0ആണ്. ലോസ് ബാക്കി 40,000 ക്യാരി ഓവർ ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഇതാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ അതുവരെയുള്ള കാര്യങ്ങൾ ക്ലിയർ ആയി. ഇതായി. സാലറി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുകയാണ്. സാലറി എന്ന് പറഞ്ഞാൽ 2,25,000 രൂപയാണ്. ഇനി എന്തുവാ? IFOs ആണ്. IFOസിൽ ഡിവിഡൻഡ് ഗ്രോസ് അപ്പ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഈ 13,500 15,000 രൂപയ്ക്ക് എടുക്കുക. ഗ്രോസ് അപ്പ് ചെയ്ത് 15,000 ആയി. ഈ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ കൂടെ ഇവനെ പിടിച്ചങ്ങ് സെറ്റ് ഓഫ് ചെയ്യുക 1,10. അപ്പോൾ ബാക്കി ഇവിടെ 90,000 രൂപ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ വരും കേട്ടോ. 90,000 രൂപ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ വരും സെറ്റ് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ. പിന്നെ ഉള്ള എന്താണ്? ലോട്ടറി വിന്നിങ് IFOസിൽ ഇവിടെ ഒരു 45,000 ഉണ്ട്. പിന്നെ ഈ ഒരു കൊച്ചിൻ്റെ 10,000 വരും. അപ്പോൾ 10,000 പ്ലസ് 45 55ആയി. ഈ 55ഉം ഈ 15,000 കൂടെ ചേരുമ്പം 55,000 പ്ലസ് 55,000 പ്ലസ് 15,000 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ മൊത്തം 70,000 രൂപ ഇൻകം ഫ്രം അതർ സോഴ്സ് വരും. ചാപ്റ്റർ 6 ഒന്നും കിട്ടൂല, കാരണം ഓപ്റ്റ് ഔട്ടാണ്, ഡിഫോൾട്ടാണ്. അതുകൊണ്ട് NSCയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ATC ഒന്നും കിട്ടൂല. ഓക്കെ, ഇത്രേ ഉള്ളൂ. അപ്പോൾ സാലറിയും PGP ഒന്നും ഇല്ല. ക്യാപിറ്റൽ ഗെയിനിൽ ഒരു 90,000 വരും. IFOസിൽ ഒരു 70,000 വരും. ഇത്രയും കൂട്ടുന്നതാണ് ഇയാളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം, അല്ലെങ്കിൽ അത് തന്നെയാണ് ടോട്ടൽ ഇൻകം. അപ്പോൾ സൊല്യൂഷൻ നമുക്കൊന്ന് നോക്കാം. 8ാമത്തെ സൊല്യൂഷൻ. സാലറി നമ്മൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറച്ച് 2,25 എടുത്തു. ഹൗസ് പ്രോപ്പർട്ടി നഷ്ടമുണ്ട്, ക്യാരി ഫോർവേഡിനെ പറ്റുള്ളൂ, ഡിഫോൾട്ട് ആയിട്ട് വേറെ നിന്നോട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ സാലറി നേരെ ഔട്ടർ കോളം 2,25. PGPയിൽ 0ആയി. മിച്ചം വരുന്ന ലോസ്, ബാലൻസ് ലോസ് 40,000 ക്യാരി ഓവർ ചെയ്തു. ക്യാപിറ്റൽ ഗെയിൻ സെറ്റ് ഓഫ് ചെയ്ത് നെറ്റ് 90,000 വന്നു. IFOസിനകത്ത് ഡിവിഡൻഡ് ഗ്രോസ് അപ്പ് ചെയ്യണം 15,000. ലോട്ടറി വിന്നിങ് 40,000. മൈനർസിൻ്റെ ടാലൻറ്റ് എടുക്കണ്ട, പക്ഷേ ടാലൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് എടുക്കണം. 10,000 എടുത്തു. 1032 കിട്ടൂല, 70,000 എടുത്തു. GTA 385. ചാപ്റ്റർ 6 കിട്ടൂല. പരിപാടി കഴിഞ്ഞു. സിമ്പിൾ. ഇത് ഭയങ്കര കൺസെപ്റ്റ് ഒന്നുമില്ല. പക്ഷേ 115 BSc നന്നായിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 115 BSc ശ്രദ്ധിക്കണം. ഓരോ വേർഡ് ബൈ വേർഡ് ശ്രദ്ധിക്കണം. ഒരു ഐറ്റം എടുക്കുന്ന മാറിപ്പോയാൽ ഉത്തരം തെറ്റി. ഇതിനകത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. 115 BSc ഡിഫോൾട്ട് ടാക്സ് റെജിമിലുള്ള ആൾക്ക് ഹൗസ് പ്രോപ്പർട്ടിക്കകത്ത് സെൽഫ് ഓക്കുപ്പൈഡ് കിട്ടത്തേ ഇല്ല. അത് കളയണം. ലെറ്റ് ഔട്ടിൽ നഷ്ടം എടുക്കാം, പക്ഷേ ആ നഷ്ടം വേറെ ഹെഡോട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റൂല, ക്യാരി ഓവർ ചെയ്യണം. ആ പോയിന്റ് ഇവിടെ ഉണ്ട്. സാലറിയിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എടുക്കുന്നതിന് കുഴപ്പമില്ല, ഗ്രോസ് സാലറി തന്നിരിക്കണം, അതുകൊണ്ട് നമ്മളത് എടുത്തു. മറ്റൊരു പ്രശ്നം, ക്ലബ് ചെയ്യണ സമയത്ത് 1032 എക്സംഷൻ നോർമലി മൈനർ ചൈൽഡിന് ഇൻകത്തിൽ നിന്ന് കുറയ്ക്കാം 1,500 രൂപ പെർ മൈനർ ചൈൽഡ്. പക്ഷേ ഡിഫോൾട്ട് ടാക്സ് റെജിമിൽ അത് പറ്റില്ല. ഒരു ഡിഫോൾട്ടാണ്, അതുകൊണ്ട് അത് എടുക്കാത്തത്. സോ അതൊക്കെ ശ്രദ്ധിക്കണം. ഓരോ മൈന്യൂട്ട് പോയിന്റ് ശ്രദ്ധിക്കണം. ഇപ്പോൾ തന്നെ കണ്ടില്ലേ ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ 44AD 44AB തമ്മിലുള്ള ഇന്റർലിങ്ക് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ ക്വസ്റ്റ്യനിൽ മെർജ് ചെയ്തിരിക്കണേ. ഇറ്റ്സ് വെരി നൈസ്.
ഓരോ ചെറിയ പോയിന്റ് അത് അവിടെ ആ ഒരു പോയിന്റ് കറക്റ്റ് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, കൺസെപ്റ്റ് ക്ലാരിറ്റി ഇല്ലെങ്കിൽ പോയി. You can move to question number 9. In each of the following independent situations, you are required to examine whether these persons are required to file their return of income or loss for assessment year 24-25 if their total income for the previous year 2023-24 do not exceed the basic exemption limit. ഇത് റിട്ടേൺ ഫയലിംഗ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ്. സെക്ഷൻ 139 സബ്സെക്ഷൻ 1 ITR ഫയൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യം. ആ ചാപ്റ്ററാണ് റിട്ടേൺ ഫയലിംഗ്, ലാസ്റ്റ് ചാപ്റ്റർ. പല കുട്ടികളും പഠിക്കാതെ വിടുന്ന ചാപ്റ്റർ. ടേൺ ഓവർ ഓഫ് മിസ്റ്റർ ആശിഷ് ബിസിനസ് ഈ 65 lakhs ഡ്യൂറിംഗ് ദ ഇയർ 23-24. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബിസിനസ് ചെയ്യുന്ന ഒരാളുടെ ടേൺ ഓവർ ഐ തിങ്ക് 50 lakhs, 50 ലക്ഷത്തിന് മേളിൽ പോയിട്ടുണ്ടെങ്കിൽ, പ്രൊഫഷൻ ചെയ്യുന്ന ആളിനെ സംബന്ധിച്ച് 10 ലക്ഷം, അല്ലാതെ മറ്റൊരു സംബന്ധിച്ച് 50 ലക്ഷം, അതിന് മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും റിട്ടേൺ ഫയൽ ചെയ്യണം. ഇൻകം ഇല്ലെങ്കിൽ പോലും അവർ നിർബന്ധമായിട്ട് ITR ഫയൽ ചെയ്യണമെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന പോയിന്റ്. അപ്പോൾ ഇവിടെ ആ പറയുന്ന പോയിന്റിൻ്റെ ആപ്ലിക്കബിലിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിർബന്ധമായിട്ട് ITR ഫയൽ ചെയ്യണം. 65 ലക്ഷമാണ്, 50 ലക്ഷത്തിൻ്റെ മേളിൽ പോയി ITR ഫയൽ ചെയ്യണം. സെക്ഷൻ 139(1). 2, മിസ്റ്റർ സുഭാഷ് ഹാസ് ഇൻകേർഡ് എ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓഫ് 90,000 ടുവേർഡ്സ് കൺസംഷൻ ഓഫ് ഇലക്ട്രിസിറ്റി. വേണ്ട. നമ്മൾ പഠിച്ചിരിക്കുന്നത് ആഗ്രിഗേറ്റ് എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി 1 lakh എക്സീഡ് ചെയ്താൽ ഫയൽ ചെയ്യണമെന്നാണ്. ഇവിടെ 90,000 ഉള്ളൂ, 1 lakh എക്സീഡ് ചെയ്തില്ല, ITR വേണ്ട. മിസ്റ്റർ ദീപക് ഹാസ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഇൻ SBI ആൻഡ് HDFC ആൻഡ് എ കറണ്ട് അക്കൗണ്ട് ഇൻ ആക്സിസ് ബാങ്ക് വിത്ത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് 20 lakhs, 10 ലക്ഷം ആൻഡ് 30 ലക്ഷം റെസ്പെക്റ്റീവ്ലി. ഹി ഡെപ്പോസിറ്റഡ് 40 ലക്ഷം ഇൻ SBI അക്കൗണ്ട്, 25 lakhs ഇൻ HDFC അക്കൗണ്ട് ആൻഡ് 75 lakhs ഇൻ ആക്സിസ് അക്കൗണ്ട് ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ 23-24. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കറണ്ട് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് 20 lakhs ആണ്. അതിനകത്ത് 75 ലക്ഷമാണ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. 1 കോടിയുടെ മുകളിൽ കറണ്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റ് വന്നാൽ മാത്രമേ ഫയൽ ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ആ കറണ്ട് വിടാം. ഇനി സേവിങ്സ് നോക്കാം. അപ്പോൾ അയാൾക്ക് സേവിങ്സ് അക്കൗണ്ട് SBIയിലും HDFCയിലും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം അവിടെ സേവിങ്സ് ബാങ്കിന് SBIക്കകത്ത് എത്ര ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്? ദറ്റ് ഈസ് ഓപ്പണിംഗ് 20 lakhs 10 ലക്ഷം, മറ്റെടുത്ത് 30 ലക്ഷമാണ്. അപ്പോൾ ഈ പറയുന്ന കേസിൽ ഡെപ്പോസിറ്റ് പോട്ടെ SBI, ഇത് ക്യാഷ് ആയിട്ട് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നില്ല. അപ്പോൾ ആഗ്രിഗേറ്റ് ഡെപ്പോസിറ്റിൻ്റെ ലിമിറ്റാണ് നമ്മൾ നോക്കേണ്ടത്. നോർമലി 50 ലക്ഷത്തിന് മുകളിൽ ആഗ്രിഗേറ്റ് ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ ITR ഫയൽ ചെയ്യണമെന്ന് പറയുന്നുണ്ട് സേവിങ്സ് അക്കൗണ്ടിനകത്ത്. അതുപോലെ കറണ്ട് അക്കൗണ്ടിനകത്ത് 1 കോടിയുടെ മുകളിൽ ഡെപ്പോസിറ്റ് ആണെങ്കിൽ ITR ഫയൽ ചെയ്യണമെന്നാണ്. അപ്പോൾ ഈ കേസിൽ തേർഡിൻ്റെ ആൻസർ അവരുടെ ആ ഒരു ഇത് നമുക്ക് നോക്കാം. അടുത്തും കൂടെ നോക്കിയിട്ട് നമുക്ക് ആൻസറിലേക്ക് പോകാം. 4ാമത്തത് മിസ്റ്റർ കുമാർ ഏജ്ഡ് 50 ഹാസ് വിഡ്രോൺ ക്യാഷ് ഓഫ് 1,20 ലക്ഷം ഡ്യൂറിംഗ് ദ പ്രീവിയസ് 23-24 ഫ്രം ഹി സേവിങ്സ് അക്കൗണ്ട് ഇൻ HDFC ബാങ്ക്. മിസ്റ്റർ കുമാർ റെഗുലർലി ഫൈൽഡ് ഹിസ് റിട്ടേൺ ഓഫ് ഇൻകം ടിൽ അസസ്മെന്റ് ഇയർ 23-24. ഈ 4ാമത്തെ പോയിന്റ് എന്താണെന്നറിയോ? 1,20 ലക്ഷം എന്ന് പറയുമ്പോഴേ 1 കോടിയുടെ മുകളിൽ ക്യാഷ് വിഡ്രോവൽ നടത്തിയിട്ടില്ലേ, അപ്പം 194N TDS വരും. 1 കോടിയുടെ മുകളിലുള്ള 20 ലക്ഷത്തിൻ്റെ 2% TDS വരും. 20 ലക്ഷത്തിൻ്റെ 2% TDS എന്ന് പറയുമ്പോഴേ 20 ലക്ഷത്തിൻ്റെ 2% എന്ന് പറയുമ്പം 40,000 രൂപ TDS വരും. 40,000. 40,000 രൂപ TDS വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. 194N 40,000 രൂപ TDS വന്നു കഴിഞ്ഞാൽ ഒരു പോയിന്റ് ഉണ്ട്. ഒരാളുടെ TDSും TCSും 25,000 രൂപയിൽ കൂടുതലുണ്ടെങ്കിൽ ITR ഫയൽ ചെയ്യണം. അതേസമയം അയാൾ റെസിഡൻറ്റ് സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 50,000 രൂപ കൂടുതലുണ്ടെങ്കിൽ TDS ഉണ്ടെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യണം. ഇവിടെ ഇയാൾക്ക് 25,000 രൂപ കൂടുതൽ TDS വരും. കാരണം 40,000 രൂപ 194N എന്തായാലും TDS വരും. ഇയാൾ റിട്ടേൺ ഫയൽ ചെയ്യണം, ITR ഫയൽ ചെയ്യണം. അപ്പോൾ നമുക്ക് ആ തേർഡിൻ്റെ കേസ് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അവിടെ സേവിങ്സ് അക്കൗണ്ടിൽ 50 ലക്ഷം, ക്യാഷ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ 20 ലക്ഷം, അല്ലാത്ത ഡെപ്പോസിറ്റ് 50 ലക്ഷം, കറണ്ട് അക്കൗണ്ടിൽ 1 കോടി. ഇതാണ് അവിടെ ലിമിറ്റ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന കേസിൽ ഡെപ്പോസിറ്റ് 1 crore മുകളിലാണെങ്കിൽ വേണം. ഇവിടെ 1 crore മുകളിൽ ഡെപ്പോസിറ്റ് നടത്തിയിട്ടില്ല. പിന്നെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ 1 or more സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ 50 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ വേണം. ഇവിടെ 75 ലക്ഷം കറണ്ട് അക്കൗണ്ടിൽ ഇട്ടിട്ടുള്ളൂ. അപ്പം അവിടെ 1 കോടിയുടെ മുകളിൽ പോയില്ല, വേണ്ട. 65 ലക്ഷം സേവിങ്സ് ബാങ്കിൽ ഇട്ടിട്ടുണ്ട്. ദാറ്റ് ഈസ് 40 ലക്ഷവും 25 ലക്ഷവും. അപ്പോൾ 40ഉം 25ഉം ആകുമ്പം 65 ലക്ഷം എന്ന് പറയുമ്പോൾ 50 ലക്ഷത്തിൻ്റെ മുകളിൽ പോയിട്ടുണ്ട്. അതുകൊണ്ട് അയാൾ ITR ഫയൽ ചെയ്യണം. സേവിങ്സ് അക്കൗണ്ടിൽ 50 ലക്ഷത്തിൻ്റെ മുകളിൽ ഡെപ്പോസിറ്റ് ചെയ്തു എന്നുള്ള റീസൺ കൊണ്ട് അയാൾ ITR ഫയൽ ചെയ്യണം. ലാസ്റ്റ് കേസിൽ ITR ഫയൽ ചെയ്യണം. കാരണം 194N പ്രകാരമുള്ള TDS 40,000 ഉണ്ട്. ഏതെങ്കിലും ഒരു TDS 25,000 രൂപ കൂടുതലുള്ള വ്യക്തികൾ നിർബന്ധമായിട്ട് ITR ഫയൽ ചെയ്യണമെന്നാണ്. ഇവിടെ ഇയാൾക്ക് ഈ പറയുന്ന TDS 194N. അപ്പം TDSും കൂടി ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ നൈസ് ക്വസ്റ്റ്യൻ. ആദ്യം ഇതിനകത്ത് TDS വരുമെന്ന് മനസ്സിലാക്കണം. ആ TDS ഈ പറഞ്ഞ പിന്നെ എമൗണ്ട് എത്രയെന്ന് കണ്ടുപിടിക്കണം. അത് 25,000 മുകളിലുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഇവിടെ ഇയാൾ മിസ്റ്റർ കുമാറിൻ്റെ പ്രായം 60 ആയിരുന്നെങ്കിൽ ഇത് വേണ്ട. ഈ 4ാമത്തെ കേസിൽ വേണ്ട. കാരണം
റെസിഡൻറ്റ് സീനിയർ സിറ്റിസൺ ആണെങ്കിൽ TDS 50,000 മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ മാത്രം ITR ഫയൽ ചെയ്താൽ മതി. ഇതിപ്പം 25,000 മുകളിൽ TDS ഉണ്ട്, അതുകൊണ്ട് ITR എന്തായാലും ഫയൽ ചെയ്യണം. പിന്നെ മറ്റേ കേസിൽ 30,000 പിന്നെ ബാലൻസ് 30 ഹീഡ് ഡെപ്പോസിറ്റ് 40 ലക്ഷം SBI 25 ലക്ഷം SBI. അപ്പോൾ 40 + 25 40 + 25 ആകുമ്പോൾ 65 ലക്ഷമാണ്. അപ്പോൾ അവിടെ 1 or more സേവിങ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒറ്റ കറണ്ട് അക്കൗണ്ട് പോലെ അല്ല, 1 or more സേവിങ്സ് അക്കൗണ്ട് എന്നാണ്. പല ബാങ്കുകളിലെ സേവിങ്സ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ടോട്ടൽ എടുക്കണം. അപ്പോൾ ഇവിടെ 50 ലക്ഷത്തിൻ്റെ മുകളിൽ പോയിട്ടുണ്ട്. സോ ഡെപ്പോസിറ്റ് ഇൻ സേവിങ്സ് അക്കൗണ്ട് 50 ലക്ഷത്തിൻ്റെ മുകളിൽ ഒരു കൊല്ലം പോയത് കൊണ്ട് ITR ഫയൽ ചെയ്യണം. ഇതെല്ലാം 139(1) ആണ്. ഇതിൽ നമ്മൾ ഈ പറയുന്ന സേവിങ്സ് അക്കൗണ്ട് ഡെപ്പോസിറ്റ് 50 ലക്ഷത്തിൻ്റെ മുകളിൽ പോയ റിട്ടേൺ ഫയൽ ചെയ്യണമെന്നും, അതുപോലെ ബിസിനസ്സിൻ്റെ ടേൺ ഓവർ 50 ലക്ഷം കഴിഞ്ഞാൽ ITR ഫയൽ ചെയ്യണമെന്നും, TDS TCS 25,000 അല്ലെങ്കിൽ 50,000 സീനിയർ സിറ്റിസണ് അത് അമെൻമെൻ്റ് ആണ്. 2023 ഫൈനാൻസ് ആക്ടിൽ കൊണ്ടുവന്ന അമെൻമെൻ്റ് ആണ്. സോ റീസെൻറ്റ് ഡെവലപ്മെൻറ്റ് ആയതുകൊണ്ടാണ് അത് ക്വസ്റ്റ്യൻ ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകണം. എനി ഡൗട്ട്സ്? ക്ലിയർ ആണോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഡിസ്കഷനകത്ത് ഇട്ടേക്കണം കേട്ടോ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്, 10ാമത്തെ ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ മനസ്സിലായല്ലോ. കൺസെപ്റ്റ് അറിയാമെങ്കിൽ ഇത് ചെയ്യാൻ ഒരുപാട് സമയമൊന്നും വേണ്ട. പഠിക്കുന്ന കാര്യം ക്ലാരിറ്റി വേണം. ക്വസ്റ്റ്യൻ 2 കണ്ണും കയ്യിലെടുത്ത് വായിക്കണം, ശ്രദ്ധിച്ച് വായിക്കണം. ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. സത്യം പറഞ്ഞാൽ 2 പ്രാവശ്യം ക്വസ്റ്റ്യൻ വായിക്കണം. പിന്നെ ഇൻകം ടാക്സിനെ സംബന്ധിച്ച് നിങ്ങളൊരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് പരീക്ഷയ്ക്ക് എക്സാമിനേഷൻ എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് 3-4 സെക്കൻഡിനുള്ളിൽ നിങ്ങൾക്കത് ക്ലിക്കായി നിങ്ങൾ എഴുതാൻ പോണ ഉത്തരം ശരിയാണ്. നിങ്ങൾ 5 മിനിറ്റോ 10 മിനിറ്റോ ആലോചിച്ചിട്ട് എഴുതുന്നുണ്ടെങ്കിൽ 100% നിങ്ങൾ എഴുതാൻ പോണ ഉത്തരം തെറ്റായിരിക്കും. ഇൻകം ടാക്സ് അങ്ങനെയാണ്. പ്രൊവിഷൻ അറിയാമോ? ടു ദ പോയിന്റ്. നമ്മുടെ മറ്റേ സിനിമയെ പറഞ്ഞല്ലോ, ചോദിക്കണേ മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. ചോദിക്കണേ മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. ചോദിക്കണേ ഉത്തരം പറയാവൂ, അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തോട്ടും പോകണ്ട. അത് കൃത്യമായിട്ട് പറയുക. പക്ഷേ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. എസ്പെഷ്യലി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ വെരി ഇമ്പോർട്ടൻറ്റ്. യു ഷുഡ് റീഡ് ദ ക്വസ്റ്റ്യൻ ട്വൈസ് ഓർ ത്രൈസ് എന്നും പറഞ്ഞ് അത് മറ്റോണ്ടിരിക്കരുത്. 30 മാർക്കിൻ്റെ MCQ ആണ്. ടൈം വളരെ സെൻസിറ്റീവാണ്. 50 മാർക്ക് ഇൻകം ടാക്സ്, 50 മാർക്കിൻ്റെ GST ഉണ്ട്, 30 മാർക്ക് MCQ കഴിഞ്ഞ് 70 മാർക്കിന് എഴുതി തീർക്കാനുണ്ട്. സോ ടൈം ഈസ് വെരി പ്രഷ്യസ്. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് വേണം. അവിടെ വെച്ച് ഉരുട്ടി ഇരിക്കരുത്, എങ്കിൽ പണി പാളി. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കണം, ശ്രദ്ധിച്ചായിരിക്കണം. അനാലിസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യനിൽ നമ്മൾ എഴുതാൻ ഉത്തരമല്ല പ്രശ്നം, അനാലിസിസ് ആണ്. ക്വസ്റ്റ്യൻ അനാലിസിസ് നടത്തുമ്പം ക്വസ്റ്റ്യൻ കറക്റ്റ് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ മനസ്സിൽ ശരിയെന്ന് വിചാരിച്ചിരുന്ന ഉത്തരം ശരിക്കും തെറ്റായിരിക്കും. കാരണം നമ്മൾ ക്വസ്റ്റ്യൻ റീഡ് ചെയ്ത് തെറ്റാം. സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ 10. ഇപ്പം നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ബേസിക്കലി ITRൻ്റെ അമെൻമെൻറ്റ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കൊള്ളാം. 10ാമത്തെ ക്വസ്റ്റ്യൻ, മിസ്റ്റർ ആനന്ദ് എ റെസിഡൻറ്റ് ഇന്ത്യൻ. ഇത് എല്ലാം കൂടെ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. നൈസ് ക്വസ്റ്റ്യൻ. ആനന്ദ് പ്രായം 45, റെസിഡൻ്റ് ആണ്. ഈ റെസിഡൻ്റ് എന്നൊക്കെ പറയുന്നതിന് പല ഇമ്പോർട്ടൻസും ഉണ്ട്. നമ്മൾ പലതവണ ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടാണ്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസും ഇൻകം ടാക്സിലെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് പലതവണ പല സ്ഥലങ്ങളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. മിസ്റ്റർ ആനന്ദ് റെസിഡൻറ്റ് ഇന്ത്യൻ, ഏജ് 45, ഹാസ് പ്രൊവൈഡഡ് യു ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഫോർ ദ ഇയർ എൻഡഡ് 31/3/2024. ഓക്കെ, റെസിഡൻ്റ് ആണ്, പ്രായം 45. ഹി ഓൺസ് എ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ എ സ്പെഷ്യൽ എക്കണോമിക് സോൺ. SEZ ആണ്. SEZ എന്ന് കണ്ടാൽ ഓർമ്മ വരണം, സെക്ഷൻ 10AA ആണ്. 10AA പ്രകാരം സ്പെഷ്യൽ എക്കണോമിക് സോണിലുള്ളവർക്ക് അറിയാലോ കഥ. ആദ്യത്തെ 5 കൊല്ലം എക്സ്പോർട്ട് പ്രോഫിറ്റിൻ്റെ 100% ഡിഡക്ഷൻ വാങ്ങാം. 6ാമത്തെ കൊല്ലം തൊട്ട് 10ാമത്തെ കൊല്ലം വരെ എക്സ്പോർട്ട് പ്രോഫിറ്റിൻ്റെ 50% ഡിഡക്ഷൻ വാങ്ങാം. 11ാമത്തെ കൊല്ലം തൊട്ട് 15ാമത്തെ കൊല്ലം വരെ എക്സ്പോർട്ട് പ്രോഫിറ്റിൻ്റെ 50% അല്ലെങ്കിൽ എമൗണ്ട് ട്രാൻസ്ഫർ ടു SEZ റീഇൻവെസ്റ്റ്മെൻറ്റ് റിസർവ് അക്കൗണ്ട് വിച്ച് എവർ ഇസ് ലോവർ ഡിഡക്ഷൻ വാങ്ങാം. പക്ഷേ 10AA ഡിഡക്ഷൻ കിട്ടണമെങ്കിൽ അസസി ഡിഫോൾട്ട് ടാക്സ് റെജിം ആകാൻ പാടില്ല. ഓപ്റ്റ് ഔട്ട് ഫ്രം 115 BAC ആയിരിക്കണം. മാത്രവുമല്ല 1/4/2005 ശേഷമായിരിക്കണം SEZ പ്രൊഡക്ഷൻ തുടങ്ങുന്നത്. പക്ഷേ അത് 31/3/2020, സം കേസസ് 31/3/2021 മുമ്പിലായിരിക്കണം. അത് കഴിഞ്ഞിട്ടുള്ളവർക്ക് കിട്ടത്തില്ല. ഇത്രയും ബേസിക് ആയിട്ട് മനസ്സിൽ ഓർമ്മ വരണം. എക്സ്പോർട്ട് ടേൺ ഓവർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. എക്സ്പോർട്ട് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത് പ്രോഫിറ്റ് ഓഫ് SEZ യൂണിറ്റ് ഇൻ ടു എക്സ്പോർട്ട് ടേൺ ഓവർ ഡിവൈഡഡ് ബൈ ടോട്ടൽ ടേൺ ഓവർ. അപ്പോൾ കിട്ടുന്നതാണ് എക്സ്പോർട്ട് പ്രോഫിറ്റ്. ഇതിൻ്റെ 100 എടുക്കണോ 50% എടുക്കണോ തീരുമാനിക്കുന്നത് ഇയർ ഓഫ് ഓപ്പറേഷൻ നോക്കിയിട്ടാണ്. എക്സ്പോർട്ട് ടേൺ ഓവർ എടുക്കുമ്പം ആ ടേൺ ഓവറിനകത്തുനിന്ന് നമ്മൾ ഈ പറഞ്ഞ ഫ്രൈറ്റ്, ടെലികമ്മ്യൂണിക്കേഷൻ ചാർജസ്, ട്രാൻസിറ്റ് ഇൻഷുറൻസ്, ഡെലിവറി എക്സ്പെൻസ് ഔട്ട്സൈഡ് ഇന്ത്യ കുറച്ച് മാറ്റണം. അത് ടോട്ടൽ ടേൺ ഓവറിൽ നിന്ന് മാറ്റണം. ഫെമയിൽ പറയുന്ന പീരീഡിനുള്ളിൽ കൺവേർട്ടബിൾ ഫോറിൻ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ RBI പറയുന്ന പീരീഡിനുള്ളിൽ കൺവേർട്ടബിൾ ഫോറിൻ എക്സ്ചേഞ്ചിൽ എക്സ്പോർട്ട് ടേൺ ഓവറിൽ നിന്ന് എത്ര രൂപയാണോ കിട്ടിയത് അത്രയും കിട്ടിയ എമൗണ്ട് മാത്രമേ എക്സ്പോർട്ട് ടേൺ ഓവറിൽ എടുക്കാവൂ, ബാക്കി പൈസ എടുക്കരുത്. ഇതൊക്കെ നമ്മൾ പഠിച്ചാണ്. അതൊക്കെ ഓർമ്മ വരണം മൈൻഡിൽ. 10AA ഒരു ഇൻസെൻറ്റീവാണ്. ക്ലെയിം ചെയ്താൽ AMD കൊടുക്കേണ്ടി വരും, ഓൾട്ടർനേറ്റ് മിനിമം ടാക്സ് കൊടുക്കേണ്ടി വരും. ഓപ്റ്റ് ഔട്ട് ആണെങ്കിൽ 10AA ക്ലെയിം ചെയ്യാം, AMD കൊടുക്കേണ്ടി വരും. ഡിഫോൾട്ട് ആണെങ്കിൽ 10AA ക്ലെയിം ചെയ്യാൻ പറ്റൂല, AMD ഇല്ല. ഡിഫോൾട്ടർക്ക് AMD ഇല്ലല്ലോ. ടോട്ടൽ ടേൺ ഓവർ ഓഫ് ദ അണ്ടർടേക്കിംഗ് 200 ലക്ഷം. അവിടെ 19-20 തുടങ്ങിയെന്ന്. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? 1920 തുടങ്ങി. അപ്പം 1920 ഫസ്റ്റ് ഇയർ, 2021, 21-22,
23-24 നമ്മളിപ്പോൾ നിൽക്കുന്ന പ്രീവിയസ് 23-24 ഫിഫ്ത്ത് ഇയർ ആണ്. ഫിഫ്ത്ത് ഇയർ ഓഫ് ഓപ്പറേഷൻ ആണെങ്കിൽ എന്താ പ്രത്യേകത? എക്സ്പോർട്ട് പ്രോഫിറ്റിന്റെ 100% ഡിഡക്ഷൻ വാങ്ങിക്കാം. ആദ്യത്തെ 5 കൊല്ലം 100% ആണല്ലോ. എക്സ്പോർട്ട് പ്രോഫിറ്റിന്റെ 100%. സോ ടോട്ടൽ ടേൺ ഓവർ ഓഫ് ദ അണ്ടർടേക്കിംഗ് 200 lakhs. ഓക്കെ ഫൈൻ. എക്സ്പോർട്ട് ടേൺ ഓവർ റിസീവ്ഡ് ഇൻ ഇന്ത്യ ഇൻ കൺവേർട്ടബിൾ ഫോറിൻ എക്സ്ചേഞ്ച് ഓൺ ഓർ ബിഫോർ 30/9/2024 120 lakhs. അതാണ് എക്സ്പോർട്ട് ടേൺ ഓവർ കേട്ടോ. കൺവേർട്ടബിൾ ഫോറിൻ എക്സ്ചേഞ്ച് കിട്ടിയതാണ് 120 lakhs. ഓൾ ദ കണ്ടീഷൻസ് ഓഫ് 10AA സാറ്റിസ്ഫൈഡ്. പ്രോഫിറ്റ് ഫ്രം ദിസ് ഇൻഡസ്ട്രി 35 ലക്ഷമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 10AA ക്ലെയിം ചെയ്യുന്ന കേസ് ആണെങ്കിൽ ഇവിടെ നമുക്ക് കാൽക്കുലേഷൻ എങ്ങനെ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ 35 ലക്ഷം ഇൻറ്റു എക്സ്പോർട്ട് ടേൺ ഓവർ 120 lakhs ഡിവൈഡഡ് ബൈ ടോട്ടൽ ടേൺ ഓവർ തന്നിട്ടുണ്ട് 200 lakhs. അപ്പോൾ ഈസ് ഈക്വൽ ടു, അപ്പോൾ നമുക്ക് എത്ര കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 35 ഇൻറ്റു 120 ഡിവൈഡഡ് ബൈ 200 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 21 കിട്ടും. ഈ 21 ലക്ഷം മൊത്തം അണ്ടർ സെക്ഷൻ 10AA SEZ എക്സംഷൻ ഡിഡക്ഷൻ വാങ്ങാൻ പറ്റും ഇഫ് ഓപ്റ്റ് ഔട്ട് അല്ല ഡിഫോൾട്ട് ടാക്സ് റെജിമാണെന്ന് പറഞ്ഞാൽ അയാൾക്ക് ഈ 35 ലക്ഷവും ടാക്സ് ചെയ്യും. ഡിഫോൾട്ടിൽ ഡിഡക്ഷൻ ഇല്ല. ഓക്കെ, അത് ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം. രണ്ടാമത്തേലോട്ട് പോവുകയാണെ. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റു ഡൗട്ടൊന്നും ആർക്കും ഇല്ലെന്ന് വിചാരിക്കുന്നു. ഈ 10AA കേസ് കറക്റ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ സംഗതി ഈസിയാണ്. മിസ്റ്റർ ആനന്ദ് സോൾഡ് ഇക്വിറ്റി ഷെയർസ് ഓഫ് ഡിഫറൻറ്റ് ഇന്ത്യൻ കമ്പനീസ് ഓൺ 14 മാർച്ച് 2024. ഓക്കെ, അയാൾ മാർച്ച് 14, 2024 കുറച്ച് ഇക്വിറ്റി ഷെയർ വിറ്റിട്ടുണ്ട്. ഇക്വിറ്റി ഷെയർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരണം ഏത് അവർ ഇക്വിറ്റി ഷെയർ എന്ന് പറയുമ്പം ലിസ്റ്റഡ് എന്നൊക്കെ പറഞ്ഞാൽ ഉറപ്പായിട്ട് മൈൻഡിൽ വരേണ്ട എന്താണ്? സെക്ഷൻ 112A ലോങ് ടേം ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസ് വാങ്ങിച്ചപ്പോഴും വിറ്റപ്പോഴും STT അടച്ച് അതിൻ്റെ ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കുന്ന പ്രത്യേക രീതിയിലാണ്. ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കുമ്പോൾ കോസ്റ്റ് എടുക്കുമ്പോൾ ഒറിജിനൽ കോസ്റ്റ് കമ്പയർഡ് വിത്ത് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ഓർ 31 ജനുവരി 2018 മാർക്കറ്റ് വാല്യൂ, അത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് അതിൻ്റെ ലോവർ എടുത്തിട്ട് ആ ലോവറും ഈ പറഞ്ഞ ഒറിജിനൽ കോസ്റ്റും കൂടെ കമ്പയർ ചെയ്ത് വിച്ച് ഈസ് ഹയർ എടുത്തിട്ട് അതാണ് കോസ്റ്റ്. ഇൻഡെക്സേഷൻ ഇല്ല, അതിന് അപ് ടു 1 lakh വരെ നില്ല്, ബാക്കിക്ക് 10% ഫ്ലാറ്റ് റേറ്റ്. അതിൽ നിന്ന് ബേസിക് എക്സംഷൻ അൺയൂട്ടിലൈസ്ഡ് എടുക്കാം, പക്ഷേ റിബേറ്റ് ഇല്ല, ചാപ്റ്റർ 6 ഇല്ല. ആ സാധനമാണ് അത്. ഷോർട്ട് ടേം ആയാൽ 111 15% ഫ്ലാറ്റ് റേറ്റ്. 14 മാർച്ചിനാണ് വിറ്റത്. ഓക്കെ, സാം ലിമിറ്റഡ് ഒരു ഷെയറിന് 150 രൂപ, പർച്ചേസ് പ്രൈസ് 120 രൂപ, STT അടച്ചിട്ടുണ്ട്. വാങ്ങിച്ചത് 2 ഫെബ്രുവരി 2024 അപ്പോൾ അത് ശ്രദ്ധിച്ചോണേ. ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ അറിയാനാണ്. 2 ഫെബ്രുവരി 2024 വാങ്ങിയിട്ട് അതിനെ 14 മാർച്ച് 2024 വിറ്റെന്നാണ്. എന്ന് പറയുമ്പോൾ ഈ സാധനം ഷോർട്ട് ടേം ആണ്. ഇത് ഷോർട്ട് ടേം ആണ്. 111A ആണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഡിഫറൻസ് എടുത്താൽ മതി. നമ്പർ ഓഫ് ഷെയർ 2000 ഷോർട്ട് ടേം ക്യാപിറ്റൽ കിട്ടും. അത് 111 ആണ്. ഫ്ലാറ്റ് റേറ്റ് 15% ടാക്സ് ചെയ്യും. ഇത് ഷോർട്ട് ടേം ആണ്. അടുത്ത നോക്കൂ, ജാം ലിമിറ്റഡ്. ഇത് STT അടച്ചിട്ടുണ്ട്. ഇത് 16 ഏപ്രിൽ 2017 മേടിച്ചത്. സോ ദിസ് ഈസ് ലോങ് ടേം. ഇത് 112A. ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കണം. ഇൻഡെക്സേഷൻ നമുക്ക് ഒരു കാരണവശാലും ആവശ്യമില്ല. ഇത് കിട്ടുകയൊന്നുമില്ല. 112A ആണ്. ഇൻഡെക്സേഷൻ ഒന്നുമില്ല. പിന്നെ നമ്മൾ ആ പ്രത്യേക രീതിയിൽ കോസ്റ്റ് കണ്ടുപിടിക്കണം. 31 ജനുവരി 2018 ഫെയർ മാർക്കറ്റ് വാല്യൂ അവർ തന്നിട്ടുണ്ട്. ഇവിടെ തന്നിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമുണ്ട്. ഒറിജിനൽ കോസ്റ്റ് നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ വിറ്റ വിലയും നമുക്ക് ആവശ്യമുണ്ട്. ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ കണ്ടുപിടിക്കുന്നത്. പിന്നെ ഇവിടെ ബ്രോക്കറേജ് കൊടുത്തിട്ടുണ്ട്. ബ്രോക്കറേജ് എക്സ്പെൻസ് ഫോർ ട്രാൻസ്ഫർ കുറയ്ക്കണം. പക്ഷേ STT കുറയ്ക്കരുത്. ക്യാപിറ്റൽ ഗെയിനകത്ത് ഒരിക്കലും STT അലോ ചെയ്യില്ല. ക്യാപിറ്റൽ ഗെയിൻ്റെ സെക്ഷൻ 48 താഴെയുള്ള 5ാമത്തെ പ്രൊവിസോ STT ഈസ് നെവർ അലൗഡ് ആസ് എ ഡിഡക്ഷൻ അണ്ടർ ക്യാപിറ്റൽ ഗെയിൻ. അവിടെ നമുക്ക് ആകെ എക്സ്പെൻസ് ഫോർ ട്രാൻസ്ഫർ കമ്മീഷൻ ബ്രോക്കറേജ് കുറയ്ക്കാൻ പറ്റൂ. ഓക്കെ, ഇത്രയും വെച്ചിട്ട് 112A അങ്ങോട്ട് കണ്ടുപിടിക്കണം. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ലെസ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, ഒറിജിനൽ കോസ്റ്റ് എടുക്കണം. എന്നിട്ട് അടുത്ത 2 ഫിഗറുകൾ കമ്പയർ ചെയ്യണം. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ഇപ്പോൾ വിറ്റ് കിട്ടിയ എമൗണ്ടും 31 ജനുവരി 2018 മാർക്കറ്റ് വാല്യൂ കൂടെ കമ്പയർ ചെയ്ത് അതിൻ്റെ ലോവർ എടുക്കണം. അതിൻ്റെ ലോവർ എടുത്തിട്ട് ഒറിജിനൽ കോസ്റ്റോട്ട് കമ്പയർ ചെയ്ത് ഹയർ. ആ ഹയർ ആണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ബ്രോക്കറേജ് കുറച്ചിട്ടുള്ള NSE അത് കുറച്ചാൽ 112A ക്യാപിറ്റൽ ഗെയിൻ കിട്ടും. മറ്റേത് 111A ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. സിംപ്ലി സെയിൽ പ്രൈസ് ബ്രോക്കറേജ് കുറയ്ക്കുക, അപ്പോൾ NSE കോസ്റ്റ് കുറയ്ക്കുക, 111A ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. കാര്യം അറിയാലോ, 111A ഫ്ലാറ്റ് റേറ്റ് 15 ആണ്. 112A അപ് ടു 1 lakh നിൽ, ബാക്കിക്ക് 10 ആണ്. ഡിഫോൾട്ട് ആയാലും ഓപ്റ്റ് ഔട്ട് ആയാലും ഇതാ പ്രൊവിഷൻ. സെക്കൻഡ് മൊത്തം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഫസ്റ്റ് പാർട്ട് 10AA ആണ് PGVPയിൽ. ഇനി എന്നാ കഥ? He made a payment of 90,000 on 1/9/2023 check towards medical insurance as lump sum premium for himself and his wife till 31/8/2027. He also made a cash payment 7,500 towards preventive health checkup. ഈ മോർ ദാൻ 1 ഇയറിലേക്ക് പ്രീമിയം അടച്ചാലുള്ള കഥ പറയുന്നത് എന്താണ്? ഈ പ്രീമിയം ഇതിപ്പം ഓപ്റ്റ് ഔട്ട് ആണെങ്കിൽ ചാപ്റ്റർ 6 ക്ലെയിം ചെയ്യാം. 80D ആണ്. അപ്പോൾ 80Dയിൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം മോർ ദാൻ 1 ഇയറിലേക്ക് പ്രീമിയം അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ആ പ്രീമിയം അടയ്ക്കുന്ന ഇയറിൽ കവറേജ് വരുന്ന ഇയേഴ്സിലേക്ക് അതിനെ ഡിവൈഡ് ചെയ്യാനാണ്. 1/9/2023 തൊട്ട് 27 എന്ന് പറയുമ്പം ആദ്യത്തെ കവറേജ് 23-24 ആണ്.
പിന്നെ 24, 25 പിന്നെ 25, 26 പിന്നെ 26, 27 ഇത് 31/8/2027 എന്ന് പറയുമ്പം 27, 28 കൂടെ ഉണ്ട്. അപ്പോൾ 5 വർഷത്തേക്കാണ്. അപ്പോൾ 90,000 ബൈ 5 എടുക്കേണ്ടി വരും കേട്ടോ. 90,000 ബൈ 5 എടുക്കുമ്പം 18,000 രൂപ വരും. 18,000 രൂപ, 18,000 കേട്ടോ. നമ്മൾ കൺസെപ്റ്റ് ക്ലാസ്സിൽ പഠിച്ചാണ്. 18,000 രൂപ അപ്പം ഓവർ ദ 5 ഇയേഴ്സ് എടുക്കാൻ കാര്യം എന്താ, കവറേജ് വരുന്ന ഇയേഴ്സിലേക്ക് ഡിവൈഡ് ചെയ്യാനാണ്. ഇവിടെ 5 വർഷത്തേക്ക് കവറേജ്. 90,000 ബൈ 5 ഒരു വർഷത്തേക്ക് 18,000. അപ്പോൾ ഈ വർഷം 18,000 രൂപ 80Dയിൽ പ്രീമിയം എടുക്കുക. പ്ലസ് 7,500 രൂപ പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പ് കൊടുത്തിട്ടുണ്ടെന്ന്. അത് ഹിംസെൽഫ് ആൻഡ് വൈഫ്. നമുക്കറിയാം ആഗ്രിഗേറ്റ് എമൗണ്ട് ഓഫ് പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പ് കനോട്ട് എക്സിഡ് ഇൻ എനി കേസ് 5,000. 5,000 രൂപ കൂടാൻ പാടില്ലല്ലോ. അപ്പോൾ ഈ 7,500 നമ്മൾ 5,000 വെച്ച് റെസ്ട്രിക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ 80D 23,000 80D കിട്ടും. 80D 23,000. 4. He received royalty of 2,88,000 from abroad for a book authored by him in the nature of artistic. അടിപൊളി, റോയൽറ്റി ആണ്. He received royalty of 2,88,000 abroad. The rate of royalty 16% of value of book. അത് 80 QQB ക്ലെയിം ചെയ്യാൻ വേണ്ടിയുള്ള സാധനമാണ്. 16% ഓഫ് സെയിലാണ് കിട്ടിയിരിക്കുന്നത്. എക്സ്പെൻഡിച്ചർ 40,000 രൂപ എൻകർ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മുടെ പ്രീവിയസിൻ്റെ എൻഡിൽ നിന്ന് 6 മാസത്തിനുള്ളിൽ കിട്ടിയ പൈസ 250 ഉള്ളൂ. അപ്പോൾ IFOS-നകത്ത് 288 നമ്മൾ എടുക്കും. എന്നിട്ട് ഈ 40,000 എക്സ്പെൻസ് നമ്മൾ കുറച്ചിട്ട് കാണിക്കും. IFOS-നകത്ത് കാണിക്കുമ്പം 2,88,000 എടുത്തിട്ട് 40,000 രൂപ എക്സ്പെൻസ് കുറച്ചിട്ട് ബാക്കി 2,48,000 രൂപയായിരിക്കും നമ്മൾ IFOS-നകത്ത് കാണിക്കുക. എന്നിട്ട് 80 QQB ക്ലെയിം ചെയ്യുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആദ്യം ചെയ്യേണ്ടത് ഈ പറയുന്ന 2,88,000 എന്ന് പറയുന്ന റോയൽറ്റി 16% ആണെങ്കിൽ 15% എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇത് 16% 18%. എത്ര ശതമാനം എന്ന് പറയുന്നത്? 16 എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ പഠിച്ചിരിക്കുന്ന റൂൾ എന്താണ്? 80 QQB ഡിഡക്ഷൻ ക്ലെയിം ചെയ്യുമ്പോൾ റോയൽറ്റി കിട്ടുന്നത് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ബുക്ക് സോൾഡ് ആണെങ്കിൽ ദാറ്റ് കനോട്ട് എക്സീഡ് 15%. ഡിഡക്ഷൻ കണ്ടുപിടിക്കുമ്പോൾ 15%-അപ്പുറം പോകാൻ പാടില്ല. അപ്പം നമ്മളിവിടെ ആദ്യം 258 ബൈ 16 ഇൻറ്റു 15 എടുക്കും. 288 ഡിവൈഡഡ് ബൈ 16 ഇൻറ്റു 15 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2,70,000 ശരി, ഇനി എന്താ ചെയ്യേണ്ടത്? ഈ 270 നിന്ന് വിത്തിൻ 6 months ഫ്രം ദ എൻഡ് ഓഫ് ദ പ്രീവിയസ് ഇയർ കിട്ടി എത്രയും നോക്കണം. അത് എത്രയാണ് കിട്ടിയിരിക്കണേ? 250. ഓക്കെ, ഇനി ഈ 250 എന്ത് കുറയ്ക്കണം? എക്സ്പെൻസ് കുറയ്ക്കണം. എക്സ്പെൻസ് 40,000. അപ്പോൾ എത്ര? 2,10,000 രൂപയായിരിക്കും നമ്മുടെ 80 QQB ഡിഡക്ഷൻ. 210. ഇറ്റ്സ് എ നൈസ് ക്വസ്റ്റ്യൻ. വലിയ പുതുമയൊന്നും പറയാനില്ല. സ്റ്റഡി മെറ്റീരിയലിലെ 80 QQBയുടെ താഴെ കിടക്കുന്ന ക്വസ്റ്റ്യൻ്റെ കോപ്പി പേസ്റ്റാണ്. ആ സെയിം ഇല്ലുസ്ട്രേഷൻ കോപ്പി. എനിക്കത് ഫിഗർ പോലും മാറ്റിയിട്ടില്ലെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഒരു ചേഞ്ച് വേണ്ടി. സിമ്പിൾ വെരി സിമ്പിൾ റൈറ്റ്. പക്ഷേ കുട്ടികൾ തെറ്റിക്കും. കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ തെറ്റിക്കും. എല്ലാം ശ്രദ്ധിക്കണം. IFOS മൊത്തം എടുക്കണം. റോയൽറ്റി എക്സ്പെൻസും കുറയ്ക്കണം. ബാക്കി നെറ്റ് റോയൽറ്റി IFOS കാണിക്കണം. GTAക്ക് അത് കയറണം. QQB വരുമ്പം ആദ്യം നോക്കേണ്ടത് നമ്മുടെ റോയൽറ്റി കിട്ടിയിരിക്കുന്ന 15% കൂടുതലാണെങ്കിൽ അത് 15% റെസ്ട്രിക്ട് ചെയ്യണം. 2, അതിൽ നിന്ന് വിത്തിൻ 6 months എത്ര കിട്ടിയെന്ന് നോക്കണം. 3, അതിൽ നിന്ന് എക്സ്പെൻസ് കുറയ്ക്കണം. മിച്ചം വരുന്ന എമൗണ്ട് 3 lakhനപ്പുറം പോകാനും പാടില്ല. കാരണം മാക്സിമം QQB ഡിഡക്ഷൻ 3 lakh ആണ്. 210. സോ 210 ക്ലെയിം ചെയ്യാം. അപ്പോൾ അത് QQB ആണ്. ഡിഫോൾട്ട് ആണെങ്കിൽ ഇതൊന്നും കിട്ടില്ല. ഓപ്റ്റ് ഔട്ട് ആണെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ടി വരും. ഇയാൾക്ക് ഇൻകം ടാക്സിൻ്റെ റീഫണ്ട് കിട്ടിയ എത്ര? നല്ല കാര്യം, 15,750. അതിൽ നിന്ന് ഇൻട്രസ്റ്റ് 1,750. നമുക്കറിയാം 1,750 എവിടെ കൊണ്ടുപോകും? IFOS-ൽ കൊണ്ടുപോകും. ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് IT റീഫണ്ടിൻ്റെ ഇൻട്രസ്റ്റ് ടാക്സ് ചെയ്യുക. IT റീഫണ്ട് ഇൻകം അല്ല, അതിൻ്റെ ഇതിനകത്തുള്ള 1,750 ഇൻട്രസ്റ്റ് IFOS-ൽ നമ്മൾ എടുക്കണം. അപ്പോൾ അതർ സോഴ്സിൽ ഇൻകം വന്നു. ഇനി അടുത്ത് തന്നെ പറയണേ. അപ്പോൾ അതർ സോഴ്സിൽ ഇപ്പോൾ QQB വന്നു. ഇവിടെ ഏതൊരു ഇൻട്രസ്റ്റ് വന്നു. അതിന് മുമ്പ് പറഞ്ഞത് ക്യാപിറ്റൽ ഗെയിൻ ആണ്. അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞത് 80D ആണ്. അതിന് മുമ്പ് പറഞ്ഞത് 10AA ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്ത് വരുവാണ്. സിമ്പിളാണ്. He occupies ground floor of his residential building and has let out first floor for residential use for a monthly rent of 15,000. ഒരു വീടുണ്ട്, 2 നില, ഗ്രൗണ്ട് ഫ്ലോർ സെൽഫ് ഓക്കുപ്പേഷൻ, ഫസ്റ്റ് ഫ്ലോർ വാടകയ്ക്ക് കൊടുത്തു. അപ്പോൾ ഹൗസ് പ്രോപ്പർട്ടി കെട്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ്. He has paid municipal tax of 30,000 for the current financial year. ഓക്കെ, അയാൾ 30,000 മുനിസിപ്പൽ ടാക്സ് അടച്ചിട്ടുണ്ട്. ലെറ്റ് ഔട്ട് ചെയ്യുന്ന സമയത്ത് 30,000-ൻ്റെ പകുതി 15,000 രൂപ ലെറ്റ് ഔട്ടിൽ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. കാരണം മൊത്തം വീടിനാണ് 30,000. പകുതി സെൽഫ് ഓക്കുപ്പൈഡാ, പകുതി ലെറ്റ് ഔട്ടാ. സോ 30,000 മുനിസിപ്പൽ ടാക്സിൻ്റെ പകുതിയെ ലെറ്റ് ഔട്ടിൽ ക്ലെയിം ചെയ്യാൻ പറ്റൂ. ദാറ്റ് ഈസ് 15,000 മുനിസിപ്പൽ ടാക്സ് ക്ലെയിം ചെയ്യാം. ആക്ച്വൽ റെന്റ് 15,000 ഇൻറ്റു 12 എടുത്താൽ നമ്മുടെ ഈ പറയുന്ന ലെറ്റ് ഔട്ട് പോർഷൻ്റെ ആക്ച്വൽ റെന്റ് കിട്ടും. അപ്പം നമുക്ക് ഹൗസ് പ്രോപ്പർട്ടി കണ്ടുപിടിക്കാം. ഇനി അടുത്തെന്താ പറയുന്നത്? ബോത്ത് ഫ്ലോർ ഈക്വൽ സൈസ്. ഓക്കെ, ഹി ഹാസ് ടേക്കൺ എ ലോൺ ഫ്രം ബാങ്ക് ഓഫ് 50 ലക്ഷം ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ദിസ് പ്രോപ്പർട്ടി ഇൻ 2020 ആൻഡ് ഹാസ് റീപെയ്ഡ് 2,05,000 ഇൻക്ലൂഡിംഗ് ഇൻട്രസ്റ്റ് ഡ്യൂറിംഗ് ദെയർ 23-24. ഓക്കെ, ഇപ്പോൾ ഹൗസ് പ്രോപ്പർട്ടിയുടെ ഇൻട്രസ്റ്റിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇയാൾ മൊത്തം 2020 ലോൺ എടുത്തത്.
മൊത്തം 2,50,000 അടച്ചിട്ടുണ്ട്. അതിൽ 1,00,000 രൂപ ഇൻട്രസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 1,00,000 ഇൻട്രസ്റ്റിൽ പകുതി 50,000 രൂപ സെൽഫ് ഓക്കുപേഡിലേക്ക് മാറ്റണം, ബാക്കി പകുതി ലെറ്റ് ഔട്ടിലോട്ട് എടുക്കണം. ഇത് കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് സെൽഫ് ഓക്കുപേഡിൽ 50,000 വരെ ക്ലെയിം ചെയ്യാം. ലെറ്റ് ഔട്ടിൽ 50,000 നമുക്ക്, കാരണം സെൽഫ് ഓക്കുപേഡിൽ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ 2,00,000 വരെ പറ്റുമല്ലോ. അപ്പോൾ 50,000 ഉള്ളൂ. അപ്പോൾ 50,000 സെൽഫ് ഓക്കുപേഡിൽ ലോസ് കാണിക്കാം. ഡിഫോൾട്ട് ആണെങ്കിൽ പറ്റൂലേ. ഓപ്റ്റ് ഔട്ട് ആണെങ്കിൽ 50,000 ലോസ് എടുക്കാം. ലെറ്റ് ഔട്ടിൽ ഈ 50,000 ഇൻട്രസ്റ്റ് ഡിഡക്ഷൻ കൂടെ എടുക്കണം. ബാക്കി ആക്ച്വൽ റെന്റ്, മുനിസിപ്പൽ ടാക്സ് 15,000 കുറച്ചു, NAV 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, 50,000 ഇൻട്രസ്റ്റ്. അപ്പോൾ ലെറ്റ് ഔട്ടിന് ഇൻകം കിട്ടും, സെൽഫ് ഓക്കുപേഡിൻ്റെ ലോസും കിട്ടും. ലെറ്റ് ഔട്ടിലും ചിലപ്പോൾ ലോസ് വരും, ചിലപ്പോൾ ഇൻകം വരും, ചെയ്ത് നോക്കിയാൽ അറിയാവും. അപ്പോൾ ഇത് മൊത്തം ഹൗസ് പ്രോപ്പർട്ടിയാണ്. ഒപ്പം ഒരു കാര്യം അറിയണം, 2,50,000 1,00,000 രൂപയാണ് അയാൾ ഇൻട്രസ്റ്റ് എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം ബാക്കി 1,50,000 എന്ന് പറയുന്നത് ATCയിൽ പ്രിൻസിപ്പൽ റീപേയ്മെൻറ്റ് ഓഫ് ഹൗസിംഗ് ലോൺ എന്നും പറഞ്ഞ് ATC ക്ലെയിം ചെയ്തുകൂടെ? അതൊക്കെ ഓർമ്മ വരണം. ATC കൺസ്ട്രക്ഷനോ നമ്മുടെ പിന്നെ പർച്ചേസിനോ, ഹൗസിംഗ് ലോണിൻ്റെ കൺസ്ട്രക്ഷനോ പർച്ചേസിനോ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ പ്രിൻസിപ്പൽ റീപേയ്മെൻറ്റ് 1,50,000 വരെ ക്ലെയിം ചെയ്യാമല്ലോ. അപ്പോൾ ഈ 1,05,000 ATCയിൽ എടുക്കാം. മിസ്റ്റർ ആനന്ദ് ഡെപ്പോസിറ്റ് 1,30,000 ഇൻ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് ആൻഡ് 80,000 ഇൻ 5 years ടേം ഡെപ്പോസിറ്റ് ഇൻ ദ നെയിം ഓഫ് ഹിസ് മൈനർ സൺ അമാൻ. അപ്പോൾ അവിടെ ഈ പറഞ്ഞ 1 PPF അതും ATC ആണ്. 80,000 ഇൻ 5 year ടേം ഡെപ്പോസിറ്റ് ഇൻ ദ നെയിം ഓഫ് മൈനർ സൺ, അപ്പോൾ അതും എടുക്കാം. അപ്പോൾ ഇതും ATC ആണ്. 1,30,000 80,000 രൂപ അപ്പോൾ ഡെപ്പോസിറ്റ് ഇട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് ലയബിലിറ്റി അണ്ടർ BAC ആൻഡ് നോർമൽ. അടിപൊളി, രണ്ടും ചെയ്യണം. പക്ഷേ AMD വേണ്ടെന്ന്. 10AA ഉള്ളതുകൊണ്ട് നോർമൽ AMD വരുന്നതാണ്. AMD വേണ്ട അത്രേ. ഓപ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ AMD വേണ്ട, നോർമൽ ടാക്സ് ചെയ്താൽ മതി. ഡിഫോൾട്ടും ചെയ്യണം. നമുക്ക് അതിൻ്റെ ആൻസർ ഒന്ന് വെരിഫൈ ചെയ്യാം. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. RTPയിലെ ഇൻകം ടാക്സിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. നമ്മളിപ്പോൾ ആദ്യം വരെ ഏതാ ചെയ്യണേ? ഡിഫോൾട്ടാണ്. ഡിഫോൾട്ട് ആകുമ്പം എളുപ്പമാണ്. സെൽഫ് ഓക്കുപ്പൈഡ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ നമ്മൾ ആദ്യം ഓപ്റ്റ് ഔട്ട് ചെയ്യുന്നതാണ് നല്ലത് പരീക്ഷയ്ക്ക്. കാരണം ഓപ്റ്റ് ഔട്ട് ആദ്യം ചെയ്താലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തെല്ലാം വരുമല്ലോ. എന്നിട്ട് ഡിഫോൾട്ട് ചെയ്യുമ്പോഴേ അതിൽ നിന്ന് കിട്ടാത്ത സാധനം മാത്രം മാറ്റിയിട്ട് ഡിഫോൾട്ടൊക്കെ ചെയ്താൽ മതി. സമയം എളുപ്പമാണ്, ടൈം കുറച്ചുകൂടെ സേവ് ചെയ്യാം. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് കേട്ടോ. നിങ്ങൾക്ക് ഏതാ കംഫർട്ട് അത് ചെയ്യാം. ഹൗസ് പ്രോപ്പർട്ടി 115 BSc ഡിഫോൾട്ട് ടാക്സ് റെജിം ആകുമ്പം അയാൾക്ക് എന്ത് പറ്റത്തില്ല, സെൽഫ് ഓക്കുപ്പൈഡ് ഇല്ല. അതുകൊണ്ട് സെൽഫ് ഓക്കുപ്പൈഡ് എടുക്കണ്ട, കിട്ടത്തേയില്ല. ലെറ്റ് ഔട്ട് എടുക്കാം. ആക്ച്വൽ ഉണ്ട് 15,000 × 12 180. മുനിസിപ്പൽ ടാക്സിൻ്റെ പകുതി 15,000 കുറച്ചു, NAV 165, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30%, ഇൻട്രസ്റ്റ് ഓൺ ലോൺ പകുതി 50,000. അപ്പോൾ ഹൗസ് പ്രോപ്പർട്ടി 65,500. സിമ്പിൾ. ഇത് തന്നെയാണ് ഓപ്റ്റ് ഔട്ടിലും, ഒരു വ്യത്യാസമില്ല. സെൽഫ് ഓക്കുപ്പൈഡ് നമ്മുടെ ലെറ്റ് ഔട്ട്, നമ്മുടെ 115 BScയിൽ ലെറ്റ് ഔട്ട് മാത്രമേ അനുവദിക്കൂ, സെൽഫ് ഓക്കുപ്പൈഡ് അനുവദിക്കില്ല. അതുകൊണ്ട് ഇവിടെ ഇല്ല, നില്ലാണ്. അപ്പോൾ നമ്മൾ അപ്പുറത്ത് ഓപ്റ്റ് ഔട്ട് ചെയ്യുമ്പം 50,000 ഇൻട്രസ്റ്റ് അവിടെ ലോസ് കാണിക്കാൻ മറക്കരുത്. ഇവിടെ വേണ്ട. SEZ 10AA ഡിഡക്ഷൻ കിട്ടൂലല്ലോ, ഡിഫോൾട്ട് അല്ലേ. മൊത്തം ടാക്സബിൾ 35 ലക്ഷം ടാക്സബിൾ. മറ്റടുത്ത് നമ്മൾ ഫോർമുല ഇട്ടിട്ട് ഡിഡക്ഷൻ വാങ്ങിക്കും 10AA. ഇവിടെ വേണ്ട, 35 ലക്ഷവും ടാക്സബിൾ. ക്യാപിറ്റൽ ഗെയിൻ ദാ ആദ്യം അവർ ഷോർട്ട് ടേം ആണ് ചെയ്തിരിക്കുന്നത്. വിറ്റ വില 3 ലക്ഷം, ബ്രോക്കറേജ് കുറച്ചു, പിന്നെ കോസ്റ്റ് നേരിട്ട് കുറച്ചു. ഷോർട്ട് ടേം അല്ലേ, വേറെ ചെയ്യാനില്ലല്ലോ. 59,700. ഇത് 111A ആണ്. ഫ്ലാറ്റ് റേറ്റ് 15% ടാക്സ് ചെയ്യുന്ന സാധനമാണ്. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഫുൾ വാല്യൂ എടുത്തു, ബ്രോക്കറേജ് കുറച്ചു. ഞാൻ പറഞ്ഞ പോലെ കോസ്റ്റ് കമ്പയർ ചെയ്തു. ഒറിജിനൽ കോസ്റ്റിന് എടുത്തിട്ട് FMVയും നമ്മുടെ പിന്നെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷനും തമ്മിൽ കമ്പയർ ചെയ്തതിൻ്റെ ലോവർ എടുത്തു. എന്നിട്ട് അതിനെ ഒറിജിനൽ കോസ്റ്റോട്ട് കമ്പയർ ചെയ്ത് ഹയർ എടുത്തപ്പോൾ അപ്പം 90,000 കോസ്റ്റ് വന്നു, അത് കുറച്ചു. ഇത് 34,875 ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? അപ് ടു 1 ലാഖിന് ഇല്ലല്ലേ. ഇത് 34,875 രൂപയല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് ഇന്ന് ടാക്സ് വരില്ല. അപ് ടു 1 ലാഖ് നില്ലാണ് 112A ലോങ് ടേം ലിസ്റ്റഡ്. അപ് ടു 1 ലാഖ് നിൽ, ഇത് നില്ലി പോവും, ഇതിന് ടാക്സ് ഇല്ല. മറ്റൊരു പക്ഷേ 15% കൊടുക്കേണ്ടി വരും, 59,700. IFOS റോയൽറ്റി ആർട്ടിസ്റ്റിക് ബുക്ക് ഇതാ നമ്മൾ ചെയ്ത പോലെ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ 248 QQB ഇവിടെ ഡിഡക്ഷൻ കിട്ടത്തില്ല ഡിഫോൾട്ട് ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ചാപ്റ്റർ 6 ഒന്നുമില്ലല്ലോ. 248 ഇൻട്രസ്റ്റ് ഓൺ IT റീഫണ്ട് 1,550. ഇൻകം കിട്ടി, വേറെ ഡിഡക്ഷൻസ് ഒന്നുമില്ല. ഈ 39,09,825 111A ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എടുത്ത് അങ്ങ് അടർത്തി അങ്ങോട്ട് മാറ്റുക. എന്നിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് 15% അങ്ങ് കൊടുക്കുക. കാരണം ഇവിടെ ഇതാ 111A എത്രയുണ്ട്? 111 ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം ചെയ്ത ഷോർട്ട് ടൈം ആണ്, 111A ആണ്. ദറ്റ് ഈസ് കം ടു റുപ്പീസ് 59,700. ഈ 59,700 ഫ്ലാറ്റ് റേറ്റ് 15% ടാക്സ് കൊടുത്തേ പറ്റൂ. ഇതിന് 15% ടാക്സ് ഫ്ലാറ്റ് റേറ്റ് കൊടുക്കണം. ഇതിൻ്റെ ടാക്സ് നില്ലാണ്. അപ്പോൾ ഇതും എടുത്ത് മാറ്റണം. അപ്പോൾ ഈ ടോട്ടൽ ഇൻകത്തിൽ നിന്ന് 59,700 മൈനസ് ചെയ്യുക, 34,875 മൈനസ് ചെയ്യുക. ഈ ടോട്ടൽ 39,09,830 111A 112A മാറ്റുക. ബാക്കിയുള്ള ഇൻകം മൊത്തം സ്ലാബാണ്. നമ്മുടെ ഡിഫോൾട്ട് ടാക്സ് റെജിം 115 BScയുടെ ടാക്സ് റേറ്റ് എങ്ങനെയാണ്? അപ് ടു 3 lakhs നിൽ, 3 to 6 lakh 5%, 6 to 9 lakhs 10%, 9 to 12 lakhs പിന്നെ 15%, 12 to 15 lakhs 20%, എബവ് 15 lakhs 30%. ഇതല്ലേ റേറ്റ്.
ഓരോന്നും ചെയ്താലും എളുപ്പ വഴിയുണ്ട്. 15 ലക്ഷം വരെ നിങ്ങൾ ചെയ്താൽ 1.5 ലക്ഷം രൂപ ആയിരിക്കും ടാക്സ്. കറക്റ്റ് 15 ലക്ഷം വരെ ഡിഫോൾട്ട് ടാക്സ് റെജിമിലെ ടാക്സ് 1.5 ലക്ഷം ആയിരിക്കും. ചെയ്ത് നോക്കിയാൽ മതി. 5, 10, 15, 20 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ടാക്സ് 1.5 ലക്ഷം രൂപയാണ്. പിന്നെ 15 ലക്ഷത്തിന് മുകളിലോട്ടുള്ള ഇൻകത്തിന് 30% എടുക്കുക. പിന്നെ 111യുടെ 15% ടാക്സും കൂടെ എടുത്ത് കൂട്ടുമ്പോൾ ടാക്സ് ആയി. ടോട്ടൽ ഇൻകം 50 ലക്ഷത്തിന് മുകളിൽ പോയാലേ സർചാർജ് ഉള്ളൂ. ഇവിടെ ടോട്ടൽ ഇൻകം 50 ലക്ഷത്തിന് മുകളിൽ ഇല്ല. 39 ലക്ഷം സംതിങ് ആണ്, സർചാർജ് ഇല്ല. 4% സെസ് ആഡ് ചെയ്യുക, റിബേറ്റ് കിട്ടൂല. ടോട്ടൽ ഇൻകം 7 ലക്ഷത്തിൽ കൂടാതിരുന്നാലല്ലേ 115 BSE ഡിഫോൾട്ട് റിബേറ്റ് കിട്ടുള്ളൂ. അപ്പം ടോട്ടൽ ഇൻകം 39 ലക്ഷം സംതിങ് അല്ലേ, അപ്പോൾ റിബേറ്റ് ഇല്ല. സെസ് ആഡ് ചെയ്താൽ വന്ന് ടാക്സ് ആയി. ദേ അവർ താഴെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. 112A ഇല്ലല്ലോ, 1 ലാഖിന് ഇല്ലല്ലേ. മറ്റൊരു 15% ഫ്ലാറ്റ് റേറ്റ് എടുത്തു. റിമൈനിങ് ഇൻകത്തിന് ടാക്സ് കണ്ടുപിടിച്ചു. ഇതാണ്ടോ 15 ലക്ഷം വരെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ കിട്ടും 1.5, 1.5, 15, 1.20, 1.50. കണ്ടോ 15 ലക്ഷം വരെയുള്ള ടോട്ടൽ ഇൻകത്തിന്റെ ടാക്സ് എപ്പോഴും 1.5 ലക്ഷം രൂപ ആയിരിക്കും. എളുപ്പ വഴിയാണ് പരീക്ഷയ്ക്ക് സമയം ലാഭിക്കാൻ. 5, 10, 15, 20 പറഞ്ഞ് കുത്തിരിയും ചെയ്തുകൊണ്ടിരിക്കേണ്ട. 15 ലക്ഷം വരെയുള്ള ടോട്ടൽ ഇൻകത്തിന് സ്ലാബ് റേറ്റിലെ ഇൻകം ആണെങ്കിൽ ടാക്സ് 1,50,000 ആയിരിക്കും. അതാണ് ഈ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ളതിന് 30% എടുത്തു, സെസ് ആഡ് ചെയ്തു, ടാക്സ് കിട്ടി, റൗണ്ട് ചെയ്തു. 5 രൂപയുടെ താഴെ വന്നാൽ റൗണ്ട് ചെയ്യണമല്ലോ. ബാക്കിലോട്ടുള്ള 10 റൗണ്ട് ചെയ്യണം. 5 രൂപ അതിൽ കൂടുതലൊന്നും അടുത്ത 10 റൗണ്ട് ചെയ്യണം. ഇവിടെ 73 ആണ്, അവിടെ 70 റൗണ്ട് ചെയ്തു. 887,670. സിമ്പിൾ. ദിസ് ഈസ് ഡിഫോൾട്ട്. ഓപ്റ്റ് ഔട്ട്. ഓപ്റ്റ് ഔട്ട് വരുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. ആദ്യം ഹൗസ് പ്രോപ്പർട്ടിക്കകത്ത് ലെറ്റ് ഔട്ട് മാത്രമല്ല, സെൽഫ് ഓക്കുപ്പൈഡിന്റെ 50,000 ലോസ് എടുക്കണം. എന്നിട്ട് ആ 50,000 ലോസിനെ ലെറ്റ് ഔട്ടിന് ഇൻകമായിട്ട് സെറ്റ് ഓഫ് ചെയ്യണം. സെറ്റ് ഓഫ് ചെയ്ത് നെറ്റ് പുറത്തെടുക്കണം. നെറ്റ് ഹൗസ് പ്രോപ്പർട്ടി പുറത്തെടുക്കണം. PGBPക്കകത്ത് സെക്ഷൻ 10AA ഡിഡക്ഷൻ ക്ലെയിം ചെയ്യണം. 21 lakhs കണ്ടാണ് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. ആ 10AA കുറയ്ക്കണം. 10AA ഡിഡക്ഷൻ കുറയ്ക്കണം, ബാക്കി എടുക്കണം. PGBPക്കകത്ത് ക്യാപിറ്റൽ ഗെയിനിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അതർ സോഴ്സിൽ നമ്മൾ ആ ഇൻട്രസ്റ്റ് എടുക്കണം, റോയൽറ്റി എടുക്കണം, ചാപ്റ്റർ 6 എടുക്കണം. 80C ഉണ്ട്, മാക്സിമം 1.5. 80D ഉണ്ട്, 23,000. 18,000 + 5,000, 23,000. 80D ഉണ്ട്. 80QQB ഉണ്ട്, 2,10,000. ഇത്രയും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓപ്റ്റ് ഔട്ടിലെ ടോട്ടൽ ഇൻകം കിട്ടും. അപ്പോൾ ഓപ്റ്റ് ഔട്ടിൻ്റെ കമ്പ്യൂട്ടേഷൻ അവർ ചെയ്തിട്ടുണ്ട്. ഗ്രോസ് ടോട്ടൽ മറ്റേ അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രം അവർ ചെയ്തിട്ടുണ്ടേ. സെൽഫ് ഓക്കുപ്പൈൻ്റെ ലോസ് എടുത്ത് സെറ്റ് ഓഫ് ചെയ്തു. ഇവർ ഓൾറെഡി കണ്ടണ്ട. ഇത് സമയം ലാഭിക്കാൻ എളുപ്പ വഴിയാണ്. വീണ്ടും നിങ്ങൾ മൊത്തം ചെയ്യണ്ട. അപ്പം നമ്മുടെ ഡിഫോൾട്ട് ടാക്സ് റെജിമിലെ ഗ്രോസ് ടോട്ടൽ ഇൻകം എടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി. ബാക്കി എന്താ ചെയ്യേണ്ടത്? സെൽഫ് ഓക്കുപ്പൈഡിൻ്റെ ലോസ് എടുത്ത് സെറ്റ് ഓഫ് ചെയ്യണം, 10AA ഡിഡക്ഷൻ ക്ലെയിം ചെയ്യണം, ചാപ്റ്റർ 6 ക്ലെയിം ചെയ്യണം. ഇത്രയേ ഉള്ളൂ. അതാണ് അവർ ചെയ്തിരിക്കുന്നത്. ആദ്യം സെൽഫ് ഓക്കുപ്പൈഡിൻ്റെ ലോസ് ഇതിനോട് സെറ്റ് ഓഫ് ചെയ്തു, അപ്പോൾ GTA ആയി. ഇനി ചാപ്റ്റർ 6 ആണ്. 10AA എപ്പോഴും 10AA ഡിഡക്ഷൻ ചാപ്റ്റർ 6 കഴിഞ്ഞിട്ടോ ചാപ്റ്റർ 6 ഒപ്പം ക്ലെയിം ചെയ്യണമെന്നാണ്. ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കുന്ന സമയത്താണ് 10AA എടുക്കേണ്ടത്, GTAക്ക് അകത്തല്ല. അതുകൊണ്ട് GTA കഴിഞ്ഞിട്ട് വേണം 10AA എടുക്കാൻ. സോ 10AA ഡിഡക്ഷൻ 21 lakhs കുറച്ചു. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചാണ്. ഹൗസിംഗ് ലോണിൻ്റെ റീപേയ്മെൻറ്റ് 1,05,000 ഉണ്ട്. PPF 130 ഉണ്ട്. ടേം ഡെപ്പോസിറ്റ് കിട്ടത്തില്ല കേട്ടോ. കാര്യം മൈനർ ചൈൽഡിൻ്റെ പേരിൽ ഇട്ടുകൊണ്ടാണ്. ടേം ഡെപ്പോസിറ്റ് അസസിയുടെ പേരിൽ തന്നെ ഇടണം. സ്പൗസിൻ്റെ പേരിലിട്ടാലോ മൈനർ ചൈൽഡിൻ്റെ പേരിലിട്ടാലോ കിട്ടൂല. അതേസമയം PPF എന്നുള്ള സാധനവും RPF ഒക്കെ മൈനർ ചൈൽഡിൻ്റെ പേരിലിട്ടാലും സ്പൗസിൻ്റെ പേരിലിട്ടാലും ഒക്കെ എലിജിബിളാണ്. അപ്പോൾ ഇവിടെ 5 year ടേം ഡെപ്പോസിറ്റ് കുട്ടിയുടെ പേരിലിട്ടുകൊണ്ട് കിട്ടത്തില്ല. അപ്പോൾ 1,05,000 PPF 130, പക്ഷേ മാക്സിമം 1.5 ക്ലെയിം ചെയ്യാൻ പറ്റും. 80D മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം 18,000 പ്രപ്പോർഷനേറ്റ്, പിന്നെ മറ്റേ 5,000 23,000. QQB ഡിഡക്ഷൻ നമുക്ക് 2,10,000 കിട്ടും. ഇത്രയും കുറച്ച് കഴിയുമ്പം 3,83,000 അവിടെ മതി. ടോട്ടൽ ഇൻകം 13,76,825 ആയിട്ട് കുറഞ്ഞു. അപ് ടു 1 lakh ലോങ് ടൈമിനില്ല. ബാക്കിയുള്ള മറ്റേ 111 ആദ്യം എടുത്ത്, കാരണം സ്പെഷ്യൽ റേറ്റിലെ ഇൻകം എപ്പോഴും ആദ്യം എടുത്ത് മാറ്റണം. മറ്റേന് 15% ടാക്സ് എടുത്തു. പിന്നെ റിമൈനിങ് വരുന്ന ഇൻകത്തിന് സ്ലാബ് റേറ്റ് ഓപ്റ്റ് ഔട്ട് ആണ്, ഡിഫോൾട്ട് അല്ല. അപ് ടു 2.5 lakhs നില്ലാണ്. പിന്നെ 2.5 lakhs to 5 lakhs വരെ 5%, 5 to 10 lakhs 20, 10 lakhsന് മുകളിൽ 30. അപ്പോൾ ആ ഇതെടുത്തു. ഇവിടെയും സർചാർജ് വരുന്നില്ല, റിബേറ്റും ഇല്ല. സെസ് ആഡ് ചെയ്തു, ടാക്സ് 214, 380. ഇത്രയേ ഉള്ളൂ. ഇതാണ് സെക്ഷൻ B GST ആണ്. അപ്പോൾ ഇൻകം ടാക്സ് ഇത്ര. GST നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഇൻകം ടാക്സ് ആണ്. അപ്പോൾ കഴിഞ്ഞു 214, 380. സോ ഭയങ്കര സംഭവം എന്ന് പറയാനില്ല. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് മച്ച് ലെവൽ. മെയ് 2024 RTP വെച്ച് കമ്പയർ ചെയ്യുമ്പം, മെയ് 24 RTP വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സെപ്റ്റംബർ 24 RTP ഇൻസ്റ്റിറ്റ്യൂട്ടിന് കുറച്ചുകൂടി ലെവലാകാമായിരുന്നു. 1-2 ക്വസ്റ്റ്യൻ ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയൊന്നും വലിയ സംഭവമൊന്നും പറയാനില്ല. കുഴപ്പമില്ലാത്തൊരു ആവറേജ് RTP ആണ്. ഓക്കെ, എന്തായാലും പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു മൊത്തം പ്രൊവിഷൻ കണക്ഷൻ കിട്ടാൻ നല്ലതാണ്. അല്ലാതെ ഇതൊരു എൻ്റെ അഭിപ്രായത്തിലൂടെ അത്ര ലെവലുള്ള ഒരു RTP ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള RTPs ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എസ്പെഷ്യലി മെയ് 24 RTP ഒക്കെ നല്ലതാണ്. കുറച്ചുകൂടെ അതിനകത്തുള്ള ടോട്ടൽ ഇൻകത്തിൻ്റെ ക്വസ്റ്റനിലൊക്കെ ഒരു ടാക്സ് പ്ലാനിങ്ങിൻ്റെ ആംഗിളിലുള്ള ഒരു അനലിറ്റിക്കൽ ക്വസ്റ്റൻ ഒക്കെ വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് നൈസ്. ഇത് കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. ഓക്കെ, ഐ തിങ്ക് യു ഗോട്ട് എ വെരി ഗുഡ് ഐഡിയ ഓൺ RTP, റൈറ്റ്? സോ എനി ഡൗട്ട്സ്?
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?